Hello, my dear students. I am Dr. Rijula PT, Assistant Professor on Contract, Department of Commerce, School of Distance Education, University of Calicut. Here, through this presentation, I intend to give a detailed explanation about the fourth and fifth module of the subject Basic Numerical Methods. That is a common paper for the third semester BCom and BBA students of University of Calicut. The fourth module deals with interest and time value calculations, and the fifth module which deals with descriptive statistics. Now, the fourth module, that is interest and time value. Interest and time value എന്നുള്ള ലെസണിൽ മേജർ ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത് സിമ്പിൾ ഇൻട്രസ്റ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക, ദെൻ ആന്യൂറ്റി, പെർപച്യൂറ്റി, ദെൻ ഇക്വേറ്റഡ് മന്ത്ലി ഇൻസ്റ്റാൾമെന്റ്സ്. ഈ ഒരു 4-5 കോൺസെപ്റ്റുകളും അതിന്റെ ഒരു കാൽക്കുലേഷൻസും ആണ് നമുക്ക് ഈ ഒരു ലെസണിൽ അല്ലെങ്കിൽ ഈ ഒരു മൊഡ്യൂളിനകത്ത് മേജർ ആയിട്ട് നോക്കാനുള്ളത്. അതിനകത്ത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ്. സിമ്പിൾ ഇൻട്രസ്റ്റ് എന്താണ്? സിമ്പിൾ ഇൻട്രസ്റ്റ്, it is the interest calculated on principal amount at the fixed rate. Okay, so simple interest എന്ന് പറഞ്ഞാല് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്തിന്റെ ബേസിലാണ് അല്ലെങ്കിൽ എന്തിന്റെ മേലെയാണ്? കാൽക്കുലേറ്റഡ് ഓൺ പ്രിൻസിപ്പൽ എമൗണ്ട് അറ്റ് എ ഫിക്സഡ് റേറ്റ്. ഓക്കെ, ഇനി സിമ്പിൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. ഈ ഒരു ലെസൺ അല്ലെങ്കിൽ ഈ ഒരു സബ്ജക്റ്റിനകത്ത് കുറച്ച് ഇക്വേഷൻസ് ഒക്കെ നമ്മൾ ബൈ ഹാർട്ട് ചെയ്ത് വെക്കണം. ഇക്വേഷൻസ് കാണാതെ പഠിച്ചു വെക്കുക തന്നെ വേണം, അല്ലെങ്കിൽ നമുക്ക് പ്രോബ്ലംസ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഇക്വേഷൻസ് അറിയാതെ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റില്ലല്ലോ. സോ യു ഷുഡ് ഹാവ് ടു ബൈ ഹാർട്ട് ദ ഇക്വേഷൻസ്. എല്ലാ ഇക്വേഷൻസും കാണാതെ പഠിച്ചു വെക്കണം. കാരണം പ്രോബ്ലംസ് എവിടെ നിന്നാ അല്ലെങ്കിൽ ഏത് ഏരിയയിൽ നിന്നാണ് ചോദിക്കുക എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. ഇതൊന്നും വലിയ കോംപ്ലിക്കേഷൻസ് ഉള്ള ഇക്വേഷൻസ് അല്ല. അപ്പോ എന്തായാലും നിങ്ങൾ ഇക്വേഷൻസ് പഠിക്കുക, എന്നാൽ മാത്രമേ ഉള്ളൂ നമുക്ക് പ്രോബ്ലംസ് ചെയ്യാൻ പറ്റുക. ഇതൊരു പ്രോബ്ലം പേപ്പർ ആണല്ലോ, അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് പ്രോബ്ലംസ് എക്സ്പെക്ട് ചെയ്യാം. സോ ഇക്വേഷൻസ് അറിഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രോബ്ലംസ് ഒന്നും ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ഈ വാല്യൂസ് ജസ്റ്റ് ആ ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും, ഫുൾ മാർക്കും കിട്ടും. ഓക്കെ, അതുകൊണ്ട് ഒരു ഇക്വേഷൻസ് പഠിക്കാനുള്ള ബുദ്ധിമുട്ട് ഓർത്ത് നിങ്ങൾ പഠിക്കാതിരിക്കുകയൊന്നും ചെയ്യല്. എന്തായാലും നന്നായിട്ട് കാണാതെ പഠിച്ചു വെക്കുക ഇക്വേഷൻസ്. ഓക്കെ, സിമ്പിൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് I is equal to PNR divided by 100 ആണ്. ഇവിടെ PNR 3 വേരിയബിൾസ് ഉണ്ട് അല്ലെ. P എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രിൻസിപ്പൽ എമൗണ്ട്. N എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് ഇയേഴ്സ്. R എന്ന് പറഞ്ഞാൽ എന്താണ്? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പെർ ആനം. സോ സിമ്പിൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്താ? I is equal to PNR divided by 100. ഓക്കെ, സോ ഇനി വേറൊരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് എമൗണ്ട് അറ്റ് ദ എൻഡ് ഓഫ് nth ഇയർ. സപ്പോസ് നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നത് എന്താ അറിയോ? സിമ്പിൾ ഇൻട്രസ്റ്റ് ഡയറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാനല്ല, അവരെന്താ പറയുന്നത്? അറ്റ് ദ എൻഡ് ഓഫ് 10th ഇയർ എത്ര എമൗണ്ട് കിട്ടും, അങ്ങനെയൊക്കെ ആയിരിക്കും ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ ചോദിക്കുക. സപ്പോസ് അങ്ങനെയാണ് എങ്കിൽ നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് P പ്ലസ് PNR ഡിവൈഡഡ് ബൈ 100. അല്ല എങ്കിൽ ഇവിടെ P എന്നുള്ളത് അവർ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തതാണ്. അതായത് ബ്രാക്കറ്റിനുള്ളിൽ 1 പ്ലസ് NR ഡിവൈഡഡ് ബൈ 100 എഴുതിയിട്ട് ഈ പിയും ഈ പിയും ഉണ്ടല്ലോ അതിനെ കോമൺ ആയിട്ട് ഒറ്റ പി ആക്കിയിട്ട് അവർ ഈ ഇക്വേഷനെ മാറ്റി എഴുതിയതാണ്. നിങ്ങൾ ഏതാണ് പഠിക്കാൻ എളുപ്പം എന്ന് വെച്ചാൽ അത് മാത്രം പഠിച്ചാൽ മതി. ഇതിൽ ഏതെങ്കിലും ഒന്ന് പഠിച്ചാൽ മതി, ബോത്ത് ആർ സെയിം. ഓക്കെ, പി എന്ന് പറഞ്ഞാല് പ്രിൻസിപ്പൽ എമൗണ്ട് ആണ്, ആർ എന്ന് പറഞ്ഞാൽ എന്താണ്? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്, ദെൻ N എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് ഇയേഴ്സ് ആണ്. സോ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റഡ് ഓൺ പ്രിൻസിപ്പൽ എമൗണ്ട് അറ്റ് എ ഫിക്സഡ് റേറ്റ്. ഓക്കെ, ഇൻട്രസ്റ്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? എന്തിന്റെ ബേസിലാണ്? പ്രിൻസിപ്പൽ എമൗണ്ടിന്റെ മുകളിലാണ്. അതൊരു ഫിക്സഡ് റേറ്റ് ആയിരിക്കും. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഫിക്സഡ് ആയിരിക്കും. ഓക്കെ, അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇൻട്രസ്റ്റിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. സിമ്പിൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? I is equal to PNR divided by 100 ആണ്. ഇവിടെ P എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? പ്രിൻസിപ്പൽ എമൗണ്ട് ആണ്. N എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇയേഴ്സ് ആണ്. R എന്ന് പറഞ്ഞാൽ എന്താണ്? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പെർ ആനം. സപ്പോസ് നമ്മളോട് എമൗണ്ട് അറ്റ് ദ എൻഡ് ഓഫ് ദ nth ഇയർ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത് എങ്കിൽ നമ്മുടെ ഇക്വേഷൻ എന്താണ്? P പ്ലസ് PNR ഡിവൈഡഡ് ബൈ 100 അല്ലെങ്കിൽ
P into 1 plus NR by 100. Okay. നമുക്ക് നോക്കാം അല്ലെ, പ്രോബ്ലംസ് നോക്കാം. ഓക്കെ, ഫസ്റ്റ് പ്രോബ്ലം എന്ന് പറയുന്നത് ഞാൻ നിങ്ങളുടെ ടെക്സ്റ്റിനകത്തുള്ള അതേ പ്രോബ്ലംസ് ആണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. കാരണം എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയൽസ് മാത്രമേ കയ്യിൽ കാണുള്ളൂ, റെഫറൻസിന് വേറെ പ്രോബ്ലംസ് ബുക്ക് ഒന്നും കാണില്ല. അതുകൊണ്ട് നിങ്ങളുടെ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ സ്റ്റഡി മെറ്റീരിയൽസിലുള്ള അതേ പ്രോബ്ലംസ് ആണ് ഇവിടെ പ്രസന്റ് ചെയ്യുന്നത്. ഒന്ന് രണ്ട് പ്രോബ്ലംസിലൊക്കെ ചെറിയ മിസ്റ്റേക്സ് ഉണ്ട്, അത് നമുക്ക് ആ ടൈമിൽ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇവിടെ നോക്കുക. വാട്ട് ഈസ് ദ സിമ്പിൾ ഇൻട്രസ്റ്റ് ഫോർ ₹10,000 at the rate of 15% per annum for 2 years? നമ്മൾ പറഞ്ഞു എന്താണ്, സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. വാട്ട് ഈസ് ദ സിമ്പിൾ ഇൻട്രസ്റ്റ് ഫോർ ₹10,000? 10,000 എന്നുള്ള എമൗണ്ടിന് സിമ്പിൾ ഇൻട്രസ്റ്റ് എത്രയാണെന്നാണ് അവർ ചോദിച്ചിരിക്കുന്നത്. ഇവർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നമുക്ക് ഡയറക്റ്റ് തന്നിട്ടുണ്ട്, നമ്പർ ഓഫ് ഇയേഴ്സും നമുക്ക് ഡയറക്റ്റ് തന്നിട്ടുണ്ട് അല്ലെ. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാല് തന്നിരിക്കുന്ന ഇൻഫർമേഷൻ അവിടെ കറക്റ്റ് ആയിട്ട് എഴുതി വെക്കുക. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് എന്തൊക്കെ അറിയാം? പ്രിൻസിപ്പൽ എമൗണ്ട് പി, പ്രിൻസിപ്പൽ എമൗണ്ടിനെ നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ലെറ്റർ ഏതാ? പി. അതെന്താണ്? പി ഈസ് ഈക്വൽ ടു 10,000. പിന്നെ ഇവിടെ n എന്ന് പറയുന്നത് എന്താ? നമ്പർ ഓഫ് ഇയേഴ്സ് ആണ്. ഇവിടെ തന്നിട്ടുണ്ടല്ലോ, എന്താണ്? 2. ദെൻ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 15%. ഓക്കെ, ഈ മൂന്ന് സാധനങ്ങളും നിങ്ങൾക്ക് ഇൻഫർമേഷൻ കറക്റ്റ് ആയിട്ട് മനസ്സിലായല്ലോ. ഓക്കെ, ഇനി നമ്മളോട് സിമ്പിൾ ഇൻട്രസ്റ്റ് അല്ലേ ചോദിച്ചത്. സിമ്പിൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്താണ്? I is equal to PNR by 100. സോ ഇവിടെ ബാക്കി ഈ മൂന്ന് ഡീറ്റെയിൽസ് നമുക്ക് ക്ലിയർ ആയിട്ട് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സോ 10,000 into 2 into 15 divided by 100. So the answer is 3,000. Is it clear to you? Okay. ഇനി രണ്ടാമത്തെ പ്രോബ്ലം. Find the total interest and the amount at the end of the 5th year for ₹10,000 at 10% per annum simple interest. ഈ ക്വസ്റ്റ്യന്റെ പ്രത്യേകത എന്താണ്? നമ്മളോട് ഇൻട്രസ്റ്റും കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, അതുപോലെ എമൗണ്ട് അറ്റ് ദ എൻഡ് ഓഫ് ദ 5th ഇയറും കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം, എന്താണ്? I is equal to PNR by 100. അതേപോലെ ഈ ക്വസ്റ്റ്യൻ അത് മാത്രം കണ്ടുപിടിച്ച് വെച്ചാൽ മതിയോ? ഇല്ല, നമുക്ക് എന്തുകൂടെ വേണം? എമൗണ്ട് അറ്റ് ദ എൻഡ് ഓഫ് ദ 5th ഇയർ വേണം. എമൗണ്ട് അറ്റ് ദ എൻഡ് ഓഫ് ദ 10th ഇയർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ. ഓക്കെ, ഇനി നമ്മൾ ഈ തന്നിരിക്കുന്ന വാല്യൂസ് നമ്മൾ അതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, കാൽക്കുലേഷൻസ് ചെയ്യുക. ഇവിടെ പി എന്ന് പറഞ്ഞാൽ എത്ര എമൗണ്ട് തന്നിട്ടുണ്ട്? പി ഫോർ എമൗണ്ട് ₹10,000. സോ പി ഈസ് ഈക്വൽ ടു 10,000. പിന്നെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നമുക്ക് തന്നിട്ടുണ്ടല്ലോ, എത്രയാ? 10%. അപ്പോ R എന്ന് പറഞ്ഞാൽ എത്രയാ? 10%. ദെൻ 5 years ആണ് ഇയർ എന്ന് തന്നിട്ടുണ്ടല്ലോ. സോ n ഈസ് ഈക്വൽ ടു 5 അല്ലേ. സോ അത്രയും ക്ലിയർ ആയല്ലോ. ഇനി നമ്മൾ എന്താണ്? കാൽക്കുലേഷൻസ് ചെയ്യാം. ഓക്കെ, സോ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? ഇവിടെ ഒരു ചെറിയ മിസ്റ്റേക്സ് ഉണ്ട് കേട്ടോ. n എന്ന് പറഞ്ഞാൽ ഇവിടെ 2 ആണ് എഴുതിയത്, അത് 5 ആണ് വേണ്ടത്. ഓക്കെ, ഇനി നമ്മൾ പ്രോബ്ലം ചെയ്യാം. പി നമുക്കറിയാം I is equal to PNR by 100 ആണ്. ഇവിടെ PNR by 100 എന്ന് പറയുമ്പോൾ പിന്റെ എമൗണ്ട് 10,000 ആണ്, n എന്ന് പറഞ്ഞാൽ 5 ആണ്, R എന്ന് പറഞ്ഞാൽ 10 ആണ്, ഡിവൈഡഡ് ബൈ 100. അപ്പൊ നമുക്ക് എത്ര എമൗണ്ട് കിട്ടുക? 5,000. ഇത് ക്ലിയർ അല്ലേ? ഇനി നമ്മൾ നേരത്തെ ഒരു ഇക്വേഷൻ കൂടി പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ, I is equal to PNR by 100 കൂടെ എമൗണ്ട് അറ്റ് ദ എൻഡ് ഓഫ് ദ 5th ഇയർ. ഇവിടെ 5th ഇയർ കാണാൻ പറഞ്ഞത്. നേരത്തെ നമ്മൾ ഇക്വേഷൻ പറഞ്ഞപ്പോൾ പറഞ്ഞതല്ലേ, എമൗണ്ട് അറ്റ് ദ എൻഡ് ഓഫ് ദ 10th ഇയർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? P is equal to P into 1 plus NR by 100. ഇവിടെ P എന്ന് പറഞ്ഞാൽ എത്രയാ? 10,000 into 1 plus n എന്ന് പറഞ്ഞാൽ 5 ആണ്. 5 into R എന്ന് പറഞ്ഞാൽ എത്രയാ? 10 by 100. ഇനി ഇത് എങ്ങനെയാ ചെയ്യാ? 10,000 into 1 plus 5 into 10, 50 by 100. That is equal to 10,000 into 1. ഇത് എങ്ങനെയാ ചെയ്യാ? 100 into 1. ആദ്യം ഇത് ഇങ്ങനെ ചെയ്യണം. ഈ ബ്രാക്കറ്റിനുള്ളിലുള്ള കാൽക്കുലേഷൻ നിങ്ങൾക്ക് അറിയോ? 1 plus 50 by 100 അല്ലേ? 100 into 1 ആദ്യം ചെയ്യാ. 100 into 1 എത്രയാ? 100 plus 50. plus 50 പറഞ്ഞാൽ 150. ആ 150 divided by 100. Okay. That is equal to 10,000 into 1.5. 1.5 എങ്ങനെയാ വന്നത്? ഇവിടെ 100 അല്ലേ? അപ്പോൾ 0.5. 1.5. That is equal to 15,000. Okay. പ്രോബ്ലംസ് ഒക്കെ നിങ്ങൾ ഇങ്ങനെ സ്ക്രീനിൽ നോക്കിയാൽ പോരാ. യു ഹാവ് ടു വർക്ക് ഡൗൺ. നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക തന്നെ വേണം കേട്ടോ. അല്ലാതെ ഇങ്ങനെ ജസ്റ്റ് നോക്കിയാൽ നമുക്ക് എക്സാമിന് ചെയ്യാൻ പറ്റണമെന്നില്ല. ഓക്കെ, ഇനി വേറൊരു പ്രോബ്ലം നമുക്ക് നോക്കാം. Find the simple interest and amount for ₹25,000 at 10% per annum for 26 weeks. അപ്പം ഈ ഒരു ക്വസ്റ്റ്യന്റെ പ്രത്യേകത എന്താ? സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്.
ഇവിടെ പ്രിൻസിപ്പൽ എമൗണ്ട് എത്ര തന്നിട്ടുണ്ട്? 25,000 തന്നിട്ടുണ്ട്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്ര തന്നിട്ടുണ്ട്? 10% തന്നിട്ടുണ്ട്. നമ്പർ ഓഫ് ഇയേഴ്സ് ആണ് നമ്മൾ നേരത്തെ ഒക്കെ ചെയ്ത പ്രോബ്ലത്തിൽ തന്നത്. ഇവിടെ നമുക്ക് എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞത്? വീക്സിലാണ് ക്വസ്റ്റ്യൻ തന്നത് അല്ലെ. ഇപ്പൊ ഒരു വർഷത്തിൽ എത്ര വീക്സ് ഉണ്ട്? 52. അതുകൊണ്ടാണ് 26 divided by 52 എന്ന് എഴുതിയത്. ഓക്കെ. ഇനി സപ്പോസ് ഇവിടെ മന്ത്സ് ആണ് തന്നതെന്ന് വെച്ചോ. 4 മന്ത്സ് ആണ് തന്നെങ്കിൽ ഒരു വർഷത്തിൽ എത്ര മന്ത്സ് ഉണ്ട്? 12. അപ്പൊ 4/12 എന്ന് എഴുതണം. ഓക്കെ, മനസ്സിലായോ? ഇനി ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? I is equal to PNR by 100. P എന്ന് പറഞ്ഞാൽ 25,000 ആണ്. അപ്പൊ 25,000 into ഇവിടെ 26/52 എന്ന് എഴുതിയത് എന്തുകൊണ്ടാന്ന് അറിയാലോ? 26 വീക്സ് ആണ് തന്നത്. അപ്പൊ 26/52 into 10/100. ഇത് കാൽക്കുലേഷൻസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1,250 കിട്ടും. ഓക്കെ. ഇനി എമൗണ്ട് അറ്റ് ദ എൻഡ് കണ്ടുപിടിക്കണം അല്ലെ. എമൗണ്ട് അറ്റ് ദ എൻഡ് കണ്ടുപിടിക്കാൻ നമുക്ക് എന്താ ചെയ്യേണ്ടത്? 25,000 ആണ് ഇത് എന്നറിയാം നമുക്ക്. പ്ലസ് എന്ത്? into 1 plus 26/52 into 10/100. That is equal to 25,000 into 1 plus 5. ഇതിങ്ങനെ ഡിവൈഡ് ചെയ്ത് പോകുമ്പോൾ ഈ 26ഉം 52ഉം വെട്ടുമ്പോൾ അല്ലെങ്കിൽ അതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ 2 കിട്ടും. 2 ഈ 10 കൊണ്ട് വെട്ടുമ്പോൾ 5 കിട്ടും. അപ്പം 1 plus 5/100. ഈ 100 into 100 plus 5. That is equal to 105. 105 divided by 100. So 26,250. ഇത് ക്ലിയർ ആയോ? ഓക്കെ. അപ്പൊ 26 ആഴ്ച കഴിയുമ്പോൾ എത്ര എമൗണ്ട് ആണ് കിട്ടുക? എത്ര എമൗണ്ട് ആണ് ഇത് എൻഡിൽ ഉണ്ടാവുക? 26,250. ഇത്രയും ക്ലിയർ ആയല്ലോ? ഓക്കെ. ഈ ഒരു പ്രോബ്ലത്തിന്റെ പ്രത്യേകത ഇവിടെ വീക്സ് ആണ് തന്നത്. അതുപോലെ ചില സമയത്ത് നിങ്ങൾക്ക് മന്ത്സ് തരും. അപ്പൊ മന്ത് ആണെങ്കിൽ ഇപ്പൊ 4 മാസമോ അല്ലെങ്കിൽ 5 മാസമോ ഒക്കെ തന്നതെങ്കിൽ 5/12 അല്ലെങ്കിൽ 4/12 എന്നിട്ട് പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യണം. ഓക്കെ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Find the number of years in which a sum of money will double itself at 25% per annum simple interest. ഇവിടെ സിമ്പിൾ ഇൻട്രസ്റ്റ് ആണെന്ന് അവർ ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. നമ്മളോട് എന്താ ചോദിച്ചത്? Find the number of years. എത്ര വർഷം എടുക്കും? എന്തിനാണ്? In which a sum of money will double itself at 25%. ഒരു ഫിക്സഡ് എമൗണ്ട് അതിന്റെ ഡബിൾ ആയി മാറുക. എന്തിനാ? itself at 25% per annum. സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ് തന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് പി പ്രിൻസിപ്പൽ എമൗണ്ട് തന്നിട്ടുണ്ടോ? ഇല്ല. എമൗണ്ട് എത്രയായി മാറുന്ന അവർ പറഞ്ഞിട്ടുണ്ട്? 2p. 2p എന്ന് പറഞ്ഞത് എന്താണെന്നറിയോ? ഡബിൾ ആവുന്നല്ലേ അവർ പറഞ്ഞത്. അപ്പൊ പ്രിൻസിപ്പൽ എമൗണ്ടിന്റെ ഡബിൾ ആവുന്നല്ലേ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ടാണ് ഡബിൾ എന്ന് പറഞ്ഞാൽ എന്താ? 2 കൊണ്ട് മൾട്ടിപ്ലിക്കേഷൻ അല്ലേ. അതായത് ഇപ്പം 2ന്റെ ഡബിൾ എത്രയാ? 4. 2 into 2 അല്ലേ. ഇപ്പൊ 3 ഡബിൾ ആവുന്ന പറഞ്ഞാൽ എന്താ? 3 plus 3 ആണ് 6. 3 into 2 ആണ് 6. അപ്പം ഇതേപോലെ ഇവിടെ പ്രിൻസിപ്പൽ എമൗണ്ട് ഡബിൾ ആവുന്നല്ലേ പറഞ്ഞത്. അപ്പൊ 2 into p. R എന്ന് പറഞ്ഞ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ടല്ലോ 25%. ഇനി എത്ര ഇയർ എടുക്കുന്നല്ലേ പറഞ്ഞത്? ഫൈൻഡ് ദ നമ്പർ ഓഫ് ഇയേഴ്സ്. നമ്പർ ഓഫ് ഇയേഴ്സ് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ ദ n is put the question mark. ഇനി നമുക്ക് ഈ കാൽക്കുലേഷൻ ചെയ്യാം. അപ്പൊ നമുക്ക് ചോദിച്ചത് എത്ര എമൗണ്ട് ആവുന്നല്ലേ. എത്ര എമൗണ്ട്? അപ്പൊ നമ്മൾ ആ ഇക്വേഷൻ എമൗണ്ട് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? p into 1 plus nr by 100. സോ ഹിയർ എമൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു 2p ആവുമെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ആ 2p is equal to p into 1 plus ബാക്കി ഇക്വേഷൻ അതുപോലെ എഴുതാം. ദാറ്റ് ഈസ് ഈ 2pയില് നമ്മൾ എന്ത് ചെയ്യാ? 2ന് ഇവിടെ വെച്ചിട്ട് ഇവിടെയും p കോമൺ ആയിട്ടില്ലേ. അപ്പൊ ആ 2 pയും ക്യാൻസൽ ആയി പോകും. 2 is equal to 1 plus nr by 100. ഇനി ഇതിനെ നമ്മൾ പുറത്തെടുക്കുക. അതായത് ഈ 1നെ ഇങ്ങോട്ട് കൊണ്ടുവരാം. മാർജിന്റെ ഈക്വൽ ടുന്റെ ഇപ്പുറം കൊണ്ടുവരാം. സോ 2 minus 1 is equal to nr by 100. അപ്പൊ 1 is equal to nr by 100 കിട്ടി. ഇനി ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ എന്താ? ഡിവൈഡഡ് ബൈ 100 എന്നുള്ളത് മൾട്ടിപ്ലിക്കേഷൻ ആവൂലേ. അപ്പം nr is equal to 100 എന്നാവും അല്ലെ. അതായത് 1 into 100. 100 is equal to nr. അതാണ് ഇവർ തിരിച്ചെഴുതിയത്. nr is equal to 100. അപ്പൊ ഈ nr is equal to 100 എന്നുള്ളത് വരെ നമുക്ക് കിട്ടി. ഇതിനകത്ത് ഒരു സാധനം നമുക്കറിയാം. എന്ത്? r എന്ന് പറഞ്ഞാൽ 25 ആണെന്ന് നമുക്കറിയാം അല്ലെ. സോ ഈ ഒരു വാല്യൂവിനെ ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ nr is equal to 100 ആയതുകൊണ്ട് r എന്ന് പറഞ്ഞാൽ 25 ആണെന്ന് അറിയാലോ. അപ്പോ n into 25 is equal to 100 എന്ന് വരും. സോ n is equal to 100 divided by 25 എന്ന് പറയുമ്പോൾ എത്രയാ? 4. അപ്പൊ എത്ര വർഷം എടുക്കും ആ എമൗണ്ട് ഡബിൾ ആവാൻ? 4 years. ഓക്കെ. ഇനി നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം. Find the rate of interest at which an amount of rupees 12,000 will become rupees 15,000 at the end of 10th year. ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്?
റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. R ആണ് ഇവിടെ മിസ്സിംഗ് അല്ലെ. ഫൈൻഡ് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്നല്ലേ ചോദിച്ചത്. അപ്പൊ R is missing here. Rate of interest is missing here. So we want to find out the rate of interest here. So R, അപ്പൊ R എന്ന് എഴുതിയിട്ട് ക്വസ്റ്റ്യൻ മാർക്ക് ഇടുക. At which an amount of rupees 12,000. 12,000 എന്ന് പറഞ്ഞാൽ എന്താ? Principal amount. So P is equal to 12,000. Will become rupees 15,000. Amount എന്നുള്ളത് എന്താണ്? 15,000. At the end of 10th year, N is equal to 10. അല്ലേ? ഇത്രയും ക്ലിയർ ആയല്ലോ. ഇവിടെ മിസ്സിംഗ് ആണ്, ഈ ഒരു വാല്യൂ മിസ്സിംഗ് ഉണ്ട്. സോ ടോട്ടൽ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാല് എന്താണ്? 15,000 മൈനസ് 12,000. ഇൻട്രസ്റ്റ് മാത്രം കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യുക? 3,000 അല്ലെ. അതായത് എമൗണ്ട് ഈ പ്രിൻസിപ്പൽ എമൗണ്ട് കുറച്ചാല് ടോട്ടൽ എമൗണ്ട് പ്രിൻസിപ്പൽ എമൗണ്ട് കുറച്ചാൽ ബാക്കി വരുന്നതൊക്കെ പലിശയല്ലേ, അതിൽ ഇൻട്രസ്റ്റ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? I is equal to PNR by 100. അപ്പോ I എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താ? ടോട്ടൽ ഇൻട്രസ്റ്റും ടോട്ടൽ എമൗണ്ടും പ്രിൻസിപ്പൽ എമൗണ്ടും തന്നാല് ഇൻട്രസ്റ്റ് കണ്ടുപിടിച്ചൂടെ? പ്രിൻസിപ്പൽ എമൗണ്ടിന്റെ ബാക്കി വരുന്നതായിരിക്കുമല്ലോ, ഇൻട്രസ്റ്റ് കൂടി കൂടുമ്പോഴാണല്ലോ ടോട്ടൽ എമൗണ്ട് ആവുക. അപ്പൊ 15,000 12,000 കുറച്ചാൽ 3,000 രൂപ. 3,000 രൂപ എന്ന് പറയുന്നത് മൊത്തമായിട്ട് എന്താണ്? ഇൻട്രസ്റ്റ് ആണ്. സോ ഇൻട്രസ്റ്റ് ഈസ് ഈക്വൽ ടു PNR by 100 എന്നുള്ള ഇക്വേഷനും നമുക്കറിയാം. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 3,000 ഈസ് ഈക്വൽ ടു P എന്ന് പറഞ്ഞാൽ എത്രയാ? 12,000 ഇൻറ്റു N എന്ന് പറഞ്ഞാൽ എത്രയാ? 10. ഇത് 1 അല്ല കേട്ടോ, 10 ആണ്. 10 ഇൻറ്റു R by 100. സോ ഈ ഡിവൈഡഡ് ബൈ 100നെ നമ്മൾ മാർജിന്റെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ ഇൻറ്റു 100 ആവില്ലേ? സോ 3,000 into 100 is equal to 12,000 into 10 into R. ഇനി ഇതിനെ പ്രോബ്ലം സോൾവ് ചെയ്യുക. അതായത് 3 lakhs is equal to 1,20,000 R. ഇനി R അല്ലേ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ R നെ നമ്മൾ സമത്തിന്റെ ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇവിടെ ഉള്ള 1,20,000 എന്നുള്ളത് ഇവിടെ ഡിവൈഡഡ് ബൈ 1,20,000 ആവില്ലേ? സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 2.5. സോ ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് 2.5%. ഓക്കെ, പ്രോബ്ലം നിങ്ങൾ എന്തായാലും 1-2 തവണ വർക്ക്ഔട്ട് ചെയ്ത് നോക്കണം കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ കേട്ടാൽ മാത്രം കാര്യമില്ല. ഓക്കെ, ഇനി നമ്മളിപ്പോ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്താണെന്നും അതിന്റെ കാൽക്കുലേഷനും ഇക്വേഷൻസും പഠിച്ചു കഴിഞ്ഞു. ഒരു 4-5 എക്സസൈസ് നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ പഠിക്കുന്നത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് മീൻസ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റഡ് ഓൺ പ്രിൻസിപ്പൽ എമൗണ്ട് പ്ലസ് ഇൻട്രസ്റ്റ് അല്ലെ. നേരത്തെ സിമ്പിൾ ഇൻട്രസ്റ്റിൽ ഫിക്സഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആയിരുന്നു. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ കോമ്പൗണ്ടഡ് ആണ്, കൂട്ടുപലിശയാണ്. ഹിയർ ദി ഇൻട്രസ്റ്റ് മീൻസ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റഡ് ഓൺ പ്രിൻസിപ്പൽ എമൗണ്ട് പ്ലസ് ഇൻട്രസ്റ്റ് ആണ്. Let P be the principal, R be the rate of interest and N be the number of years. Then അതേപോലെ തന്നെയാണ് P യും N ഉം R ഉം സെയിം ആണ്. നേരത്തെ നമ്മൾ പഠിച്ചില്ലേ, P എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ എമൗണ്ട് ആണ്, N നമ്പർ ഓഫ് ഇയേഴ്സ് ആണ്, R റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. നമുക്കറിയില്ലേ, അതേ വേരിയബിൾസ് ഒക്കെ തന്നെയാണ് ഇവിടെ. പക്ഷെ ഇക്വേഷനിൽ ചെറിയ വ്യത്യാസമുണ്ട്. ഇവിടെ എന്ന് പറഞ്ഞാല് നമ്മൾ എമൗണ്ട് കണ്ടുപിടിക്കുന്നത് എന്ന് പറഞ്ഞാല് എമൗണ്ട് ഈസ് ഈക്വൽ ടു P ഇൻറ്റു 1 പ്ലസ് R ഡിവൈഡഡ് ബൈ 100 റേസ് ടു N ആണ്. ടോട്ടൽ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാൻ നേരത്തെ നമ്മൾ ഒരു പ്രോബ്ലത്തിൽ ചെയ്ത പോലെ തന്നെ എമൗണ്ട് ഡിവൈഡഡ് ബൈ പ്രിൻസിപ്പൽ എമൗണ്ട് ആണ്. ഓക്കെ, ഈ ഇക്വേഷൻ നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യുക. കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ എമൗണ്ട് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ P ഇൻറ്റു 1 പ്ലസ് R ബൈ 100 റേസ് ടു N ആണ് കേട്ടോ. ഓക്കെ, ഒരു പ്രോബ്ലം നോക്കാം. Find compound interest on rupees 25,200 for 2 years at 10% per annum compounded annually. Okay, ഇവിടെ നമ്മളോട് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞത്. ഹിയർ ദ ഇൻഫർമേഷൻസ് അവൈലബിൾ ആർ P എന്ന് പറഞ്ഞത് 25,000 ആണെന്ന് അവർ തന്നിട്ടുണ്ട്. നമ്പർ ഓഫ് ഇയേഴ്സ് 2 ആണെന്ന് തന്നിട്ടുണ്ട്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 10% ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ തന്ന ഇൻഫർമേഷൻസ് ആദ്യം നമ്മൾ ആൻസറിൽ എടുത്ത് എഴുതുക. ഓക്കെ, പിന്നെ നമുക്ക് അറിയെങ്കിൽ ആ ഇക്വേഷൻ അവിടെ എഴുതുക. അറിയെങ്കിൽ എന്നല്ല, നമ്മൾ എന്തായാലും ഇക്വേഷൻസ് എഴുതിയാൽ മാത്രമേ പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ആ ഇക്വേഷൻ അവിടെ എഴുതുക. എന്നിട്ട് ആ ഇക്വേഷനിലേക്ക് മുകളിൽ നോക്കി വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പ്രോബ്ലം സോൾവ് ചെയ്ത് നമുക്ക് ആൻസർ കിട്ടും. അപ്പോ ഇവിടെ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ എ എന്ന് പറഞ്ഞാൽ എന്താ ഇക്വേഷൻ? P ഇൻറ്റു 1 പ്ലസ് R ബൈ 100 റേസ് ടു N. ഇവിടെ P എന്ന് പറഞ്ഞാൽ എത്ര? 25,200 25,200 ഇൻറ്റു 1 പ്ലസ് R റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയാ? 10 ബൈ 100 റേസ് ടു 2. ഇനി ഇത് വർക്ക്ഔട്ട് ചെയ്യാം. 25,200 ഇൻറ്റു ഈ 110 എങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായില്ല. നേരത്തെ നമ്മൾ ചെയ്ത പോലെ 100 ഇൻറ്റു 100 പ്ലസ് 10 110 ബൈ 100 റേസ് ടു 2. ഇനി ഇതിനെ ചെയ്യുമ്പോൾ 25,200 ഇൻറ്റു ഈ പോയിന്റ് ഡെസിമൽ അങ്ങോട്ട് നോക്കുമ്പോൾ 1.10 റേസ് ടു 2. സോ 25,200 ഇൻറ്റു 1.21
that is equal to 30,492. Then so the compound interest is equal to interest കണ്ടുപിടിക്കാനുള്ള equation എന്താ amount minus principal അല്ലേ. So amount ഇവിടെ എത്രയാ 30,492 minus principal amount എത്രയാ 25,200. അത് കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും 5,292. ഓക്കെ, ഇതാണ് നമ്മുടെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. ഫസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞാൽ ചെയ്യാൻ എളുപ്പമാണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Find the compound interest rupees 10,000 for 2.5 years at 10% per annum. ഇവിടെ പി എന്ന് പറഞ്ഞാൽ എത്രയാ? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞത് ഇവർ ഡയറക്റ്റ് തന്നിട്ടുണ്ട്. 10,000 രൂപയാണ് പി. അപ്പൊ പ്രിൻസിപ്പൽ പി ഈസ് ഈക്വൽ ടു 10,000 ഫോർ 2.5 years. and number of years എത്രയാ 2.5. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയാ 10%. ഇത്രയും തന്ന സാധനങ്ങൾ ആദ്യം എഴുതി വെക്കുക. എന്നിട്ട് നമുക്ക് ഇക്വേഷൻ ചെയ്യാം. ഓക്കെ, എമൗണ്ട് ഫോർ 2 years ആണ് കണ്ടുപിടിക്കേണ്ടത്. ആദ്യം നമ്മൾക്ക് 2.5 years ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ, ആദ്യം 2 yearsന്റെ ചെയ്യാം. 2 yearsന്റെ എങ്ങനെ ചെയ്യാ, കംപ്ലീറ്റഡ് ഇയേഴ്സിന്റെ ആദ്യം ചെയ്യാം. അപ്പൊ അതെന്ന് പറയുന്നത് പി ഇൻറ്റു 1 പ്ലസ് ആർ ബൈ 100 ഇൻറ്റു റേസ് ടു എൻ ആണ്. പി എന്ന് പറഞ്ഞാൽ 10,000 ആണ് ഇൻറ്റു 1 പ്ലസ് 10 ബൈ 100 റേസ് ടു 2. ഇത് സോൾവ് ചെയ്യുമ്പോൾ 12,100 ആണ് നമുക്ക് കിട്ടുക. അപ്പൊ ഇൻട്രസ്റ്റ് ഫോർ 2 years എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ, എമൗണ്ട് മൈനസ് പ്രിൻസിപ്പൽ അല്ലേ. എമൗണ്ട് ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ചു എത്രയാ 12,100. പ്രിൻസിപ്പൽ എത്ര രൂപയായിരുന്നു 10,000. അപ്പൊ 12,100 മൈനസ് 10,000 ചെയ്യുമ്പോൾ നമുക്ക് 2,100 രൂപ കിട്ടിയില്ലേ. അതാണ് നമ്മുടെ എന്ത് ഇൻട്രസ്റ്റ് ഫോർ 2 years. ഇനി നമ്മൾ ഇൻട്രസ്റ്റ് ഫോർ 6 months ചെയ്യണ്ടേ. 6 months എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ഡിവൈഡഡ് ബൈ 12 ചെയ്യണം. അപ്പോ 12,100 ഇൻറ്റു 10/100 ഇൻറ്റു 6/12. ഓക്കെ, അപ്പൊ അത് എത്ര കിട്ടുക നമുക്ക് 605. then total interest എന്ന് പറയുന്നത് 2,100 plus 605. that is equal to 2,705. okay. Any next question. Mr. A borrowed rupees 20,000 from a person, but he could not repay any amount in a period of 4 years. So the lender demanded rupees 26,500, which is the rate of interest charge. നമ്മളോട് എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞത്, ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞത്, മിസ്റ്റർ എ ബോറോഡ് റുപ്പീസ് 20,000 ഫ്രം എ പേഴ്സൺ. എ എന്ന് പറഞ്ഞ ഒരാളെ അടുത്ത് നിന്ന് 20,000 രൂപ കടം വാങ്ങിച്ചു. പക്ഷെ അദ്ദേഹത്തിന് എന്താണ്, ഈ കുഡ് നോട്ട് റീപേ എനി എമൗണ്ട് ഇൻ എ പീരീഡ് ഓഫ് 4 years. 4 വർഷം, അതായത് 4 വർഷം കഴിഞ്ഞപ്പോഴും അദ്ദേഹത്തിന് ഈ 20,000 രൂപ കടം വാങ്ങിച്ചതിൽ ഒരു പൈസ പോലും തിരിച്ചു കൊടുക്കാൻ പറ്റിയില്ല. അപ്പൊ ഈ കടം കൊടുത്ത ആൾ എന്ത് പറഞ്ഞു, 26,500 രൂപ എനിക്ക് തരണം എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം ചാർജ് ചെയ്ത ഇൻട്രസ്റ്റ് എത്രയാണെന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് ഇൻട്രസ്റ്റ് അയാൾ എത്ര കൂട്ടിയിട്ടാണ് 26,500 തരാൻ പറഞ്ഞതെന്ന് നമുക്കറിയില്ല. സോ ദാറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ദാറ്റ് വി വാണ്ട് ടു കാൽക്കുലേറ്റ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, തന്ന ഇൻഫർമേഷൻസ് ഒക്കെ അവിടെ എടുത്തെഴുതുക. അപ്പൊ ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യനിൽ എന്തൊക്കെ തന്നിട്ടുണ്ട്, പ്രിൻസിപ്പൽ എമൗണ്ട് 20,000 രൂപയാന്ന് നമുക്കറിയാം, അത് എഴുതുക. നമ്പർ ഓഫ് ഇയേഴ്സ് 4 കൊല്ലാന്ന് അറിഞ്ഞു, അത് എഴുതുക. പിന്നെ എമൗണ്ട് എത്രയാണ് അയാൾ ചോദിച്ചത് 26,500. അപ്പം പിയും എന്നും എമൗണ്ടിന്റെ എയും നമുക്കറിയാം. പക്ഷെ നമുക്ക് അറിയാത്ത സാധനം എന്താണ്, ആറ്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് അറിയാത്തത്. അപ്പൊ ആറിന്റെ നേരെ ക്വസ്റ്റ്യൻ മാർക്ക് ഇടുക. ഓക്കെ, ആ ഒരു സ്റ്റെപ്പ് എല്ലാവർക്കും ക്ലിയർ ആയല്ലോ. ഓക്കെ, ഇനി നമ്മൾക്ക് ഈ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് പ്രകാരം എമൗണ്ട് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. എന്താ, പി ഇൻറ്റു 1 പ്ലസ് ആർ ബൈ 100 റേസ് ടു എൻ അല്ലേ. അപ്പോ ഇവിടെ എമൗണ്ട് എത്രയാന്ന് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എത്രയാ തന്നത്, 26,500 അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു പി. പി എന്ന് പറഞ്ഞാൽ എത്രയാ 20,000 ഇൻറ്റു 1 പ്ലസ് ആർ ബൈ 100. ആറ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അറിയില്ലല്ലോ, അതുകൊണ്ടാണ് ആറ് അങ്ങനെ തന്നെ എഴുതിയത്. റേസ് ടു എൻ എന്നുള്ളതിന്റെ നമ്പർ എത്രയാ, എൻ 4. അപ്പൊ ഇത്രയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് മനസ്സിലായല്ലോ. ഓക്കെ, നൗ ഈ 26,500 ഈ ഇവിടെയുള്ള 20,000 ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. ഈക്വൽ ടു ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ അത് ഡിവൈഡഡ് ബൈ 20,000 ആവും. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 1 പ്ലസ് ആർ ബൈ 100 റേസ് ടു 4. ഇതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ 1.325 ഈസ് ഈക്വൽ ടു, അതായത് 26,500 ഡിവൈഡഡ് ബൈ 20,000 ചെയ്യുമ്പോൾ 1.325 കിട്ടും. 1.325 ഈസ് ഈക്വൽ ടു 1 പ്ലസ് ആർ ബൈ 100 റേസ് ടു 4. ഇനി ഈ 1.325നെ നമ്മൾ എന്ത് ചെയ്യണം, അതിന്റെ ലോഗരിതം നോക്കണം, ലോഗ് വാല്യൂസ് നോക്കണം. ഓക്കെ, ഇതിനെന്നാലും നമുക്ക് കാൽക്കുലേഷൻസ് ബാക്കി പോസിബിൾ ആവുള്ളൂ.
അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഫസ്റ്റ് ഓഫ് ഓൾ വി ഷുഡ് ഹാവ് ദ ലോഗരിതം ബുക്ക്. നമുക്ക് ലോഗരിതം അൽഗോരിതം ഒക്കെ ഉള്ള ടേബിൾസ് ഉള്ള ലോഗ് ബുക്ക് ഇല്ലേ, അത് നമ്മൾ എന്തായാലും കയ്യിൽ എടുക്കണം. എക്സാമിനും പോകുമ്പോൾ ലോഗരിതം ബുക്ക് അലൗഡ് ആണ്. നിങ്ങൾ എന്തായാലും അത് കൊണ്ടുപോകണം. ഒരു 8 രൂപയോ 10 രൂപയോ അങ്ങനെയുള്ള എല്ലാ ബുക്ക് സ്റ്റോൾസിലും അത് അവൈലബിൾ ആണ്. അപ്പൊ ലോഗരിതം ബുക്ക് എടുത്തിട്ട് ലോഗരിതം വാല്യൂസ് നമ്മൾ നോക്കി പഠിക്കണം. ഓക്കെ, അതിന് ഡീറ്റെയിൽഡ് ആയിട്ടൊന്നല്ലെങ്കിലും ഞാൻ ഇത് എങ്ങനെ ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂല് ലോഗ് വാല്യൂസും അൽഗോരിതം വാല്യൂസും നോക്കാൻ ഞാൻ എങ്ങനെയാന്ന് ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം. ഇപ്പൊ നമുക്ക് ഓക്കെ, ലോഗരിതം വാല്യൂസ് എന്ന് പറഞ്ഞാല് ഇവിടെ നോക്കൂ, ലോഗ് 1.325 ഈസ് ഈക്വൽ ടു 1 പ്ലസ് ആർ ബൈ 100⁴ അല്ലേ. ഇവിടെ ലോഗ് 1.325 ആണ് ഉള്ളത് അല്ലെ. അപ്പോ ഇവിടെ ഈ ഒരു കേസിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, 1.325 ലോഗരിതത്തിന് മെയിൻ ആയിട്ട് 2 ഭാഗങ്ങളാണ് ഉള്ളത്, ക്യാരക്ടറിസ്റ്റിക് വാല്യൂസും സ്റ്റാറ്റിക് വാല്യൂസും, ഐ മീൻ മാൻഡിസയും. സോ ക്യാരക്ടറിസ്റ്റിക്സ് ഈ 1ന് പറയുന്നത് ഡെസിമലിന്റെ ഇപ്പുറം ഉള്ളതിനെ പറയുന്നതാണ് നമ്മൾ എന്ത്, ക്യാരക്ടറിസ്റ്റിക്. ഈ പോയിന്റിന് ശേഷമുള്ള ഈ വാല്യൂസിന് പറയുന്ന പേരാണ് എന്ത്, മാൻഡിസ. ഓക്കെ, അതൊന്നും ഇപ്പൊ തിയറട്ടിക്കൽ ആസ്പെക്ട്സ് ഒന്നും നിങ്ങൾ പഠിക്കണ്ട, എന്നാലും ഞാൻ ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, ഡെസിമലിന് ഇപ്പറുള്ളത് ക്യാരക്ടറിസ്റ്റിക്സും ഡെസിമലിന് റൈറ്റ് സൈഡിലുള്ളത് മാൻഡിസയോ ആണ്. ഇനി നമുക്ക് ഇത് എങ്ങനെ വാല്യൂസ് നോക്കാന്ന് നോക്കണ്ടേ. നിങ്ങൾ എല്ലാവരും ലോഗരിതം ബുക്ക് വാങ്ങിക്കണം. എന്നിട്ട് അതിനകത്ത് ലോഗരിതം എന്നുള്ള വാല്യൂസ് എടുക്കുക. അതിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും എന്ത്, ഈ വാല്യൂസിനെ കാണാൻ പറ്റും. അത് എങ്ങനെയാണ് നോക്കാന്ന് ഞാൻ പറഞ്ഞുതരാം. ആദ്യം തന്നെ ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഷോപ്പിൽ പോയി അല്ലെങ്കിൽ ലോഗരിതം ബുക്ക് അവൈലബിൾ അല്ല എങ്കിൽ PDF ഡൗൺലോഡ് ചെയ്യാം. നിങ്ങൾ ഫോണിലോ കമ്പ്യൂട്ടറിലോ എവിടെയാന്ന് വെച്ചാല് ലോഗരിതം ടേബിളിന്റെ PDF ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. ഓക്കെ, അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് ഫോണിൽ ജസ്റ്റ് ഒന്ന് നോക്കുക, ഇപ്പൊ ഞാൻ പറയുന്നതിനനുസരിച്ചിട്ട്. ഓക്കെ, എങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ നിങ്ങൾ ലോഗരിതം ടേബിളിന്റെ അകത്ത് ലോഗരിതം എന്നുള്ള ഹെഡിങ് ഉള്ള പേജ് എടുക്കുക. അതിനകത്ത് നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും, ഏറ്റവും ഫസ്റ്റ് കോളത്തിനകത്ത് എന്താണ് 10, 11, 12, 13, 10 തൊട്ടാണ് ആ വാല്യൂസ് തുടങ്ങുന്നത്. അത് അപ് ടു 99 വരെ ഉണ്ട് അല്ലെ. അതേപോലെ റൈറ്റിലേക്ക് നിങ്ങൾക്ക് എന്താണ് 0, 1, 2, 3 അപ് ടു 9 വരെ കാണാം. പിന്നെ മീൻ ഡിഫറൻസിന്റെ ഒരു കോളം കാണാം, അതും 1 to 9 വരെ കാണാം. അപ്പൊ ഇവിടെ നോക്കുക, ഈ ഒരു എക്സാമ്പിളില് ലോഗ് 1.325 അല്ലേ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ആദ്യത്തെ 2 ഡെസിമൽ എടുക്കുക, ആദ്യത്തെ 2 നമ്പേഴ്സ് എടുക്കുക. അത് എത്രയാ, ഇവിടെ കണ്ടോ തുടങ്ങുന്നത് തന്നെ 10ലല്ലേ. അപ്പൊ നമുക്ക് പോയിന്റ് ഒന്നും വെച്ച് തുടങ്ങാൻ പറ്റൂലല്ലോ. അപ്പൊ 13 എടുക്കുക. 13 കണ്ടോ, 13നകത്ത് അടുത്ത ഡിജിറ്റ് എത്രയാ, 2. അപ്പം 0, 1, 2. ആ 13ന് നേരെയുള്ള 2ന്റെ നേരെയുള്ള വാല്യൂ എത്രയാ, 1206, 1206. അതൊരു സൈഡിൽ എഴുതി വെക്കുക. പ്ലസ് എന്നുള്ള അതിനോട് കൂടി കൂട്ടുക. എന്താ കൂട്ടേണ്ടത്, ഇപ്പൊ 13ൽ 2 നമ്മൾ നോക്കി, ഇനി അടുത്ത വാല്യൂ എന്താ നോക്കേണ്ടത്, 5. അപ്പൊ 5 എവിടെയാ നോക്കേണ്ടത്, മീൻ ഡിഫറൻസിന്റെ കള്ളിയിലുള്ള 5 കണ്ടോ, ആ 5ന് നേരെ താഴെ 13ന് നേരെയുള്ള വാല്യൂ നോക്കുക. എത്രയാ, 16. അപ്പോ 1206, 1206 പ്ലസ് 16. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, 12 കിട്ടും അല്ലേ. അത് കൂട്ടുമ്പോ നമുക്ക് 12, 1222 കിട്ടും അല്ലേ. 1222 കിട്ടുന്നത് വരെ എല്ലാവർക്കും ക്ലിയർ ആയോ. വൺസ് അഗൈൻ ഐ എം റിപ്പീറ്റിംഗ്, ലോഗ് 1.325 എങ്ങനെയാ നോക്കുക എന്ന് വെച്ചാല്, ആദ്യം നിങ്ങൾ ലോഗരിതം ടേബിളില് 13 എന്നുള്ള വാല്യൂ എടുക്കുക, ഫസ്റ്റ് കോളത്തിലുള്ള 13 എടുക്കുക. ആ 13ന് നേരെ 0 കഴിഞ്ഞ് 1 കഴിഞ്ഞ് 2ന് നേരെയുള്ള വാല്യൂ എടുക്കുക. അതായത് 12,006 കിട്ടും, ഐ മീൻ 1206 കിട്ടും. ആ 1206 ഒരു സൈഡിൽ എഴുതി വെച്ചിട്ട് പ്ലസ് എന്നുള്ള സിമ്പൽ ഇടുക. അതിനോട് കൂടി എന്താണ് കൂട്ടേണ്ടത്, അടുത്ത വാല്യൂ 5 അല്ലേ. അപ്പൊ മീൻ ഡിഫറൻസ് എന്നുള്ള കോളത്തിന് നേരെ താഴെ 5ന് നേരെ താഴെയുള്ള 13ന് നേരെയുള്ള വാല്യൂ നോക്കുമ്പോ 16 അല്ലേ. അപ്പം ഈ 1206നോട് കൂടി 16 കൂട്ടുമ്പോഴാണ് നമുക്ക് 1222 എന്നുള്ള വാല്യൂ കിട്ടുക. ഇനി ഇവിടെ നോക്കുക, ഇപ്പൊ നമുക്ക് ഇവിടെ ഈ 1, അതായത് ഇവിടുത്തെ ഡിജിറ്റ് എത്രയാ, ഇവിടെ ഡെസിമലിന് മുന്നേ എത്രയുണ്ട്, 1 ഡിജിറ്റ് അല്ലേ ഉള്ളൂ. അപ്പൊ ഏത് ഡിജിറ്റ് ആണെങ്കിലും -1 ആയതുകൊണ്ട് 1 - 1. അപ്പൊ നമുക്ക് ഉത്തരം എത്രയാ, 0. അപ്പൊ കിട്ടിയ വാല്യൂന് മുന്നിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ച് ടോട്ടൽ കിട്ടിയില്ല, ആ കിട്ടിയ വാല്യൂന് മുന്നിൽ 0 പോയിന്റ് എന്നിട്ടിട്ട് എഴുതുക. അതാണ് നമ്മുടെ എന്ത്, ലോഗ് ഓഫ് 1.325. മനസ്സിലായോ. ഇപ്പൊ സപ്പോസ് ഈ 1ന് പകരം 2 ആണ് വിചാരിച്ചോ, 2.3 ആന്ന് വിചാരിച്ചോ. അപ്പൊ ഇവിടെ ഈ 2ന് എന്താ കുറയ്ക്കേണ്ടത്, 1. 2 - 1 എത്രയാ, 1. അപ്പൊ നമ്മളെ ഉത്തരത്തിന്റെ മുന്നിൽ നമ്മൾ എഴുതണം 1 പോയിന്റ്, ആ ഉത്തരം. ഓക്കെ, ഇപ്പൊ സപ്പോസ് 3 പോയിന്റ് ആണെങ്കിലോ, 3 - 1 2 പോയിന്റ് എന്ന് പറഞ്ഞ ഉത്തരം എഴുതാം. ഓക്കെ, നിങ്ങൾക്ക് അങ്ങനെയാണ് നമ്മൾ ലോഗ് വാല്യൂ കണ്ടുപിടിക്കുക. ഇനി അപ്പോ
ഇപ്പൊ ലോഗ് 1.325 എങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് മനസ്സിലായല്ലോ. ഇപ്പൊ ലോഗ് 1.325 എന്ന് പറഞ്ഞത് 4 ലോഗ് ഇൻറ്റു 1 പ്ലസ് ആർ ബൈ 100 ആണ്. അപ്പം ഈ ലോഗ് വാല്യൂ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചു. എന്ത് 0.122 ഈസ് ഈക്വൽ ടു 4 ലോഗ് ഇൻറ്റു 1 പ്ലസ് ആർ റേസ് ടു 100. ദെൻ ലോഗ്, ഇനി ഈ ലോഗിനെ ഇവിടെ വെച്ചിട്ട് ഡിവൈഡഡ് ബൈ ചെയ്യാം. ലോഗ് 1 ഇൻറ്റു 1 പ്ലസ് ആർ ബൈ 100 ഈസ് ഈക്വൽ ടു ഈ 0.1222 ഡിവൈഡഡ് ബൈ 4 ദാറ്റ് ഈസ് ഈക്വൽ ടു ലോഗ് ഇൻറ്റു 1 പ്ലസ് ആർ ബൈ 100 ഈസ് ഈക്വൽ ടു ഇതിനെ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് 0.03055 ആണ് കിട്ടുക. അതെങ്ങനെയാ ചെയ്യാന്ന് വെച്ചാല് ദാറ്റ് ഈസ് ഈക്വൽ ടു ആന്റി ലോഗ് 0.03055 ഈസ് ഈക്വൽ ടു, അതിനി നമ്മള് ഇപ്പൊ ലോഗ് ഇൻറ്റു 1 പ്ലസ് ആർ ബൈ 100 ഈസ് ഈക്വൽ ടു ഇത് കിട്ടിയില്ലേ. ഇനി നമ്മൾ ഇതിന്റെ ഈ ഒരു കിട്ടിയ വാല്യൂന്റെ ആന്റി ലോഗ് എടുക്കണം. ആന്റി ലോഗ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ചെയ്യുക? ഇപ്പൊ നമ്മൾ ലോഗരിതം ടേബിൾ തന്നെയാണ് യൂസ് ചെയ്യേണ്ടത്. അതിന്റെ അടുത്ത പേജിലുണ്ട് ആന്റി ലോഗരിതം എന്നുള്ളത്. ഓക്കെ, അപ്പൊ ആന്റി ലോഗരിതത്തില് ഈ ടേബിളിന്റെ പ്രത്യേകത എന്താ? ഇവിടെ കണ്ടോ, നമ്മുടെ ഫസ്റ്റ് കോളത്തിലെ വാല്യൂസ് തുടങ്ങുന്നത് തന്നെ പോയിന്റ് വെച്ചിട്ടാ. 0.00, 0.01. നേരത്തെ അങ്ങനെ ആയിരുന്നില്ല, 10, 11, 12 അല്ലേ. ഇവിടെ പോയിന്റ് വെച്ചിട്ടാണ് തുടങ്ങുന്നത്. പിന്നെ റൈറ്റിലേക്കുള്ള കോളംസ് ഒക്കെ സെയിം അതുപോലെ 0, 1, 2, 3 അപ് ടു 9. പിന്നെ മീൻ ഡിഫറൻസിന്റെ കോളം ഇവിടെ നോക്കുക 0.03055 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമ്മൾ അതെങ്ങനെയായിരിക്കും കണ്ടുപിടിക്കുക? ആദ്യം 0.03 എടുക്കുക. 0.03ൽ 0 നോക്കുക. 0.03ൽ 0 എത്രയാ? 1072. ആ 1072നോട് കൂടി അടുത്ത മീൻ ഡിഫറൻസിന്റെ കോളത്തിലുള്ള വാല്യൂ ആണ് നോക്കേണ്ടത്. അതേതാ? അവിടെ 5 അല്ലേ. അപ്പൊ 5ന് നേരെയുള്ള വാല്യൂ നോക്കുമ്പോ 1. അതെന്ന് പറഞ്ഞാൽ നമുക്ക് ആൻസർ എത്ര കിട്ടി? 1073. ഇനി അതിന്റെ അടുത്ത ഡെസിമൽ നോക്കണ്ട, കാരണം നമുക്ക് ഈ ടേബിളിൽ ഇനി വാല്യൂ ഇല്ല നോക്കാൻ. അപ്പൊ നോക്കണ്ട. അപ്പൊ 1073. ഓക്കെ, 1073. ഇനി എങ്ങനെയാണ് ഈ ഡെസിമൽ ഇടുന്നത് എന്നാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ലോഗരിതത്തിൽ നമ്മൾ പറഞ്ഞു ഇപ്പൊ 1 പോയിന്റ് ആണെങ്കിൽ 1 മൈനസ് എഴുതും, 2 പോയിന്റ് ആണെങ്കിൽ 2 മൈനസ് 1 എന്ന് എഴുതും അല്ലെ. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞത് ലോഗരിതം ടേബിളിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. ആന്റി ലോഗിൽ +1 ആണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കുക 0.03 അല്ലെ, 0 അല്ലേ. അപ്പൊ 0 + 1 എത്രയാ? 1 അല്ലെ. 0 + 1 എന്ന് പറഞ്ഞാൽ 1. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 1 പോയിന്റ് എന്ന് എഴുതുക. ഓക്കെ, ഒരു ഡെസിമൽ ഇട്ടിട്ട് 1.073 എന്ന് എഴുതാം. ഓക്കെ, ക്ലിയർ ആയോ? ഇവിടെ 0 അല്ലേ, പോയിന്റിന്റെ ഡെസിമലിന്റെ ഇപ്പുറം 0 അല്ലേ. അപ്പൊ 0 + 1 എന്ന് പറഞ്ഞാൽ എന്താ? 1. അപ്പൊ 1 ഡെസിമൽ, 1 പോയിന്റ്. ആ ഉത്തരത്തിന്റെ മേലെ ഒരു ഡെസിമൽ നീക്കിയിട്ട് കുത്തിടുക. അതാണ് 1.073. ഓക്കെ, അപ്പോ ഇനി നമുക്ക് ഇത് കാൽക്കുലേഷൻസ് എളുപ്പമാണ്. അതെന്ന് പറഞ്ഞാൽ 1 + r/100 = 1.073 കിട്ടി. ഇനി നമുക്ക് എന്താ r/100 കണ്ടുപിടിക്കാൻ 1.073 - 1 ചെയ്തു. r/100 എന്ന് പറഞ്ഞാൽ 0 × 0.73. സോ r കണ്ടുപിടിക്കാൻ എളുപ്പല്ലേ? 7.3%. ഈ ഒരു കേസിൽ നിങ്ങൾ ലോഗരിതവും അൽഗോരിതവും പുതിയതായിട്ട് പഠിക്കുകയാണെങ്കിൽ ഈ വാല്യൂസ് നോക്കാൻ പഠിക്കണം. പിന്നെ ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇപ്പൊ ലോഗരിതം അൽഗോരിതം വാല്യൂസ് ഞാൻ പറഞ്ഞതിൽ ക്ലിയർ ആയില്ല എങ്കിൽ ഒരുപാട് വീഡിയോസ് കാണും യൂട്യൂബിൽ. ഞാൻ നോക്കിയിട്ടില്ല, യൂട്യൂബിൽ കാണും. നിങ്ങൾക്ക് ഇത് കുറച്ചും കൂടിയും എക്സാമ്പിൾസ് ഒക്കെ വെച്ചിട്ട് അവർ പറഞ്ഞുതരും. ഇതിപ്പോ ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഞാൻ സിലബസ് മാത്രം എക്സ്പ്ലെയിൻ ചെയ്യായതുകൊണ്ട് ലോഗരിതം ആന്റി ലോഗരിതം കാൽക്കുലേഷൻസ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് കൂടുതൽ എക്സാമ്പിൾസ് നോക്കാത്തത്. ഇനി നമുക്ക് നോക്കാനുണ്ട്. നമ്മൾ ജോമെട്രിക് മീൻ ഒക്കെ പഠിക്കുന്ന സമയത്ത് ലോഗരിതം അൽഗോരിതം വാല്യൂസ് വെച്ച് നമുക്ക് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ കുറച്ചും കൂടി വേണമെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം. ഓക്കെ, ഇനി compounding half yearly or quarterly. When interest is compounded half yearly ആകുമ്പോൾ rate of interest എന്ന് പറഞ്ഞാൽ എന്താ? r/2. n എന്ന് പറഞ്ഞാൽ 2n. ഇത് നിങ്ങൾ ബൈഹാർട്ട് ചെയ്യാൻ വേണം കേട്ടോ. When interest is compounded quarterly ആകുമ്പോഴോ rate of interest എന്ന് പറഞ്ഞാൽ r/4. n is equal to 4n. When interest is compounded monthly ആകുമ്പോഴോ r is equal to r/12. n is equal to 12n. ഓക്കെ, കാണാതെ പഠിച്ചു വെക്കുക തന്നെ ചെയ്യണേ. Okay, find the compound interest on ₹50,000 for 2.5 years at 6% per annum interest being compounded half yearly. ഇവിടെ half yearly interest ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞത്. നേരത്തെ നമ്മൾ അതിന്റെ ഇക്വേഷൻ പഠിച്ചില്ലേ. അപ്പോ ഇവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട്? പ്രിൻസിപ്പൽ എമൗണ്ട് 50,000 ആണ് തന്നിട്ടുണ്ട്. സോ യു ഹാവ് ടു റൈറ്റ് ദ amount 50,000. ദാറ്റ് ഈസ് 50,000 എന്ന് എഴുതുക. Then n എന്ന് പറഞ്ഞാൽ എന്താ? നമ്പർ ഓഫ് ഇയേഴ്സ് 2.5 അല്ലേ. സോ 2.5. n എന്ന് പറഞ്ഞാൽ n is equal to 2.5 into 2, that is 5. Then r എന്ന് പറഞ്ഞാൽ എത്രയാ? 6% per annum. So 6/2, that is equal to 3.
Then amount കണ്ടുപിടിക്കാനുള്ള equation എന്താ 50,000 p into 1 plus r by 100 raised to n അല്ലേ. So ഇവിടെ നമ്മൾ എഴുതുക 50,000 into 1 plus 3 by 100 raised to 5 that is equal to 50,000 into 103. 103 എങ്ങനെയാ വന്നതെന്ന് അറിയാലോ 100 into 1 plus 3. So 103 divided by 100 into 5. So that is equal to 50,000 into 1.03 raised to 5. That is equal to 57,964. ഈ 57,964 ന്ന് 50,000 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കോമ്പൗണ്ടഡ് ഇൻട്രസ്റ്റ് കിട്ടും. ഓക്കെ. Next problem. Find the effective rate of interest if interest is calculated at 10% per annum half yearly. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുക. നമ്മളോട് എന്താ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞത്? ഇഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. എന്താ പറഞ്ഞത്? ഇഫ് ഇൻട്രസ്റ്റ് ഇസ് കാൽക്കുലേറ്റഡ് at 10% per annum half yearly. നമുക്ക് പ്രിൻസിപ്പൽ എമൗണ്ട് എത്രയാണ് തന്നിട്ടുണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ഒരു എക്സാമ്പിൾ സപ്പോസ് 100 ആണ് എടുക്കുക. n എന്ന് പറഞ്ഞാൽ എന്താ 1 into 2 that is 2. r എന്ന് പറഞ്ഞാൽ എന്താണ് 10 അല്ലേ പറഞ്ഞത്? ഹാഫ് ഇയർലി അല്ലേ? അപ്പൊ 10 by 2 5. So 100 into 1 plus 5 by 100 raised to 2. 100 into 105 by 100 into 2. That is equal to 100 into 1.1025 is equal to 110.25. So compounded interest is equal to 110.25 minus 100 that is equal to 10.25. So effective rate എന്ന് പറഞ്ഞാൽ 10.25% per annum. Okay. ഇനി നെക്സ്റ്റ് ടേം ആണ് ആനുറ്റി. ഇപ്പൊ നമ്മൾ സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും പഠിച്ചു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ആനുറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ആനുറ്റി എന്ന് പറഞ്ഞാൽ എന്താ? An annuity is a fixed sum paid at regular intervals under certain conditions. Okay, at regular intervals പേ ചെയ്യുന്ന ഒരു ഫിക്സഡ് സം ആണ് എന്ത്? ആനുറ്റി. ഒരു certain conditions കാണും. The interval may be either a year or a half year or a quarter or a month. So ഒരു ഫിക്സഡ് സം നമ്മൾ റെഗുലർ ഇന്റർവെൽസിൽ ഒരു certain കണ്ടീഷൻസിന്റെ ബേസിൽ ഒരു റെഗുലർ ഇന്റർവെൽസിൽ പേ ചെയ്യുന്ന ഒരു ഫിക്സഡ് എമൗണ്ട്സിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ആനുറ്റി എന്ന് പറയുന്നത്. ആ ഒരു ഫിക്സഡ് ഇന്റർവെൽ എന്ന് പറയുന്നത് അല്ലെങ്കിൽ റെഗുലർ ഇന്റർവെൽസ് എന്ന് പറഞ്ഞാൽ ദാറ്റ് മേ ബി ഐദർ ഇയർലി ആവാം, ഹാഫ് ഇയർലി ആവാം, ക്വാർട്ടർലി ആവാം ഓർ മന്ത്ലി ആവാം. ഓക്കെ. ഇനി എമൗണ്ട് ഓഫ് ആനുറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? Amount of an annuity is the total of all the installments left unpaid together with the compound interest of each payment for the period it remains unpaid. അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? Annuity is equal to A is equal to P I ബ്രാക്കറ്റ് ഇടുക, സാധാരണ ഒരു ബ്രാക്കറ്റ് ഇടുക, 1 plus I സിമ്പിൾ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് 2 minus 1 സ്റ്റാർ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ഓക്കെ. Where A is equal to total amount after n years, I rate of interest, P yearly annuity. Okay. ഈ ഇക്വേഷൻ നിങ്ങൾ ബൈഹാർട്ട് ചെയ്യാനേ വേണം കേട്ടോ. പ്രോബ്ലം ചോദിച്ചാൽ ചെയ്യണമെങ്കിൽ. ഓക്കെ. എമൗണ്ട് ഓഫ് ആനുറ്റി എ എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എമൗണ്ട് ഓഫ് ആനുറ്റി ആണ്. പി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇയർലി ആനുറ്റി ആണ്. പി ഇൻറ്റു ഐ സ്റ്റാർ ബ്രാക്കറ്റ് സാധാരണ കോമൺ ബ്രാക്കറ്റ് 1 plus I ബ്രാക്കറ്റ് സിമ്പിൾ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, 2 minus 1 ക്ലോസ് ദ സ്റ്റാർ ബ്രാക്കറ്റ്. ദിസ് ഇസ് ദ equation that we are used for finding out the value of annuity. Okay. Okay. ഇനി ഇതിനകത്ത് പറയുന്നത് എന്താണ്? If an annuity is payable half yearly and interest is also compounded half yearly, then amount of annuity is given by A. എങ്ങനെ കണ്ടുപിടിക്കുക? half yearly ആണെങ്കിൽ A is equal to 2P divided by I, then 1 plus I raised to 2 raised to n divided by 2 minus 1. Suppose if an annuity is payable quarterly and interest is also compounded quarterly, then amount of A എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? A is equal to 4P divided by I, 1 plus I raised to 4 raised to n divided by 2 minus 1. This is the equation that we are used for finding out the value of an annuity, value of amount when the annuity is payable half yearly and quarterly. Any present value of an annuity. Present value of an annuity is the sum of the present values of all payments or installments made at successive annuity periods. അതിനകത്ത് the present value that is V of an annuity P to continue for n years is given by V is equal to V എന്ന് പറഞ്ഞ present value. അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? P divided by I star bracket 1 minus simple bracket 1 plus I close the simple bracket minus raised to n close the star bracket. Where I is equal to interest per rupee per annum. Similarly, the present value of V of an annuity payable half yearly ആണെങ്കിൽ V is equal to 2P divided by I star bracket 1 minus 1 plus I divided by 2 raised to 2 minus n
close the start bracket. Similarly, the present value of V of an annuity P payable quarterly ആണെങ്കിലോ V is equal to 4P. ഇത് വലിയ വ്യത്യാസമില്ല. ഇക്വേഷൻ ഒക്കെ ഇവിടെ ഇയർലി ആകുമ്പോൾ P divided by I ഉള്ളൂ. ഇവിടെ ഹാഫ് ഇയർലി ആയതുകൊണ്ടാണ് 2P divided by I. പിന്നെ അതുപോലെ ഇവിടെയും 2ന്റെ ഇത് വന്നത്. ഇവിടെ ക്വാർട്ടർലി ആയതുകൊണ്ട് എന്താണ് 4P divided by I. ഇവിടെയും 4 ഇവിടെയും 4. Okay. Now coming to the next term, that is perpetuity. എന്താ perpetuity എന്ന് പറഞ്ഞാല് perpetuity can be well defined as an annuity without any end. ഇതിനൊരു എൻഡ് ഇല്ല. അതായത് നമ്മൾ ലൈഫ് ലോങ് അടച്ചുകൊണ്ടേ ഇരിക്കുക. ഒരു ഫിക്സഡ് എമൗണ്ട് അല്ലെങ്കിൽ ഒരു ഫിക്സഡ് പീരീഡ് ഉണ്ടാവില്ല. ഓക്കെ, perpetuity can be well defined as an annuity without any end. Or it can be said that perpetuity features a stream of cash payments continuing forever. To describe in detail, perpetuity is an annuity wherein the periodic payments commence on a specific date and continue to an indefinite time. ഒരു സ്പെസിഫിക് പീരീഡിൽ ഇത് സ്റ്റാർട്ട് ചെയ്യും, പക്ഷെ ഇതിന് ഒരു എൻഡ് ഉണ്ടാവില്ല, അവസാനം ഉണ്ടാവില്ല. ഇതിങ്ങനെ നമ്മൾ അടച്ചോണ്ടേ ഇരിക്കുക. ഓക്കെ, ലൈഫ് ലോങ് അടച്ചോണ്ടേ ഇരിക്കുക. അങ്ങനെയുള്ള ആ ഒരു ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ആനുറ്റിക്കാണ് നമ്മൾ എന്ത് പറയുന്നത്, പെർപെച്യൂറ്റി എന്ന് പറയുന്നത്. ഓക്കെ, സംടൈംസ് ഇറ്റ് ഈസ് ഈവൻ റെഫേർഡ് ടു ആസ് പെർപെച്വൽ ആനുറ്റി. ഓക്കെ. Then calculation of formula of perpetuity. The value of perpetuity or a perpetual annuity. Perpetual annuity ക്ക് പറയുന്ന അല്ലെങ്കിൽ perpetual annuity എന്നുള്ള ടേം എന്നാണ് perpetuity എന്നുള്ള ടേം വന്നത്. ഓക്കെ, കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല എന്താണ്, PV, perpetual annuity, PV is equal to A divided by R, where PV എന്ന് പറഞ്ഞാൽ represent the present value of perpetuity, A is equal to represents the amount of periodic payments, and R represents the discount rate, yield or interest rate. Okay. Then, besides the perpetual value of perpetuity, can also be determined by the following steps. ഈ വാല്യൂ എങ്ങനെയും കൂടി നമുക്ക് കണ്ടുപിടിക്കാം ആ ഒരു ഇക്വേഷൻസിന് പുറമെ. Find out the annual payment, rate of interest and growth rate of the perpetuity. Put the apt numbers into the formula and the present value of growing perpetuity is equal to P divided by I minus G. ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾ കണ്ടുപിടിക്കാൻ പറ്റും. ഇവിടെ P എന്ന് പറയുന്നത് ആനുവൽ പേയ്മെന്റ് ആണ്, I എന്ന് പറയുന്നത് എന്താണ്, ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഡിസ്കൗണ്ട് റേറ്റ് ആണ്, G എന്ന് പറയുന്നത് ഗ്രോത്ത് റേറ്റ് ആണ്. നമ്മൾ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്ത ഫോർമുലയുടെ കൂടെ തന്നെ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ഫോർമുലയും അതിന് പകരമായിട്ട് യൂസ് ചെയ്യാം. പ്രസന്റ് വാല്യൂ ഓഫ് പെർപെച്യൂറ്റി എന്ന് പറഞ്ഞാൽ P ഡിവൈഡഡ് ബൈ I മൈനസ് G ആണ്. P എന്ന് പറഞ്ഞാൽ എന്താണ്, ആനുവൽ പേയ്മെന്റ് ആണ്. I പറഞ്ഞാൽ എന്താണ്, ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഡിസ്കൗണ്ട് റേറ്റ് ആണ്. G പറഞ്ഞാൽ ഗ്രോത്ത് റേറ്റ് ആണ്. ഓക്കെ, ഇനി ഇതിനകത്ത് നമുക്കൊരു പ്രോബ്ലം അവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. Let us assume that XYZ company pays a dividend of ₹100 per annum forever at an interest rate of 5% and a growth rate of 1%. To estimate the present value of this perpetuity, you can apply the following formula. നമ്മൾ നേരത്തെ പറഞ്ഞില്ല ഒരു ഇക്വേഷൻ, P divided by എന്താണ്, P divided by I minus G അല്ലേ? അതേപോലെ അപ്പൊ ഇവിടെ നോക്കുക, പ്രസന്റ് വാല്യൂ പ്രിഫേർഡ് സ്റ്റോക്ക് ഇൻ XYZ എന്ന് പറയുന്നത് P എന്താ 100 divided by എന്താണ്, ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാ 5% എന്ന് പറഞ്ഞാൽ 0.05 മൈനസ് ഗ്രോത്ത് റേറ്റ് എത്രയാ 1% എന്ന് പറഞ്ഞാൽ 0.01. അതെന്ന് പറഞ്ഞാൽ എന്താ 100 divided by 0.05 എന്ന് 0.01 മൈനസ് ചെയ്താൽ 0.04 കിട്ടും. അപ്പൊ 100 divided by 0.04 അതെന്ന് പറഞ്ഞാൽ എത്രയാണ് 2500. അപ്പൊ ഉത്തരം 2500. ഓക്കെ, ഇനി ഈ ഒരു മൊഡ്യൂളിലെ ലാസ്റ്റ് പോർഷൻ എന്ന് പറയുന്നത് ഇക്വേറ്റഡ് മന്ത്ലി ഇൻസ്റ്റാൾമെന്റ്സ് ആണ്. EMI നിങ്ങൾക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ടേം ആണല്ലോ ഈ ഇക്വേറ്റഡ് മന്ത്ലി ഇൻസ്റ്റാൾമെന്റ്സ്. നമ്മളിപ്പോ ഈ ഓൺലൈൻ പർച്ചേസിംഗിന്റെ ഒക്കെ സമയത്ത് കാണുന്നില്ലേ, EMI റേറ്റ്, ഫോണൊക്കെ നോക്കുന്ന സമയത്ത് EMI 396 രൂപ എന്നൊക്കെ, അതാണ് നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, an equated monthly installment is defined as a fixed payment amount made by a borrower to a lender at a specified date each calendar month. Equated monthly installments are used to pay off both interest and principal each month so that over a specified number of years the loan is fully paid off along with interest. Okay, equated monthly installments എന്ന് പറഞ്ഞാല് നമ്മളിപ്പോ എന്തെങ്കിലും ഒരു സാധനം, എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഫുൾ എമൗണ്ട് കൊടുത്ത് വാങ്ങിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ആ സമയത്ത് നമ്മൾ എന്താണ്, നമ്മള് ലോണിന് ആ പ്രോഡക്റ്റ് വാങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മളിപ്പോ ഒരു ഫോണ് 10,000 റുപ്പീസിന് വാങ്ങിയെങ്കിൽ ആദ്യം നമ്മളൊരു ഡൗൺ പേയ്മെന്റ് കൊടുക്കും. ബാക്കി എമൗണ്ട്സ് നമ്മൾ ഒരു ഇത്ര എമൗണ്ടും അതിന്റെ കൂടെ അതിന്റെ ഒരു ഇൻട്രസ്റ്റും കൂടി കൂട്ടി ചേർത്ത് അങ്ങനെ കൊടുത്ത് ഒരു ഇത്ര വർഷം കഴിയുമ്പോൾ, ഒരു കറക്റ്റ് ഒരു ഫിക്സഡ് നമ്പർ ഓഫ് ഇയേഴ്സ് കഴിയുമ്പോഴേക്ക് നമുക്ക് ആ ഫോണിന്റെ എമൗണ്ട് അടച്ചു തീർക്കാൻ പറ്റില്ലേ?
ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. അതാണ് ഇക്വേറ്റഡ് മന്ത്ലി ഇൻസ്റ്റാൾമെന്റ്സ്. ഓക്കെ, ഈ ഇക്വേറ്റഡ് മന്ത്ലി ഇൻസ്റ്റാൾമെന്റ്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് P is equal to A into 1 minus 1 plus R raised to minus n divided by R ആണ്. അല്ല എങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കാം? P is equal to P into R into 1 plus R raised to n divided by 1 plus R raised to n minus 1. Okay. P എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ എമൗണ്ട് ബോറോഡ്, A is the periodic amortization payment, R എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, then divided by 100. Okay, N എന്ന് പറഞ്ഞാൽ total number of payments. This is about the equated monthly installment. That is about the fourth module, that is interest rate and annuity. Okay. അതിനകത്ത് കുറച്ച് ഇക്വേഷൻസ് ഒക്കെ നിങ്ങൾ കാണാതെ പഠിച്ചു വെക്കുന്ന വേണം പ്രോബ്ലം ചെയ്യണമെങ്കിൽ. സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും എക്സാമിന് അധികം ചോദിച്ച് കാണാറുണ്ട് കാൽക്കുലേഷൻസ്. അപ്പൊ അതൊന്ന് നന്നായിട്ട് നോക്കുക. പിന്നെ ഇക്വേറ്റഡ് മന്ത്ലി ഇൻസ്റ്റാൾമെന്റ്സ് എന്താണ്, പെർപെച്യൂറ്റി എന്താണ്, ഈ ആനുറ്റി എന്താണെന്നൊക്കെ നന്നായിട്ട് നോക്കുക. ഇക്വേഷൻസ് if possible അല്ല, for the exam point of view you must learn. Okay, that is about the fourth module. Okay, coming to the fifth module, that is descriptive statistics. ഈ ഒരു ലെസൺ എന്ന് പറഞ്ഞാൽ ശരിക്കും നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ലെസൺ ആണ്. ഇത് കുറച്ചും കൂടി എളുപ്പമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളിപ്പോ +2 എക്കണോമിക്സ് ഒക്കെ പഠിച്ചു കാണൂലേ, +1 +2 ആ എക്കണോമിക്സിൽ സ്റ്റാറ്റി പോർഷനിൽ പഠിച്ച അതേ കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് ഇവിടെയും പഠിക്കാനുള്ളത്. എന്താണ് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ്? നിങ്ങൾക്ക് അറിയാലോ, മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി, മീൻ, മീഡിയൻ, മോഡ്, ജോമെട്രിക് മീൻ, ഹാർമോണിക് മീൻ, അങ്ങനെയുള്ള കുറെ സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് ഒക്കെ ഇല്ലേ, അതൊക്കെയാണ് നമുക്ക് ഈ ലെസണിൽ പഠിക്കാനുള്ളത്. പിന്നെ അതിന്റെ കൂടെ തന്നെ ഈ ലെസണിൽ കുറച്ച് തിയററ്റിക്കൽ ഇമ്പോർട്ടൻസും കൂടി ഉണ്ട്. ഈ ലെസണിന് കുറച്ചും കൂടി തിയററ്റിക്കൽ പോർഷൻസ് ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. സ്റ്റാറ്റിസ്റ്റിക്സ് എന്താ, ഡെഫിനിഷൻ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ എപ്പോഴും എക്സാമിന് ചോദിക്കുന്നതാണ്. സോ യു ജസ്റ്റ് ലേൺ ദാറ്റ് വൺ ഓഫ് ദ ഡെഫിനിഷൻ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്. പിന്നെ ഈ ലെസണിൽ മെയിൻ ആയിട്ട് പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഇമ്പോർട്ടൻസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, യൂട്ടിലിറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, സ്കോപ്പ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, പിന്നെ സ്റ്റാറ്റിസ്റ്റിക്സ് ഏതൊക്കെ മേഖലകളിൽ യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് പറയുന്നുണ്ട്, പിന്നെ എന്തൊക്കെയാണ് ഈ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ മേജർ ആയിട്ടുള്ള ലിമിറ്റേഷൻസ് എന്ന് പറയുന്നുണ്ട്, പിന്നെ പ്രോബ്ലം ഏരിയാസ് ആണ്. അത് നിങ്ങൾ എന്തായാലും എളുപ്പമാണ് പഠിക്കാൻ. ഒന്ന് ആ ഇക്വേഷൻസ് ജസ്റ്റ് ഓർത്തിരുന്നാൽ, ഒന്നാമത്തെ നിങ്ങളിപ്പോ +2 ഈ ഒരു സ്റ്റാറ്റിന്റെ ബേസ് ഉണ്ട് എങ്കിൽ ദിസ് ലെസൺ ഇസ് വെരി ഈസി ഫോർ യു. അതുകൊണ്ട് കുറച്ച് ഒന്ന് മനസ്സിരുത്തിയാൽ എളുപ്പമായിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ലെസൺ ആണ് ഇത്. അതുകൊണ്ട് നന്നായിട്ട് പഠിക്കുക, ഈ എളുപ്പമാണ്. ഓക്കെ, കമ്മിങ് ടു ദ മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്. ഈ സ്റ്റാറ്റിസ്റ്റിക്സ് എന്നുള്ള വേർഡ് ദാറ്റ് ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ ലാറ്റിൻ വേർഡ്. ഒരുപാട് വേർഡുകളിൽ നിന്നാണ് ഇത് വന്നത്. ലാറ്റിൻ വേർഡ് എന്താണ്? സ്റ്റാറ്റസ്. ഇറ്റാലിയൻ വേർഡ് സ്റ്റാറ്റിസ്റ്റ, ജർമ്മൻ വേർഡ് സ്റ്റാറ്റിസ്റ്റിക്. ഇതിന്റെ എല്ലാത്തിന്റെ അർത്ഥം എന്താ? പൊളിറ്റിക്കൽ സ്റ്റേറ്റ് എന്നാണ്. So the word statistics means political state. Okay, it is termed as a political state since in early years statistics indicates a collection of facts about the people in the state for administration or political purpose. So statistics എന്നുള്ള വേർഡിന്റെ അർത്ഥം എന്താണ്? Political state. Okay, it is derived from the Latin word status, Italian word statista and the German word statistics. All these termed as ഈ ഓരോ ടേമിന്റെയും അർത്ഥം എന്താണ്? പൊളിറ്റിക്കൽ സ്റ്റേറ്റ് എന്നാണ്. ഓക്കെ, then you have to learn one of the definition for the statistics. ഈ ഡെഫിനിഷൻ എല്ലാവർക്കും അറിയുന്നതായിരിക്കും അല്ലെ? എന്താ definition of statistics as plural noun as numerical facts, that is according to Horace Secrist. ഇത് നമ്മൾ +2 നൊക്കെ പഠിച്ച ഡെഫിനിഷൻ ആണ്. that you have to learn. This is a easy definition for you. Statistics are aggregates of facts affected to a marked extent by multiplicity of causes, numerically expressed, enumerated or estimated according to a reasonable standard of accuracy, collected in a systematic manner for a predetermined purpose and placed in relation to each other. So the definition of statistics according to Horace Secrist is this. Then definition of statistics as a singular noun as a method according to Seligman. Statistics is a science which deals with the methods of collecting, classifying, comparing and interpreting numerical data collected to know some light on any sphere of inquiry. ഇതിനകത്ത് ഏതെങ്കിലും ഒരു ഡെഫിനിഷൻ നിങ്ങൾ എന്തായാലും കാണാതെ പഠിച്ചു വെക്കണം, ബൈഹാർട്ട് തന്നെ വേണം. കാരണം എന്താന്ന് വെച്ചാൽ എപ്പോഴും ചോദിക്കുന്നതാണ് തിയറി പാർട്ടിൽ. അതായത് ഡിഫൈൻ സ്റ്റാറ്റിസ്റ്റിക്സ്, explain its limitation, or define statistics, explain the scope of statistics. ഇതൊക്കെ എപ്പോഴും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള തിയറി ക്വസ്റ്റ്യൻസ് ആണ്. So you should learn one of the definition for statistics. Okay.
Then what are the important characteristics of statistics? Statistics show be the aggregates of facts. Then statistics they should be affected to a marked extent by multiplicity of causes. They must be numerically expressed. നിങ്ങളില്ലേ ആ Horace Secrestin's definition by heart ചെയ്യുകയാണെങ്കിൽ it is easy for you to state the various characteristics of statistics. ആ ഒരു definition കാണാതെ പഠിച്ച ആൾക്കാർക്ക് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ characteristics എഴുതാൻ എളുപ്പമാണ്. കാരണം അതിനകത്തുള്ള ഓരോ വേർഡ്സും ആണ് ഇതിന്റെ characteristics ആയിട്ട് എഴുതിയത്. നോക്കിയാട്ടെ, statistics show the aggregates of facts. They should be affected to a marked extent by multiplicity of causes. They must be numerically expressed. They should be enumerated or estimated according to a reasonable standard of accuracy. They should be collected in a systematic manner. They should be collected for a predetermined purpose. They should be placed in relation to each other. Okay, from the definition of Horace Secrest itself, it is easy for you to write the various characteristics of statistics. Okay. Now coming to the functions of statistics. എന്തൊക്കെയായിരിക്കും functions? Simplifies the complexity. അല്ലെ, ഒരുപാട് വലിയ statistical data ഒക്കെ ഉണ്ടെങ്കിൽ through the analysis ഇത് എന്താണ് complexity reduce ചെയ്യാൻ പറ്റും. It represents facts in a proper form. It facilitates for comparison. It facilitates or statistics facilitates for formulating policies. It tests hypotheses. It helps in prediction or forecasting. Then it enlarges the individual's knowledge and it measures the trend behavior. These are all the functions of statistics. It's an important area that may be asked for the theory part. Okay. Then coming to the scope or importance or utility of statistics. Scope എന്ന് ചോദിച്ചാലും importance എന്ന് ചോദിച്ചാലും utility of statistics എന്ന് ചോദിച്ചാലും ഇത്രയും കാര്യങ്ങളാണ് എഴുതേണ്ടത്. Statistics used in business, then statistics is used in management, then statistics is used in economics, then statistics is used in banking and finance, then statistics is used in administration, and the statistics is also used in research. Business ൽ എങ്ങനെയാണ് statistics use ചെയ്യുന്നത്? Business organization നമുക്കറിയാം. Statistics എങ്ങനെയാ ഈ ഡിസിഷൻ മേക്കിംഗ് ബിസിനസ് ഓർഗനൈസേഷന്റെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇത് ഡിസിഷൻസ് മേക്ക് ചെയ്യുക അല്ലെ. പ്രോപ്പർ ആയിട്ടുള്ള ഡിസിഷൻസ് എടുത്താൽ മാത്രമേ ഉള്ളൂ നല്ല രീതിയിൽ ബിസിനസ് റൺ ചെയ്യാൻ പറ്റുക അല്ലെ. കറക്റ്റ് ടൈമിൽ നല്ല ഡിസിഷൻസ് എടുക്കണം, എന്നാൽ മാത്രമേ ഉള്ളൂ കോമ്പറ്റീറ്റേഴ്സിനെ ഓവർകം ചെയ്തിട്ട് നമ്മളെ ബിസിനസ്സിന് സക്സസ് ഉണ്ടാവാൻ പറ്റുക. അങ്ങനെയുള്ള ഒരു ഡിസിഷൻ മേക്ക് ചെയ്യണമെങ്കിൽ നല്ല രീതിയിലുള്ള ഇൻഫർമേഷൻ കിട്ടണം അല്ലെ. സോ ഇറ്റ് ഹെൽപ്സ് ഇൻ ദ ഡിസിഷൻ മേക്കിംഗ്. ദ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ റിഗാർഡിംഗ് ദ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഓഫ് പ്രോഡക്റ്റ് ക്യാൻ ബി കളക്റ്റഡ് ആൻഡ് അനലൈസ്ഡ് to take decision, and the business organization can also calculate cost of production and the selling price, etc., with the help of statistics. Then how the statistics is helpful to the management? Most of the managerial decisions can be taken with the help of statistics that we have already explained. അല്ലേ? അപ്പോൾ ഇനി നെക്സ്റ്റ് പിന്നെന്താ, the important functions of management like planning, organizing, directing, etc. are properly executed through statistical data and statistical analysis. Then how the statistics is helpful in economics? Economics എങ്ങനെ യൂസ് ചെയ്യുന്നത്? Statistical methods and analysis are all full in economic policy, monetary policy ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നതിൽ statistical data യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ബാങ്ക്സിനും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനും ഒക്കെ എന്താണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ പ്രോപ്പർ ആയിട്ട് ഇവാലുവേറ്റ് ചെയ്താൽ അവരെ കറക്റ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ അവരുടെ ഒരു ബാലൻസ് ഷീറ്റ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നതിലൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ അഡ്മിനിസ്ട്രേഷൻ പ്രോസസ്സിന് പിന്നെ സ്റ്റാറ്റിസ്റ്റിക്സ് ഓൾസോ ഹെൽപ്ഫുൾ ഇൻ റിസർച്ച്. ഓക്കെ, ഇത് ഇമ്പോർട്ടന്റ് ഏരിയ ആണ്, നോക്കണം. then limitations ഇത് എപ്പോഴും ചോദിച്ചു കാണാറുണ്ട്. Statistics studies only numerical data. Then statistics does not study individual cases. Then statistical results are true only an average. Then statistics does not reveal the entire story of the problem. Then statistics is only one of the methods of study a problem. Then statistics can be misused. These are all the important limitations of statistics. ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്ത്, അതായത് ഈ ഒരു 5th മൊഡ്യൂളില് തുടക്കത്തിൽ നമ്മൾ മീനിങ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് തൊട്ട് ലിമിറ്റേഷൻസ് വരെ ഇപ്പൊ പറഞ്ഞു. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്തായാലും നന്നായിട്ട് പഠിച്ചു വെക്കണം. കാരണം നിങ്ങൾക്ക് സപ്പോസ് ഇപ്പൊ പ്രോബ്ലംസ് ചോദിച്ചിട്ട് എഴുതാൻ പറ്റിയില്ല അല്ലെങ്കിൽ ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ നിങ്ങൾക്ക് ഇത്രയും തിയറി ക്വസ്റ്റ്യൻസിൽ 1-2 ക്വസ്റ്റ്യൻസ് എന്തായാലും ഇതിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുക, അതെന്തായാലും എഴുതാൻ പറ്റും. സോ യു ഷുഡ് ലേൺ ദീസ് തിയറി പാർട്സ്. ഓക്കെ, നൗ next is statistical enquiries or investigation. Statistical enquiries or investigation എന്ന് പറഞ്ഞാൽ എന്താണ്? It is concerned with investigation of some problem with the help of statistical method. എന്തെങ്കിലും ഒരു പ്രോബ്ലം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക with the help of statistical methods നാണ് നമ്മൾ എന്ത് പറയുന്നത്?
സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഇംപ്ലൈസ് സെർച്ച് ഫോർ നോളേജ് അബൌട്ട് സം പ്രോബ്ലംസ് ത്രൂ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിവൈസ്. ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ എൻക്വയറിക്കുള്ള സ്റ്റെപ്പുകൾ എന്തൊക്കെയാ? ഫസ്റ്റ് തന്നെ എന്തിനു വേണ്ടിയിട്ടാണ് എൻക്വയറി നടത്തുന്നതിന് പ്ലാൻ ചെയ്യുക, അതാണ് പ്ലാനിങ് ദ എൻക്വയറി. പർപ്പസ് എന്താന്ന് മനസ്സിലാക്കുക, അതാണ് പ്ലാനിങ് ദ എൻക്വയറി. പിന്നെ ആ എൻക്വയറി അല്ലെങ്കിൽ ആ ഒരു അന്വേഷണത്തിന് ബേസ് ചെയ്തിട്ടുള്ള ഡാറ്റ കളക്ട് ചെയ്യുക. അപ്പൊ ഡാറ്റ കളക്ട് ചെയ്ത് വെക്കുമ്പോൾ നമുക്കറിയാം ചിലത് കംപ്ലീറ്റ് കിട്ടൂല, അല്ലെങ്കിൽ ചിലത് നമുക്ക് നമ്മൾ മാർക്ക് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ളതൊക്കെ ഒഴിവാക്കി ടാബുലേറ്റ് ചെയ്തൊക്കെ എടുക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയാ, ഓർഗനൈസിങ് ഓഫ് ഡാറ്റ. സോ 3 സ്റ്റേജസ് ക്ലിയർ അല്ലേ? ഫസ്റ്റ് പ്ലാനിങ് ദ എൻക്വയറി, 2 കളക്ട് ചെയ്യുക ഡാറ്റ, 3 ആ കളക്ട് ചെയ്ത ഡാറ്റേനെയൊക്കെ ഓർഗനൈസ് ചെയ്തെടുക്കുക. 4മത്തത് പ്രസന്റ് ചെയ്യുക. പ്രസന്റേഷൻ ഓഫ് ഡാറ്റ മീൻസ് അതിന്റെ ഗ്രാഫ്സ് അല്ലെ ചാർട്ട്സ് ഒക്കെ ആയിട്ട് പ്രസന്റ് ചെയ്യുക. ദെൻ അനലൈസ് ചെയ്യുക. സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഡാറ്റ അനലൈസ് ചെയ്യുക. ആ അനലൈസ് ചെയ്ത് വെച്ചാൽ മാത്രം പോരാ, അത് വൃത്തിക്ക് ഇന്റർപ്രറ്റ് ചെയ്യുക. അത് എന്താണ് നമ്മൾ ആ അനലൈസ് ചെയ്തിട്ട് കിട്ടിയത് എന്നുള്ളത് ത്രൂ സെന്റൻസ് ആക്കി അതിൻ്റെ അകത്തുള്ള മനസ്സിലായ കാര്യം എഴുതി അതിൽ ഡീറ്റെയിൽ ആയിട്ട് ഇന്റർപ്രറ്റ് ചെയ്യുന്നതിനാണ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഡാറ്റ എന്ന് പറയുന്നത്. These are the 6 stages involved in the statistical enquiries or investigation. First one, planning the enquiry. Second one is collection of data. Third one is organization of data. Fourth, presentation of data. Fifth one, analysis of data. And the last one, interpretation of data. This is also an important area. Okay, coming to the measures of central tendency or averages. നമ്മൾ ഈ ഒരു മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ +1 +2 എക്കണോമിക്സ് പഠിച്ചതിന്റെ ഒരു ഹാഫ് പോർഷനിൽ നമ്മൾ പ്രോബ്ലംസ് പഠിച്ചിട്ടുണ്ട് അല്ലെ, മീൻ, മീഡിയൻ, മോഡ്, അങ്ങനെയൊക്കെ കുറെ സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോബ്ലംസ് പഠിച്ചില്ലേ. അതേ കാര്യങ്ങളാണ് ഇനി ഈ ലെസന്റെ ബാക്കി പോർഷനിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്, നന്നായിട്ട് നോക്കുക. ഓക്കെ, coming into detail about the measures of central tendency or averages. An average is a single value that represents a group of value. ഒരു ഗ്രൂപ്പ് ഓഫ് വാല്യൂസിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു സിംഗിൾ വാല്യൂവിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ആവറേജ് എന്ന് പറയുന്നത് അല്ലെ. ഇപ്പൊ നമ്മൾ പറയണേ നമ്മുടെ ആവറേജ് മാർക്ക് എത്രയാന്ന് ചോദിച്ചാൽ എന്താ പറയാ, അല്ലെ നമ്മുടെ ഒരു ക്ലാസ്സിൽ ഇപ്പൊ ഒരു 10-50 കുട്ടികളുണ്ട്, ആ 50 കുട്ടികളുടെ ആവറേജ് മാർക്ക് എങ്ങനെയാണെന്ന് നമ്മൾ എങ്ങനെയാ കാൽക്കുലേറ്റ് ചെയ്യുക, മൊത്തം സ്റ്റുഡൻസിന്റെ മാർക്ക് ഡിവൈഡഡ് ബൈ എങ്ങനെയാണ് ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് അല്ലെ. അതുപോലെയാണ് ഈ ആവറേജ് എന്നുള്ളത്. അതായത് ആവറേജ് എന്ന് പറഞ്ഞാൽ സിംഗിൾ വാല്യൂ ആണ് ദാറ്റ് റെപ്രസെന്റ്സ് എ ഗ്രൂപ്പ് ഓഫ് വാല്യൂസ്. ഓക്കെ, then it represents the whole series and conveys general idea of the whole group. So characteristics or requisites or essential properties of a good average എന്ന് പറയുന്നത് എന്തൊക്കെയാണെന്നാണ് പറയാൻ പോകുന്നത്. ഒരു ആവറേജ് അല്ലെങ്കിൽ ഒരു എന്താ പറയാ, ഒരു ഗുഡ് ആവറേജിന് ഉണ്ടായിരിക്കേണ്ട എസെൻഷ്യൽ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്? ദാറ്റ് ഷുഡ് ബി ക്ലിയർലി ഡിഫൈൻഡ് ആയിരിക്കണം, ഈസിലി അണ്ടർസ്റ്റാൻഡബിൾ ആയിരിക്കണം, ദെൻ ഇറ്റ് ഈസ് സിമ്പിൾ ടു കമ്പ്യൂട്ട് ആയിരിക്കണം, ദെൻ ഇറ്റ് ഷുഡ് ബേസ്ഡ് ഓൺ ഓൾ ദ ഐറ്റംസ് ഇൻ ദ പോപ്പുലേഷൻ ആയിരിക്കണം, ദെൻ നോട്ട് ബി അൺഡ്യൂലി എഫക്റ്റഡ് ബൈ എക്സ്ട്രീം ഒബ്സർവേഷൻസ്, ആൻഡ് അതെന്ന് പറയുന്നത് എന്താണ്, കേപ്പബിൾ ഓഫ് ഫർദർ ആൾജിബ്രിക് ട്രീറ്റ്മെന്റ് ആയിരിക്കണം, ദെൻ സാമ്പിളിംഗ് സ്റ്റെബിലിറ്റി ഉണ്ടായിരിക്കണം. ദീസ് ആർ ഓൾ ദ ഡിഫറെന്റ് പ്രോപ്പർട്ടീസ് ഓർ ക്യാരക്ടറിസ്റ്റിക്സ് ഓർ എസെൻഷ്യൽസ് ഓഫ് എ ഗുഡ് ആവറേജ്. ഇതൊക്കെ ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. സോ യു ഷുഡ് റീഡ് യുവർ ബുക്സ് ഫോർ ഫർദർ റെഫറൻസ്. ഓക്കെ, ഇനി കമ്മിങ് ടു ദ ടൈപ്സ് ഓഫ് ആവറേജസ്. ഈ ടൈപ്സ് ഓഫ് ആവറേജസിൽ മെയിൻ ആയിട്ട് 5 എണ്ണമാണ് ഉള്ളത്. ഒന്ന് അരിത്തമെറ്റിക് മീൻ, രണ്ടാമത്തത് മീഡിയൻ, മൂന്നാമത്തത് മോഡ്, 4 ജിയോമെട്രിക് മീൻ, 5മത്തത് ഹാർമോണിക് മീൻ. ഓക്കെ, ഇതിൽ നിന്നൊക്കെ പ്രോബ്ലംസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇത് പഠിക്കാനുള്ള ഒരു വഴി എന്ന് പറയുന്നത് ഇക്വേഷൻസ് നന്നായിട്ട് ബൈഹാർട്ട് ചെയ്ത് വെക്കുക. ഇക്വേഷൻസ് അറിഞ്ഞാൽ നിങ്ങൾക്ക് വാല്യൂസ് കറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനും അത് കാൽക്കുലേറ്റ് ചെയ്യാനും പറ്റും. സോ യു ഷുഡ് ബൈഹാർട്ട് all the equations related with the different types of averages. Okay, so first one, arithmetic mean. Arithmetic mean എന്ന് പറഞ്ഞാൽ എന്താണ്? It is a value obtained by adding together all the items and by dividing the total number of items. ഇപ്പൊ മീൻ അല്ലെങ്കിൽ ഒരു ആവറേജ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ വാല്യൂ, ഒരു വാല്യൂ ആണ്. എങ്ങനെയാണ് അത് കിട്ടുന്നത്? ഒബ്റ്റെയിൻഡ് ബൈ ആഡിങ് ടുഗദർ ഓൾ ദ ഐറ്റംസ്, എല്ലാ ഐറ്റംസിനെയും കൂടി ഒരുമിച്ച് കൂട്ടിച്ചേർത്തിട്ട് അതിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാണ്? ടോട്ടൽ നമ്പർ ഓഫ് ഐറ്റംസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? മീൻ കിട്ടുക. ഓക്കെ, ഈ അരിത്തമെറ്റിക് മീൻ എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് 2 രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണ്? സിമ്പിൾ അരിത്തമെറ്റിക് മീനും ഉണ്ട്, വെയ്റ്റഡ് അരിത്തമെറ്റിക് മീനും ഉണ്ട്. ഓക്കെ, ഇതിന്റെ രണ്ടിന്റെയും കാൽക്കുലേഷൻസ് നമുക്ക് പഠിക്കാനുണ്ട്, എളുപ്പമാണ്. ഓക്കെ, യു ജസ്റ്റ് ലുക്ക്. ഫസ്റ്റ് വൺ സിമ്പിൾ അരിത്തമെറ്റിക് മീൻ ആണ്.
it is the mean of items which give equal importance to all the items. Okay. ഈ സിമ്പിൾ അരിത്തമെറ്റിക് മീൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? ഇതിനെ ഡിനോട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? എക്സ് ബാർ. ഓക്കെ, സ്മോൾ ലെറ്റർ എക്സ് ബാർ എന്നുള്ള ആ ഒരു സിമ്പിൾ കൊണ്ടാണ് അരിത്തമെറ്റിക് മീൻ, അതായത് സിമ്പിൾ അരിത്തമെറ്റിക് മീനിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഈ എക്സ് ബാർ എങ്ങനെ കണ്ടുപിടിക്കുക? സിഗ്മ എക്സ് ഡിവൈഡഡ് ബൈ എൻ. ഓക്കെ, ഇവിടെ സിഗ്മ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സം ഓഫ് ഗിവൺ വേരിയബിൾസ്. ആ തന്നിരിക്കുന്ന വേരിയബിൾസിന്റെ എല്ലാത്തിന്റെയും കൂടി കൂട്ടി ചേർക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? സിഗ്മ എക്സ് എന്നുള്ള നമ്പർ കിട്ടുക. ഇനി സിഗ്മ എക്സ് ഡിവൈഡഡ് ബൈ എൻ ആണ്. ആ എൻ എന്ന് പറയുന്നത് എന്താണ് റെപ്രസെന്റ് ചെയ്യുന്നത്? നമ്പർ ഓഫ് ഐറ്റത്തിനെയാണ്. ഓക്കെ, നമ്മൾ പറഞ്ഞില്ലേ മീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ നമ്പർ ഓഫ് വേരിയബിൾസിനെ അല്ലെങ്കിൽ ടോട്ടൽ എമൗണ്ടിനെ നമ്മൾ ഈ നമ്പർ ഓഫ് ഐറ്റംസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് മീൻ കിട്ടുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അതൊരു ഇക്വേഷൻസിന്റെ രൂപത്തിൽ ഇവർ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തേ ഉള്ളൂ. സിഗ്മ എക്സ് ഡിവൈഡഡ് ബൈ എൻ എന്ന് പറയുന്നതാണ് എന്ത്? അരിത്തമെറ്റിക് മീൻ. ഇനി കുറച്ച് ഇക്വേഷൻസ് ആണ്. ദാറ്റ് ഇക്വേഷൻ ദാറ്റ് യു ഹാവ് ടു ബൈ ഹാർട്ട് ഇറ്റ്. ഓക്കെ, കാൽക്കുലേഷൻ ഓഫ് അരിത്തമെറ്റിക് മീൻ. ഇൻഡിവിജ്വൽ സീരീസിൽ നമ്മൾ എങ്ങനെയാ കാൽക്കുലേഷൻ ചെയ്യുക? ഡയറക്റ്റ് മെത്തേഡ് ഉണ്ട്, ഷോർട്ട് കട്ട് മെത്തേഡ് ഉണ്ട്. ഡയറക്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇതേ ഇക്വേഷൻ തന്നെ എന്താണ്? എക്സ് ബാർ ഈസ് ഈക്വൽ ടു സിഗ്മ എക്സ് ഡിവൈഡഡ് ബൈ എൻ. ഇനി ഷോർട്ട് കട്ട് മെത്തേഡിൽ എക്സ് ബാർ ഈസ് ഈക്വൽ ടു, എക്സ് ബാർ എന്ന് പറയുന്നത് എന്താണ്? മീൻ. എക്സ് ബാർ ഈസ് ഈക്വൽ ടു എ പ്ലസ് സിഗ്മ എഫ് എക്സ് ബൈ എൻ. എ, ക്യാപിറ്റൽ ലെറ്റർ എ എന്ന് പറയുന്നത് എന്താണ്? അസ്യൂംഡ് മീൻ ആണ്. ദെൻ എക്സ് ബാർ എ എന്നുള്ള കാര്യം നമ്മൾ ഓർത്താൽ മതി. ഓക്കെ, ഇനി ഡിസ്ക്രീറ്റ് സീരീസിലും കണ്ടിന്യൂസ് സീരീസിലും അരിത്തമെറ്റിക് മീൻ എങ്ങനെ കണ്ടുപിടിക്കാന്ന് കൂടി നമുക്ക് പഠിക്കണം. ഡിസ്ക്രീറ്റ് സീരീസിൽ അല്ലെങ്കിൽ ഡിസ്ക്രീറ്റ് സീരീസും കണ്ടിന്യൂസ് സീരീസും തമ്മിലുള്ള ഡിഫറൻസ് എന്താ? എപ്പോഴും ഡിസ്ക്രീറ്റ് വേരിയബിൾസ് അല്ലെങ്കിൽ കണ്ടിന്യൂസ് വേരിയബിൾസ് എന്നൊക്കെ നമ്മൾ കേൾക്കാറില്ലേ? അല്ലെ കണ്ടിന്യൂസ് ഡാറ്റ എന്ന് കേൾക്കാറില്ലേ? എന്താണ് കണ്ടിന്യൂസ് സീരീസ് എന്ന് പറഞ്ഞാല്? കണ്ടിന്യൂസ് സീരീസ് എന്ന് പറഞ്ഞാല് അവിടെയുള്ള ഡാറ്റ വിച്ച് ക്യാൻ ടേക്ക് എനി ന്യൂമറിക്കൽ വാല്യൂ. ഓക്കെ, ആൻഡ് ഇറ്റ് ഇൻക്ലൂഡ്സ് ഫ്രാക്ഷൻസ് ആസ് വെൽ ആസ് ഡെസിമൽസ്. അങ്ങനത്തെ ഉള്ള എല്ലാ വാല്യൂസും കണ്ടിന്യൂസ് സീരീസിൽ പറ്റും. അതായത് എന്താണ്? ഹൈറ്റ്, വെയിറ്റ്, അതെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് പറയൂലേ ഹൈറ്റ് 87.5 കിലോഗ്രാം. അപ്പൊ അതെന്ന് പറയുന്നത് ഫ്രാക്ഷൻസും ഡെസിമൽസും ഒക്കെ ഇല്ലേ? സോ ദാറ്റ് ടൈപ്പ് ഓഫ് ഡാറ്റ ഈസ് ടേംഡ് ആസ് കണ്ടിന്യൂസ് സീരീസ്. ബട്ട് ഓൺ ദ അതർ ഹാൻഡ് ഡിസ്ക്രീറ്റ് സീരീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഡസ് നോട്ട് ഇൻക്ലൂഡ് എനി ഫ്രാക്ഷൻസ് ഓർ ഡെസിമൽസ്. അതിനകത്ത് ഫ്രാക്ഷൻസും ഡെസിമൽസും ഒന്നും പറ്റൂല. സപ്പോ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്താണ്? നമ്മൾ ഹൗ മെനി സ്റ്റേറ്റ്സ് ആർ ഇൻ ഇന്ത്യ? 29 സ്റ്റേറ്റ്സ് ആണ് നമുക്കറിയാം. പക്ഷെ അത് നമ്മൾ ഫ്രാക്ഷൻ ആയിട്ട് പറയുമോ? ഇല്ല. ഇപ്പൊ 29 സംസ്ഥാനങ്ങളാണ് നമ്മുടെ ഇന്ത്യ എന്നുള്ള രാജ്യത്തുള്ളത്. അപ്പൊ അതൊരു എക്സാമ്പിൾ ആണ് എന്തിന്? ഡിസ്ക്രീറ്റ് സീരീസിന്. ഓക്കെ, സോ ഡിസ്ക്രീറ്റും കണ്ടിന്യൂസും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായല്ലോ. ഇനി ഡിസ്ക്രീറ്റ് സീരീസില് അല്ലെങ്കിൽ ഡയറക്റ്റ് മെത്തേഡിൽ മീൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? എക്സ് ബാർ ഈസ് ഈക്വൽ ടു സിഗ്മ എഫ് എക്സ് ഡിവൈഡഡ് ബൈ എൻ. Suppose if you are calculating the arithmetic mean using the shortcut method, then x bar is equal to a plus sigma fx divided by n. D is equal to x minus a. Then step deviation method ആണെങ്കിൽ x bar is equal to a plus sigma fd divided by n into c. D bar is equal to x minus a divided by c. Okay, ഇവിടെ a എന്ന് പറയുന്നത് assumed mean ആണ്. Then d dash എങ്ങനെ കണ്ടുപിടിക്കുക? x minus a. അതായത് എക്സ് എന്നുള്ള വാല്യൂസിനെ അസ്യൂംഡ് മീനിൽ നിന്ന് മൈനസ് ചെയ്യുക. ദെൻ സി എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്? കോമൺ ഫാക്ടർ അല്ലെങ്കിൽ ക്ലാസ് ഇന്റർവെല്ലിനെയാണ് നമ്മൾ സി എന്നുള്ള ആ ഒരു ലെറ്റർ കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇതൊക്കെ നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യുന്നേ വേണം കേട്ടോ, അല്ലാതെ ഇത് എളുപ്പത്തിൽ പഠിക്കാൻ ഒരു വഴിയില്ല. കണ്ടിന്യൂസ് സീരീസ് എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് സീരീസ് എന്താന്ന് നമ്മൾ പറഞ്ഞു. ഇനി അതിനകത്തും ഡയറക്റ്റ് മെത്തേഡും ഷോർട്ട് കട്ട് മെത്തേഡും സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡും ഉണ്ട്. ഡയറക്റ്റ് മെത്തേഡിൽ സിഗ്മ എഫ് എം ഡിവൈഡഡ് ബൈ എൻ ആണ്. ഈ എം എന്നുള്ളത് എന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? മിഡ് പോയിന്റിനെയാണ്. എം എന്ന് പറഞ്ഞാൽ മിഡ് പോയിന്റ് ഓഫ് എക്സ് ആണ്. എൻ പറഞ്ഞാൽ ടോട്ടൽ ഫ്രീക്വൻസി. Then shortcut method x bar is equal to a plus sigma fd divided by n. Okay, d is equal to m minus a. Then step deviation method a plus sigma fd divided by n into c. ഇവിടെ a എന്ന് പറഞ്ഞ assumed mean ആണ്. d dash എങ്ങനെ കണ്ടുപിടിക്കുന്നത്? m minus a divided by c. c എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ലാസ് ഇന്റർവെൽ. ഓക്കെ, ഈ ഇക്വേഷൻസ് ബൈ ഹാർട്ട് തന്നെ വേണം കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് പ്രോബ്ലം നോക്കാം. Calculate arithmetic mean of the weight of 10 students in a class. Okay,
ഒരു ക്ലാസ്സിൽ 10 സ്റ്റുഡൻസിന്റെ വെയിറ്റിന്റെ അരിത്തമെറ്റിക് മീൻ ആണ് നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞത്. അതെങ്ങനെയാ കാൽക്കുലേറ്റ് ചെയ്യുക? എങ്ങനെയാ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്? 1, 2, 3, 4 അപ് ടു 10 വരെ തന്നിട്ടുണ്ട്. അവരുടെ 1 എന്നുള്ള നമ്പറിൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന കുട്ടിയുടെ വെയിറ്റ് 42 ആണ്. 2 എന്ന കുട്ടിയുടെ വെയിറ്റ് 56 ആണ്. അങ്ങനെ 10 കുട്ടികളുടെ വെയിറ്റ് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മളോട് എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞത്? അതിന്റെ അരിത്തമെറ്റിക് മീൻ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക? നമുക്ക് ഇക്വേഷൻ എന്താണെന്ന് നമുക്കറിയാം. ഞാൻ പറഞ്ഞു ഈ സ്റ്റാറ്റിസ്റ്റിക്സ് ഭാഗത്തില് നിങ്ങൾ സ്റ്റാറ്റിസ്റ്റിക്സ് എന്നല്ല മാത്സ് ആയാലും നിങ്ങൾ പ്രോബ്ലം ആയാല് ഫസ്റ്റ് ഓഫ് ഓൾ യു ഷുഡ് റൈറ്റ് ദ ഇക്വേഷൻസ്. ഓക്കെ, നിങ്ങൾ അതിനുള്ള ഇക്വേഷൻ അവിടെ എഴുതി വെക്കുക. പിന്നെ തന്നിരിക്കുന്ന വേരിയബിൾസ് ആ ഇക്വേഷൻസിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് ഇവിടെ അരിത്തമെറ്റിക് മീൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണെന്ന് നമുക്കറിയാം. എന്താണ്? എക്സ് ബാർ ഈസ് ഈക്വൽ ടു സിഗ്മ എക്സ് ഡിവൈഡഡ് ബൈ എൻ ആണ്. അപ്പൊ നമ്മൾ സിഗ്മ എക്സ് എങ്ങനെ കണ്ടുപിടിക്കുക? തന്നിരിക്കുന്ന എക്സ് വാരിയബിൾസിന്റെ മൊത്തം ടോട്ടൽ ആണ് സിഗ്മ എക്സ് എന്ന് പറഞ്ഞാല്, അല്ലേ? അപ്പൊ ഇവിടെ ഓരോ 10 കുട്ടികളുടെ വെയിറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ ഓരോ കുട്ടികളുടെയും വെയിറ്റ് നമുക്ക് അറിയാലോ. അപ്പൊ നമ്മൾ ഈ 10 കുട്ടികളുടെയും വെയിറ്റുകൾ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? മൊത്തം വെയിറ്റ് കിട്ടും, അല്ലെ? അതാണ് സിഗ്മ എക്സ് എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇവിടെ 42 പ്ലസ് 56 പ്ലസ് 49 പ്ലസ് 50 പ്ലസ് 49 അങ്ങനെ അതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 500 എന്ന് കിട്ടും. ദാറ്റ് ഈസ് സിഗ്മ എക്സ്. ഇനി n എന്ന് പറഞ്ഞാൽ എത്രയാണ് നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇവിടെ? 10 കുട്ടികളല്ലേ. സോ ഡിവൈഡഡ് ബൈ 10. അപ്പോൾ എന്താണ് ആവറേജ് അല്ലെങ്കിൽ അരിത്തമെറ്റിക് മീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? 50 kg. അപ്പൊ ഈ ഒരു എക്സാമ്പിൾ ക്ലിയർ ആയല്ലോ. ഓക്കെ, ഇനി അടുത്ത എക്സാമ്പിൾ നോക്കാം. കാൽക്കുലേറ്റ് മീൻ ഫ്രം ദ ഫോളോയിങ് ഡാറ്റ. ഇവിടെ മാർക്സ് തന്നിട്ടുണ്ട്, നമ്പർ ഓഫ് സ്റ്റുഡൻസ് തന്നിട്ടുണ്ട്. 25 മാർക്ക് കിട്ടിയ 3 കുട്ടികളുണ്ട്, 30 മാർക്ക് കിട്ടിയ 8 കുട്ടികളുണ്ട്, 35 മാർക്ക് കിട്ടിയ 12 കുട്ടികളുണ്ട്, 40 മാർക്ക് കിട്ടിയ 9 കുട്ടികളുണ്ട്, 45 മാർക്ക് കിട്ടിയ 4 കുട്ടികളുണ്ട്, 50 മാർക്ക് കിട്ടിയ 7 കുട്ടികളുണ്ട്, 55 15 കുട്ടികൾ, 60 മാർക്ക് കിട്ടിയത് 5 സ്റ്റുഡൻസ്, 65 കിട്ടിയത് 10 കുട്ടികൾക്ക്, 70 മാർക്ക് കിട്ടിയത് 7 കുട്ടികൾക്ക്. ഇനി നമ്മളോട് ഇതിന്റെ അരിത്തമെറ്റിക് മീൻ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അപ്പൊ നമുക്ക് ഇക്വേഷൻസ് ഒക്കെ നമുക്കറിയാം. അപ്പൊ നമ്മൾ ചെയ്തു നോക്കാം. ആദ്യം തന്നെ നമ്മൾ കോളംസ് വരയ്ക്കുക. എന്നിട്ട് ആ കോളത്തിൽ ഫസ്റ്റ് കോളത്തിൽ തന്ന ഡാറ്റാസ് എഴുതി വെക്കുക. ഇവിടെ മാർക്സ് എന്ന് പറയുന്നത് എന്താണ്? എക്സ് ആയിട്ട് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുക. തന്നത് നമ്മൾ എഴുതുക. 25, 30 അങ്ങനെ താഴോട്ട് എഴുതി വെക്കുക. അതേപോലെ നമ്പർ ഓഫ് സ്റ്റുഡൻസിനെ നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഫ്രീക്വൻസി ആണ്, അല്ലെ? ഇപ്പൊ 25 മാർക്സ് എത്ര കുട്ടികൾക്ക് കിട്ടി എന്നുള്ളതല്ലേ. അപ്പൊ അതാണ് എന്ത്? ഫ്രീക്വൻസി എഫ്. അതും ഓരോ കോളത്തിന് നേരെയുള്ള ഫ്രീക്വൻസി എഴുതി വെക്കുക. ഓക്കെ, അപ്പൊ ആ 2 കോളംസ് നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് ഇക്വേഷൻ അറിയാം. എക്സ് ബാർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? എ പ്ലസ് സിഗ്മ എഫ് ഡി ഡിവൈഡഡ് ബൈ എൻ ഇൻറ്റു സി അല്ലേ. സോ ഇവിടെ നിങ്ങൾ നോക്കുക, എ പ്ലസ് സിഗ്മ എഫ് ഡി ഡിവൈഡഡ് ബൈ എൻ ഇൻറ്റു സിയില് എ എന്ന് പറയുന്നത് എന്താണ്? അസ്യൂംഡ് മീൻ ആണ്, അല്ലെ? ഇപ്പൊ ഇവിടെ തന്നിരിക്കുന്നതില് ഈ എ എന്ന് പറഞ്ഞാല് നമുക്ക് വേണമെങ്കിൽ ഇതിനകത്ത് ഏത് വേണമെങ്കിലും എടുക്കാം അസ്യൂംഡ് മീൻ ആയിട്ട്. ഓക്കെ, നമുക്ക് നമ്മുടെ പക്ഷെ ഈ 25 ഒന്നും എടുക്കില്ല. എന്നാലും നമ്മൾ ഏകദേശം ഒരു നടുവിലേക്കുള്ള ഏതെങ്കിലും ഒരു വാല്യൂസ് അസ്യൂംഡ് മീൻ ആക്കി എടുത്തിട്ടാണ് നമ്മൾ അതിൽ മൈനസ് ചെയ്യുന്നത്. ഓക്കെ, എക്സ് മൈനസ് എ എന്ന് പറയുന്നതാണ് ഡി എന്നുള്ളത് നമ്മൾ ഇക്വേഷനിൽ പറഞ്ഞല്ലോ. അപ്പൊ ഡി ആണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത്. അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? എക്സ് മൈനസ് എ ആണ്. അപ്പൊ എ എന്ന് പറഞ്ഞ അസ്യൂംഡ് മീൻ ആണ്. ഈ ഒരു കേസിൽ നമ്മളിപ്പോ 55നെ അസ്യൂംഡ് മീൻ ആക്കി എടുത്തെന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് വേണം വേറെ ഏത് വാല്യൂ വേണമെങ്കിലും എടുത്തിട്ട് നോക്കാം കേട്ടോ. അപ്പൊ ഇവിടെ 55 എടുത്തെന്ന് വിചാരിച്ചു. അപ്പൊ എക്സ് മൈനസ് എ എന്നുള്ളതാണ് നമ്മുടെ തേർഡ് കോളം, അല്ലെ? അപ്പോ ഇവിടെ 55 ആണ് നമ്മൾ അസ്യൂംഡ് മീൻ ആക്കി എടുത്തത്. അപ്പൊ 25 മൈനസ് 55 എന്ന് പറഞ്ഞാൽ എത്രയാ? മൈനസ് 30, അല്ലെ? 25 മൈനസ് 55 ആണ്. 55 മൈനസ് 25 അല്ല. എക്സ് മൈനസ് എ ആണ്. ഇവിടെ എക്സ് എന്ന് പറയുന്നത് ഫസ്റ്റത്തത് 25 മൈനസ് എ, അതായത് 55. അപ്പൊ മൈനസ് 30. 30 മൈനസ് 55 മൈനസ് 25. 35 മൈനസ് 55 മൈനസ് 20. അങ്ങനെ താഴോട്ട് ആ വാല്യൂസ് മൊത്തം എക്സിൽ നിന്ന് മൈനസ് ചെയ്തിട്ട് എഴുതുക. ഇനി ഡി ഡാഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ നോക്കുക. ഇവിടെ 30 അല്ലെ മൈനസ് 30 മൈനസ് 25 മൈനസ് 20 അങ്ങനെയുള്ള വാല്യൂസ് അല്ലേ. അപ്പൊ അതിനെ കുറച്ചും കൂടി സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഇതിനകത്തെല്ലാം കോമൺ ഫാക്ടർ ആയിട്ട് വരുന്നത് ഏതാണ്? 5 അല്ലേ. അപ്പൊ 30/5 എത്രയാ? മൈനസ് 6. ഇവിടെ നെഗറ്റീവ് സിമ്പൽ ഉള്ളത് കൊണ്ട് അതിനെ മൈനസ് ഇട്ടുന്നേ ഉള്ളൂ. മൈനസ് 6 minus 25 divided by 5 minus 5 minus 20 divided by 5 minus 4 minus 15 divided by 5 minus 3 minus 10 divided by 5 minus 2 minus 5 divided by 5 minus 1 0 divided by any number 0 5 divided by 5 1 10 divided by 5 2 15 divided by 5 3. അപ്പോൾ അത്രയും കിട്ടി.
ഇനി നമുക്ക് എന്ത് ചെയ്യണം? അതിനെ ഫ്രീക്വൻസി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ? അതാണ് എഫ് ഡി. അപ്പൊ 3 ഇൻറ്റു -6 എത്രയാ? -18. 8 ഇൻറ്റു -5 എത്രയാ? -40. 12 ഇൻറ്റു -4 -48. 9 ഇൻറ്റു -3 എത്രയാ? -27. 4 ഇൻറ്റു -2 -8. അങ്ങനെ നമ്മൾ എല്ലാ എഫ് ഡി കോളവും കൂടി ഫില്ല് ചെയ്യുക. അങ്ങനെ ഇതിന്റെ ടോട്ടൽ എടുക്കുക. അതിന്റെ അതായത് എഫ് ഡി കോളത്തിന്റെ ടോട്ടൽ എടുക്കുമ്പോൾ നമുക്ക് -102 എന്നുള്ളത് കിട്ടും. അതായത് നെഗറ്റീവ് ചിഹ്നം ഉള്ളതും പോസിറ്റീവ് ചിഹ്നമുള്ള വാല്യൂസും കൂട്ടുമ്പോൾ നിങ്ങൾ ആഡ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. കറക്റ്റ് ആയിട്ട് അതിന്റെ സിമ്പലും ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഉത്തരം -102 ആണ് കിട്ടുക. ഇനി ആ കിട്ടിയ വാല്യൂസിനെ നമ്മൾ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഓക്കെ, എക്സ് ബാർ ഈസ് ഈക്വൽ ടു എ പ്ലസ് സിഗ്മ എഫ് ഡി ഡാഷ് ഡിവൈഡഡ് ബൈ എൻ ഇൻറ്റു സി. എ എന്ന് പറഞ്ഞാൽ ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ 55 ആണ് അസ്യൂംഡ് മീൻ ആക്കി എടുത്തത്. സോ 55 പ്ലസ് സിഗ്മ എഫ് ഡിന്റെ ടോട്ടൽ നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ, -102 ഡിവൈഡഡ് ബൈ എൻ. എൻ എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഫ്രീക്വൻസി എത്രയാണ്? 80 ഇൻറ്റു സി. സി എന്ന് പറഞ്ഞാൽ എന്താ? ക്ലാസ് ഇന്റർവെൽ അല്ലേ? ഇവിടെ ഓരോ നമ്പേഴ്സും തമ്മിലുള്ള ഡിഫറൻസ് എത്ര? 25, 30, 35 എന്നൊക്കെ പറയുമ്പോൾ 5. അപ്പോൾ 5. ഇതിനെ നമ്മൾ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ എത്ര കിട്ടുക? 48.625. ഓക്കെ, ഇത് ക്ലിയർ ആയല്ലോ? നിങ്ങൾ എന്തായാലും ഇതൊന്ന് വർക്ക്ഔട്ട് ചെയ്ത് തന്നെ നോക്കണം കേട്ടോ. അങ്ങനെ കേട്ടുകൊണ്ട് കാര്യമില്ല, പ്രോബ്ലം ചെയ്ത് തന്നെ പഠിക്കാം. ഓക്കെ, ഇനി അടുത്ത പ്രോബ്ലം നോക്കാം. കാൽക്കുലേറ്റ് അരിത്തമെറ്റിക് മീൻ. ഇങ്ങനെ തന്നിട്ടുണ്ട്. പ്രൊഡക്ഷൻ ഇൻ ടൺസും തന്നിട്ടുണ്ട്, നമ്പർ ഓഫ് ഫാക്ടറീസും തന്നിട്ടുണ്ട്. ഇതിനകത്ത് നിന്ന് നമ്മൾ അരിത്തമെറ്റിക് മീൻ കണ്ടുപിടിക്കാനാണ് ഇവർ പറയുന്നത്. ഓക്കെ, അപ്പം പ്രൊഡക്ഷൻ ഇൻ ടൺസ് 10 to 20, 20 to 30, 30 to 40, 40 to 50 അങ്ങനെയാണ് തന്നിരിക്കുന്നത്. നമ്പർ ഓഫ് ഫാക്ടറീസും തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആദ്യം തന്നെ നമ്മൾ എപ്പോഴും എന്താ ചെയ്യേണ്ടത്? ഇക്വേഷൻ അറിയെങ്കിൽ ഇക്വേഷൻ അവിടെ എഴുതുക. ദെൻ ഈ തന്ന ഇൻഫർമേഷൻസിനെ നമ്മൾ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടേബിൾസിലേക്ക് മാറ്റുക. ഫസ്റ്റ് കോളം എക്സ്. എക്സ് എന്ന് പറയുന്നത് ഇതേ സാധനം ഇതുപോലെ അങ്ങോട്ട് എടുത്ത് എഴുതുക. അതായത് 10 to 20, 20 to 30, 30 to 40, 40 to 50 അങ്ങനെ കാര്യങ്ങൾ എഴുതുക. പിന്നെ നമ്പർ ഓഫ് ഫാക്ടറീസ് അതേപോലെ എഴുതുക. അതായത് എഫ്, അതിന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എഫ് ഫ്രീക്വൻസി അല്ലേ? അപ്പോൾ 5, 4, 7, 12, 10, 8, 4. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇത് ഇങ്ങനെയല്ലേ തന്നിരിക്കുന്നത്? കറക്റ്റ് ഒരു നമ്പർ ആയിട്ടോ വാല്യൂ ആയിട്ടല്ലല്ലോ തന്നത്, ഒരു ക്ലാസ് ഇന്റർവെൽസ് ആയിട്ടല്ലേ തന്നത്. 10 to 20 അങ്ങനെയല്ലേ തന്നിരിക്കുന്നത്. അപ്പം സോ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ മിഡ് വാല്യൂ. ഇവിടെ 10ന്റെ 20ന്റെ മിഡ് വാല്യൂ എത്രയാ വരിക? 10ന് 20ന് നടുവില്. അതെങ്ങനെ കണ്ടുപിടിക്കുക? 10 plus 20 ഡിവൈഡഡ് ബൈ 2 അല്ലേ? അപ്പം 20ഉം 10ഉം കൂട്ടിയ എത്രയാ? 30/2 എന്ന് പറഞ്ഞാൽ എത്രയാ? 15. അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാലോ 10ന്റെ 20ന്റെ ഇടയിലുള്ള കറക്റ്റ് മിഡ് പോയിന്റ് എത്രയാ? 15. അപ്പൊ അതേ വാല്യൂസ് ആണ് ഇവിടെ എഴുതുന്നത്. 10 to 20ന്റെ മിഡ് വാല്യൂ 15, 20 to 30ന്റെ മിഡ് വാല്യൂ 25, അതുപോലെ 30 to 15ന്റെ 30 to 40ന്റെ മിഡ് വാല്യൂ 35, 40 to 50 45, 50 to 60 55, 60 to 70 65, 70 to 80 75. ഇനി ഈ എഫും ഫ്രീക്വൻസിയും മിഡ് പോയിന്റും കൂടി മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, സോ 15 × 5 75, 25 × 4 100, 7 × 35 245, 12 × 45 540, 10 × 55 550, 8 × 65 520, 4 × 75 300. ഇനി നമ്മുടെ ഇക്വേഷൻ എന്താണ്? എക്സ് ബാർ ഈസ് ഈക്വൽ ടു സിഗ്മ എഫ് എം ഡിവൈഡഡ് ബൈ എൻ. അപ്പോൾ നമ്മൾ ഈ എഫ് എം എന്നുള്ളതിന്റെ ടോട്ടൽസും കണ്ടുപിടിക്കുക, സിഗ്മ എഫ് അതായത് എഫ് കോളത്തിന്റെ ടോട്ടലും കണ്ടുപിടിക്കുക. സോ ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദാറ്റ് ഈസ് 2230 ഡിവൈഡഡ് ബൈ 80. ദാറ്റ് ഈസ് ഈക്വൽ ടു 46.6. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ ടു യു? ഓക്കെ, ഇനി കാൽക്കുലേഷൻ ഓഫ് അരിത്തമെറ്റിക് മീൻ ഫോർ ഓപ്പൺ എൻഡ് ക്ലാസ്. എന്താണ് ഈ ഓപ്പൺ എൻഡ് ക്ലാസ്സസ് എന്ന് പറഞ്ഞാല്? If the lower limit of the first class and upper limit of the last class are not known, it is called as open-end class. Okay, ഫസ്റ്റ് ക്ലാസിന്റെ ഫസ്റ്റ് അതായത് ലോവർ ലിമിറ്റും അറിയില്ല, ലാസ്റ്റ് ക്ലാസ് ഇന്റർവെലിന്റെ അപ്പർ ലിമിറ്റും അറിയാത്ത രീതിയിലുള്ള ക്ലാസ്സിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓപ്പൺ എൻഡഡ് ക്ലാസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് ബിലോ 10 5 തന്നിട്ടുണ്ട്, 10 to 20 12 തന്നിട്ടുണ്ട്, 20 to 30 14 തന്നിട്ടുണ്ട്, 30 to 40 10 തന്നിട്ടുണ്ട്, above 40 8 തന്നിട്ടുണ്ട്. സോ ഹിയർ വി വാണ്ട് ടു കാൽക്കുലേറ്റ് ദ അരിത്തമെറ്റിക് മീൻ. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്ന ഇൻഫർമേഷൻസ് അതുപോലെ എടുത്ത് എഴുതുക. കോളത്തില് എക്സ് കോളം എഫ് കോളം ഫ്രീക്വൻസി എഴുതുക. ദെൻ ഈ എക്സ് കോളത്തിന്റെ മിഡ് വാല്യൂ എം അത് കണ്ടുപിടിക്കുക.
Then f frequency that we have to multiply with the mid value. Then we have to find out the totals of f column and fm column. Then we have to substitute the values in the correct position substitute ചെയ്യുക. ഇവിടെ x bar എന്ന് പറഞ്ഞാൽ സിഗ്മ എഫ് എം ഡിവൈഡഡ് ബൈ n ആണ്. സിഗ്മ എഫ് എം എന്ന് പറയുന്നത് 1265 ആണ്. സിഗ്മ എഫ് എന്ന് പറയുന്നതാണ് ഇവിടെ n, that is 49. So while dividing 1265 with 49, we get the answer 25.82. Okay. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു മീൻ അരിത്തമെറ്റിക് മീൻ രണ്ട് രീതിയിൽ കണ്ടുപിടിക്കാം അല്ലെ. എന്തൊക്കെയാണ്? സിമ്പിൾ അരിത്തമെറ്റിക് മീൻ ഉണ്ട്, വെയ്റ്റഡ് അരിത്തമെറ്റിക് മീൻ ഉണ്ട്. ഇത്രയും നേരം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരുന്നത് സിമ്പിൾ അരിത്തമെറ്റിക് മീൻ ആണ്. Now we are moving on to weighted arithmetic mean. How we calculate weighted mean? Weighted means എന്താണ്? Are obtained by taking into account of weights. നമ്മൾ ഒരു വെയിറ്റ് അസൈൻ ചെയ്ത് കൊടുത്തിട്ട് ആ ഒരു വെയിറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്തിട്ടാണ് നമ്മൾ വെയ്റ്റഡ് മീന് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ. Each value is multiplied by its weight and total is divided by the total weight to get weighted mean. Okay. So this point is very important in this case. Each value is multiplied by its weight. ഓരോ വാല്യൂസിനെയും നമ്മൾ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? വെയിറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ആൻഡ് ദാറ്റ് ടോട്ടൽ, ആ കിട്ടുന്ന ടോട്ടൽ വെയിറ്റിനെ നമ്മൾ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? ടോട്ടൽ വാല്യൂസിനെ നമ്മൾ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? ടോട്ടൽ വെയിറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? വെയ്റ്റഡ് മീൻ കിട്ടുക. സോ വെയ്റ്റഡ് അരിത്തമെറ്റിക് മീൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് x bar w is equal to sigma wx divided by sigma w. x bar w is equal to weighted arithmetic mean. w എന്ന് പറഞ്ഞാൽ വെയിറ്റ് ആണ്, x എന്ന് പറയുന്നത് given variable ആണ്. Okay, coming to the next area, that is median. Median എന്ന് പറഞ്ഞാൽ എന്താണ്? Median is the mid value of the series. ഒരു സീരീസിന്റെ ഏറ്റവും സെന്ററിലുള്ള പോയിന്റ് അല്ലെങ്കിൽ സെന്ററിലുള്ള വാല്യൂസിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മീഡിയൻ. ഓക്കെ. സോ മീഡിയൻ ഈസ് ദ മിഡ് വാല്യൂ ഓഫ് ദ സീരീസ്. മിഡിൽ വാല്യൂ ഓഫ് ദ സീരീസിനാണ് നമ്മൾ മീഡിയൻ എന്ന് പറയുന്നത്. When the series are arranged in ascending or descending order, median is a positional average. So calculation of median, നമ്മൾ മീൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസ് പഠിച്ചു, അതുപോലെ നമുക്ക് ഇനി മീഡിയന്റെ പഠിക്കാം. മീഡിയൻ എന്ന് പറഞ്ഞാൽ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? സൈസ് ഓഫ് n+1/2 ഐറ്റം. സോ മീഡിയൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? സൈസ് ഓഫ് n+1/2 ഐറ്റം. ഈ സപ്പോസ് ഇൻ ഡിസ്ക്രീറ്റ് സീരീസ് ആണെങ്കിൽ മീഡിയൻ എങ്ങനെ കണ്ടുപിടിക്കുക? സൈസ് ഓഫ് n+1/2 ഐറ്റം. In continuous series ആണെങ്കിൽ മീഡിയൻ ക്ലാസ് എന്ന് പറയുന്നത് n/2 ആണ്. Then മീഡിയൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ L plus n/2 minus CF divided by F into C ആണ്. L എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഒരു ഇക്വേഷൻ, അതായത് L plus n/2 minus CF divided by F into C. Here L indicates the lower limit of the median class. CF means cumulative frequency of the preceding median class. F means frequency of the median class. And C is equal to class interval. That you have to by heart all these equations. Okay. Now coming to one problem. Find the median for the following data. ഒരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഒരു ഡാറ്റ സെറ്റ് ഇവിടെ തന്നിട്ടുണ്ട്. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് എന്താണ്? അതിന്റെ മീഡിയൻ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. എപ്പോഴും മീഡിയൻ പ്രോബ്ലം ചോദിക്കുമ്പോൾ ഫസ്റ്റ് വി ഹാവ് ടു അറേഞ്ച് ദ ഡാറ്റ ഇൻ അസെൻഡിങ് ഓർ ഡിസെൻഡിങ് ഓർഡർ. ഓക്കെ. ആരോഹണ ക്രമത്തിലോ അല്ലെങ്കിൽ അവരോഹണ ക്രമത്തിലോ നമ്മൾ ഈ ഡാറ്റ തന്നിരിക്കുന്നതിനെ മാറ്റി എഴുതണം. ഇവിടെ ക്വസ്റ്റ്യനിൽ നോക്കൂ, 4, 25, 45, 15, 26, 35, 55, 28, 48. അതൊരു ഓർഡറിലൊന്നും അല്ലല്ലോ തന്നിരിക്കുന്നത്. സോ ഫസ്റ്റ് നമ്മൾ അതിനെ അസെൻഡിങ് ഓർഡറിലോ അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിലേക്കോ മാറ്റി എഴുതുക. ഈ ക്വസ്റ്റ്യനകത്ത് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. അതായത് ആൻസർ ചെയ്തതിൽ 21 എന്നുള്ള വാല്യൂ ഈ ക്വസ്റ്റ്യനിൽ ഇല്ലാത്തതാണ്. അത് ഇവിടെ അകത്ത് വന്നു പോയിട്ടുണ്ട്. ആ ഒരു മിസ്റ്റേക്ക് ആണ്. അതൊന്ന് നിങ്ങൾ നോക്കുക. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഇതിനെ അസെൻഡിങ് ഓർഡറിലേക്ക് എഴുതണം. സോ 4, 15, പിന്നെ നെക്സ്റ്റ് എത്രയാ? 25, പിന്നെ 26, 28, 35, 45, 48, 55. അങ്ങനെ നമ്മൾ ആരോഹണ ക്രമത്തിൽ എഴുതി. ഈ 21 ഇതിനകത്ത് ഇല്ലാത്ത കേട്ടോ, പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണെന്ന് തോന്നുന്നു. ഓക്കെ. അപ്പൊ ഇനി നമുക്ക് എന്താ? മീഡിയൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? സൈസ് ഓഫ് n+1/2 ഐറ്റം. ഇവിടെ സൈസ് ഓഫ് n+1/2 എന്ന് പറഞ്ഞാൽ ഇതിലും മിസ്റ്റേക്ക് ആണ്. ഇവിടെ എത്ര ഐറ്റംസ് ഉണ്ട്? 1, 2, 3, 4, 5, 6, 7, 8, 9 അല്ലേ? മൊത്തം 9 അല്ലേ n എന്ന് പറഞ്ഞാൽ? സോ 9 plus 1/2 ഐറ്റം. അപ്പൊ 9 plus 1/2 ഐറ്റം എന്ന് പറഞ്ഞാൽ എന്താ? 9 plus ഈ 5ന് പകരം ഇവിടെ 9 ആണ്. 9 plus 1 എന്ന് പറഞ്ഞാൽ എത്രയാ?
10/2th item എന്ന് പറഞ്ഞാൽ എത്രയാ? 5th item. അപ്പൊ നിങ്ങൾ അസെൻഡിങ് ഓർഡറിൽ എഴുതിയാൽ 5th item നോക്കുക. 1 2 3 4 5 28. അപ്പൊ നമ്മുടെ ഇതിന്റെ മിഡ് വാല്യൂ എത്രയല്ല? മീഡിയൻ എത്രയാണ്? 28 ആണ്. ഈ കേസിൽ 21 ഇല്ല, അതുകൊണ്ടാണ് കേട്ടോ 28 ആണ് നമ്മുടെ മീഡിയൻ. ഓക്കെ, ഇത് ക്ലിയർ അല്ലേ? ക്വസ്റ്റ്യൻ പ്രോബ്ലം നിങ്ങളുടെ ടെക്സ്റ്റിൽ വർക്ക്ഔട്ട് ചെയ്തതിൽ ചെറിയ മിസ്റ്റേക്സ് ഉണ്ട്, അത് നോക്കണം. ദെൻ കാൽക്കുലേറ്റ് മീഡിയൻ. നെക്സ്റ്റ് നോക്കുക. 25 35 15 18 17 36 28 24 22 26 ഇതാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ അതിന് എന്ത് ചെയ്യണം? അസെൻഡിങ്ങിലോ അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിലേക്ക് എഴുതുക. അപ്പൊ അസെൻഡിങ് ഓർഡറിൽ ഇവിടെ എഴുതിയിട്ടുണ്ട് എന്തൊക്കെയാണ്? 15 17 18 22 24 25 26 28 പിന്നെ 35 36. ആ ഒരു സ്റ്റെപ്പ് എല്ലാവർക്കും ക്ലിയർ ആയല്ലോ? ഇനി മീഡിയൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? സൈസ് ഓഫ് n+1/2th item. സോ സൈസ് ഓഫ് n+ എന്ന് പറഞ്ഞാൽ n എന്ന് പറഞ്ഞാൽ എത്രയാ? നമ്പർ ഓഫ് ഐറ്റംസ് എത്ര എണ്ണം ഉണ്ട് ഇവിടെ? 1 2 3 4 5 6 7 8 9 10. 10 ഐറ്റംസ് ഇല്ലേ? അപ്പൊ 10 + 1/2 ഐറ്റം അല്ലേ? 10 + 1 എന്ന് പറഞ്ഞാൽ എത്രയാ? 11/2 എന്ന് പറഞ്ഞാൽ എന്താ? 5.5 ഐറ്റം അല്ലേ? 5.5th ഐറ്റം. അപ്പൊ നമുക്കറിയാം 5.5ാമത്തെ ഐറ്റം എന്ന് പറഞ്ഞിട്ട് ഒരു ഐറ്റം ഇവിടെ കാണാനില്ലല്ലോ. ഇവിടെ നോക്കുക. 1 2 3 4 5 24 ഉണ്ട്. 6ാമത്തെ ഐറ്റം ഏതാണ്? 25. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? 5th item + 6th item ഡിവൈഡഡ് ബൈ 2 ആണ് എന്ത്? 5.5 5th item അല്ലെ? അപ്പം 24 + 25/2 ദാറ്റ് ഈസ് ഈക്വൽ ടു 24.5. ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി കാൽക്കുലേറ്റ് മീഡിയൻ. 5 8 10 15 20 25. ഫ്രീക്വൻസി തന്നിട്ടുണ്ട് 3 12 8 7 5 4. നമ്മൾ അത് അതുപോലെ കോളത്തിലാക്കി എഴുതുക. ഇനി നമ്മൾ എന്ത് ചെയ്യുക? ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടുപിടിക്കുക. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആണ് എന്താ? ഫ്രീക്വൻസി ആഡ് ചെയ്ത് എഴുതുക. ഇവിടെ ഫസ്റ്റത്തെ ഫ്രീക്വൻസി എത്രയാ? 3. അത് അതുപോലെ എഴുതുക. ഇതിനോട് എന്തിനെ കൂട്ടാനുണ്ടോ? ഇല്ല. അപ്പൊ അത് അതുപോലെ എഴുതുക. 3നെ 12 കൊണ്ട് കൂട്ടുക. അടുത്ത ഫ്രീക്വൻസി 12 അല്ലേ? അപ്പൊ 3 + 12 15. ഇനി ഈ 15നെ 8 കൊണ്ട് കൂട്ടുക. 15 + 8 എത്ര? 23. ഇനി ഈ 23നെ 7 കൊണ്ട് കൂട്ടുക. 30. 30 + 5 35. 35 + 4 39. ഇത്രയും ക്ലിയർ ആയല്ലോ? ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് മനസ്സിലായല്ലോ? സാധാരണ ഫ്രീക്വൻസി നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ആ ഫ്രീക്വൻസികൾ തമ്മിൽ ആഡ് ചെയ്ത് എഴുതുമ്പോഴാണ് എന്തായി മാറുന്നത്? ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആയി മാറുന്നത്. അപ്പൊ ഫസ്റ്റത്തെ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ സെയിം തന്നെയാണ്, കാരണം അതിന് വേറെ ഒന്നുകൊണ്ടും ആഡ് ചെയ്യാനില്ല. പിന്നെ രണ്ടാമത്തേന്ന് പറഞ്ഞാൽ 3 + 12 15. 15 + 8 23. 23 + 7 30. 30 + 5 35 ആൻഡ് 35 + 4 39. ക്ലിയർ ആയല്ലോ? ഇനി മീഡിയൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? സൈസ് ഓഫ് n+1/2th item. ഇവിടെ സൈസ് ഓഫ് n+1/2th item എന്ന് പറഞ്ഞാൽ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എത്രയാണ്? 39. 39 + 1/2th item that is equal to 40 + 40/2 that is 20th item. 20th item എന്ന് പറഞ്ഞിട്ടൊരു ഐറ്റം ഇവിടെ കാണുന്നുണ്ടോ നിങ്ങൾക്ക്? ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ഈ 15നകത്ത് 20 ഉൾപ്പെടുമോ? ഇല്ല. 15 വരെ അല്ലേ ഇതിനകത്ത് പെടുള്ളൂ. അപ്പൊ 23 അടുത്തത് നോക്കുക. 23 നോക്കുമ്പോൾ 23നകത്ത് 20 ഒക്കെ ഉൾപ്പെട്ടിട്ടല്ലേ വരുന്നത്. അപ്പോ ഇതാണ് നമ്മുടെ എന്ത്? മീഡിയൻ ക്ലാസ് എന്ന് പറയുന്നത്. 23ന്റെ നേരെയുള്ള സൈസ് എത്രയാ? 10. അപ്പൊ അതാണ് നമ്മുടെ മീഡിയൻ. മനസ്സിലായോ? ഓക്കെ. ഇനി ഒരു നെക്സ്റ്റ് പ്രോബ്ലം. ഫൈൻഡ് മീഡിയൻ ഫ്രം ദ ഫോളോയിങ്. 0 to 5, 10 to 15, 15 to 20 അങ്ങനെ കുറെ വാല്യൂസ് തന്നിട്ടുണ്ട്. 0 to 10, 5 to 10, 10 to 15 അങ്ങനെ വാല്യൂസ് തന്നിട്ടുണ്ട്. അതിന്റെ ഫ്രീക്വൻസി കറസ്പോണ്ടിങ് ഫ്രീക്വൻസീസും തന്നിട്ടുണ്ട്. ഇനി നമ്മളോട് മീഡിയൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? അത് തന്നത് അതുപോലെ എടുത്ത് എഴുതുക. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി നേരത്തെ ചെയ്ത അതേ പ്രോബ്ലം തന്നെ. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടുപിടിക്കുക. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എങ്ങനെ കണ്ടുപിടിക്കുക? ആദ്യത്തെ ഫ്രീക്വൻസി സെയിം തന്നെ, പിന്നെ ഈ 29 നെക്സ്റ്റ് വാല്യൂ ഉണ്ട്, അതായത് നെക്സ്റ്റ് ഫ്രീക്വൻസി കൊണ്ട് ആഡ് ചെയ്യുക. അതെന്ന് പറയുന്നത് 29 + 195 ആണ്. അപ്പോൾ എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടും? ഇത് 227 അല്ല കേട്ടോ, 224 ആണ്. ഈ 7ന് പകരം 4 ആണ് വേണ്ടത്. പിന്നെ ഈ 224 + 241 465. then 465 + 117 582. then 582 + 52 634. ഇനി 634 + 10 644. 644 + 6 650. 650 + 3 653. 653 + 3 656. അപ്പൊ നമുക്ക് കിട്ടി.
ഇനി നമ്മൾ എന്ത് ചെയ്യുക, മീഡിയൻ ക്ലാസ് കണ്ടുപിടിക്കുക. ക്ലാസ് ഇന്റർവൽ ആയിട്ടല്ലേ തന്നിരിക്കുന്നത്. അപ്പൊ മീഡിയൻ ക്ലാസ് കണ്ടുപിടിക്കാൻ n/2 ഐറ്റം. n/2 എന്ന് പറഞ്ഞാൽ n എന്ന് പറഞ്ഞാൽ ടോട്ടൽ എത്രയാ, 656 ആണ് നമ്മൾ കണ്ടുപിടിച്ചു. സോ 656 ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ 328 ഐറ്റം. ഇവിടെ നോക്കുക, ആദ്യം 29, അതിനകത്ത് 328 പെടുവോ ഇല്ല. 227, അതിനകത്ത് 328 പെടുവോ ഇല്ല. 465, അതിനകത്ത് എന്ത് പറ്റും, 328 പെടും അല്ലേ. സോ ദിസ് ഈസ് ദ മീഡിയൻ ക്ലാസ്. 10 to 15 എന്ന് പറയുന്നതാണ് നമ്മുടെ മീഡിയൻ ക്ലാസ്. ഇനി നമ്മൾ ആ ഇക്വേഷൻ എഴുതുക. എന്താണ്, L plus n/2 minus CF divided by F into C. L എന്ന് പറഞ്ഞാൽ എന്താ, ലോവർ ലിമിറ്റ്. നമ്മുടെ മീഡിയൻ ക്ലാസ് ഇതല്ലേ. അപ്പൊ ലോവർ ലിമിറ്റ് എത്ര, ലോവർ വാല്യൂ ഏതാ, 10. 10 പ്ലസ് n/2 നമ്മൾ ഓൾറെഡി കണ്ടുവച്ചിട്ടുണ്ട്, 328 മൈനസ് CF. ഇതല്ലേ നമ്മുടെ മീഡിയൻ ക്ലാസ്. ഇതിന്റെ CF എന്ന് പറഞ്ഞാൽ എന്താ, തൊട്ട് മുന്നത്തെ ഫ്രീക്വൻസി 224 ഡിവൈഡഡ് ബൈ 241. അത് 241 എന്ന് പറഞ്ഞാൽ മീഡിയൻ ക്ലാസിന്റെ ഫ്രീക്വൻസി ഇൻറ്റു ക്ലാസ് ഇന്റർവെൽ 0, 5, 5, 10, 10, 15 ഇതിന്റെ തമ്മിലുള്ള വ്യത്യാസം എത്ര, 5 ഇൻറ്റു 5. അത് വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 12.2 കിട്ടും. ഓക്കെ. Then mode. Mode is the value of item of series which occurs most frequently. ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റഡ്ലി വരുന്ന ഐറ്റത്തിനാണ് നമ്മൾ മോഡ് കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. ഏറ്റവും കൂടുതലായിട്ട് ഫ്രീക്വന്റ് ആയിട്ട് വരുന്ന, ഇപ്പോൾ ഒരു ഡാറ്റ സെറ്റ് തന്നാൽ അതിൽ ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്ത് വന്ന വാല്യൂവിനെയാണ് നമ്മൾ മോഡ് കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. സോ ഇൻ ദ കേസ് ഓഫ് ഇൻഡിവിജ്വൽ സീരീസ് ദ വാല്യൂ വിച്ച് occurs more number of times is mode. ഇപ്പോ സപ്പോസ് എന്താ, when no items appear more number of times. ഇപ്പൊ ഒരു ഡാറ്റ സെറ്റ് തന്നതിൽ എല്ലാ വാല്യൂസും ഒരു തവണയേ ഉള്ളൂ, അവിടെ റിപ്പീറ്റേഷൻ ഇല്ല. അപ്പൊ നമുക്ക് മോഡ് എങ്ങനെ കണ്ടുപിടിക്കുക, മോഡ് കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. മോഡ് ഈസ് ഈക്വൽ ടു 3 മീഡിയൻ മൈനസ് 2 മീൻ. ഓക്കെ, അങ്ങനെയുള്ള കേസുകളിൽ നമ്മൾ മോഡ് കണ്ടുപിടിക്കുന്നത് 3 മീഡിയൻ മൈനസ് 2 മീൻ എന്നാണ്. Any mode in discrete series. In the case of discrete series, the value of having highest frequency. ഇപ്പൊ സപ്പോസ് നമുക്ക് ഡിസ്ക്രീറ്റ് സീരീസ് അല്ലെങ്കിൽ അങ്ങനെയാണ് തന്നിരിക്കുന്നതെങ്കിൽ നമ്മളെ മോഡ് എന്ന് പറയുന്നത് എന്താണ്, മോഡ് എന്ന് പറയുന്നത് ദ വാല്യൂ ഹാവിംഗ് ദ ഹയസ്റ്റ് ഫ്രീക്വൻസി ഉള്ള ആ ഒരു ക്ലാസ്സിനെയാണ് നമ്മൾ മോഡായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ. ഇനി മോഡ് ഇൻ കണ്ടിന്യൂസ് സീരീസിൽ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക, മോഡ് ലൈസ് in the class having the highest frequency. highest frequency ഉള്ള ക്ലാസ്സിലാണ് മോഡ് ഉണ്ടായിരിക്കുക. then മോഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് L1 plus F1 minus F0 into C divided by 2F1 minus F0 minus F2. L1 എന്ന് പറഞ്ഞാൽ എന്താ, ലോവർ ലിമിറ്റ് ഓഫ് ദ മോഡൽ ക്ലാസ്. F1 പറഞ്ഞ ഫ്രീക്വൻസി ഓഫ് ദ മോഡൽ ക്ലാസ്. F0, F1 പറഞ്ഞ ഫ്രീക്വൻസി ഓഫ് ക്ലാസ് preceding and succeeding the model class. ഇക്വേഷൻസ് പഠിച്ചു വെക്കുക. പ്രോബ്ലംസ് നോക്കാം. ഫസ്റ്റ് പ്രോബ്ലം, ഫൈൻഡ് മോഡ്. 1, 2, 5, 6, 7, 3, 4, 8, 2, 5, 4, 5. ഈ ഒരു സെറ്റിൽ നിന്ന് നമ്മളോട് മോഡ് കണ്ടുപിടിക്കാൻ പറഞ്ഞു. മോഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ എന്താണ്, ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്ത് വരുന്ന വാല്യൂവിനാണ് നമ്മൾ മോഡ് എന്നുള്ള വാല്യൂ കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത് അല്ലേ. അപ്പൊ ഈ ക്വസ്റ്റ്യനിൽ നോക്കൂ, 5 അല്ലേ ഏറ്റവും കൂടുതൽ തവണ വന്നിരിക്കുന്നത്, 3 തവണ 5 റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടില്ലേ. അപ്പൊ ഈ ക്വസ്റ്റ്യനിൽ നമ്മുടെ മോഡ് എത്രയാണ്, 5. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് മോഡ്. ഇവിടെ നോക്കൂ, 4, 2, 6, 3, 8, 7, 9, 1. ഈ ക്വസ്റ്റ്യനിൽ ഏതെങ്കിലും വാല്യൂ റിപ്പീറ്റ് ചെയ്ത് തന്നിട്ടുണ്ടോ, ഇല്ല. അപ്പൊ നമ്മൾ എങ്ങനെ മോഡ് കണ്ടുപിടിക്കുക, യെസ്, നേരത്തെ നമ്മൾ പറഞ്ഞു മോഡ് is ill defined here. So we have to calculate the mode by using the formula. എന്താണ്, 3 median minus 2 mean. So 3 median minus 2 mean എന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്ത് നമ്മൾ മോഡ് കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് നമുക്ക് മീഡിയൻ കണ്ടുപിടിക്കണം, മീനും കണ്ടുപിടിക്കണം. മീൻ എങ്ങനെ കണ്ടുപിടിക്കുക, എക്സ് ബാർ ഈസ് ഈക്വൽ ടു സിഗ്മ എക്സ് ഡിവൈഡഡ് ബൈ എൻ. ഇവിടെ 4 + 2 + 6 + 3 + 8 + 7 + 9 + 1 ചെയ്യുമ്പോൾ 40 കിട്ടും. 40 ഡിവൈഡഡ് ബൈ എത്ര ഐറ്റംസ് ഉണ്ട്, 8. 8 എന്ന് പറഞ്ഞാൽ 5. സോ നമ്മുടെ മീൻ എന്ന് പറയുന്നത് നമ്മൾ എത്ര കണ്ടുപിടിച്ചു, 5 ആണെന്ന് കണ്ടുപിടിച്ചു. Similarly, we have to find out the value of median also. So from this, we have to find out the median. Median കണ്ടുപിടിക്കണമെങ്കിൽ first of all we should arrange the data in ascending or descending order. So ഈ തന്നിരിക്കുന്നതിന് നമ്മൾ ascending order എഴുതിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇക്വേഷൻ എന്താ, size of n plus 1/2 item ആണ്. So 8 plus 1/2 item എന്ന് പറഞ്ഞാൽ 4.5 ആണ്. അപ്പൊ നാലാമത്തെയും അഞ്ചാമത്തെയും ഐറ്റംസ് തമ്മിൽ കൂട്ടിയിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇവിടെ നാലാമത്തെ ഐറ്റം എന്ന് പറഞ്ഞാൽ 4ഉം അഞ്ചാമത്തെ ഐറ്റം 6ഉം ആണ്. സോ 4 + 6/2 എന്ന് പറഞ്ഞാൽ 10/2 എന്ന് പറഞ്ഞാൽ 5 ആണ്. അപ്പൊ നമ്മൾ മീഡിയനും കിട്ടി, മീനും കിട്ടി.
ഇനി മോഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? 3 median minus 2 mean. So 3 into 5 minus 2 into 5, that is equal to 5. Okay. The next problem, calculate mode. 0 to 5, 5 to 10, 10 to 15, 15 to 20, 20 to 25, 25 to 30. അതിന് corresponding ആയിട്ടുള്ള frequencies തന്നിട്ടുണ്ട്. സോ നമ്മൾ അതിനെ ഈ ടേബിൾ ഓഫ് ഫോമിൽ എഴുതുക. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു ഇങ്ങനത്തെ ഡിസ്ക്രീറ്റ് സീരീസിൽ അല്ലെങ്കിൽ കണ്ടിന്യൂസ് സീരീസിൽ മോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? മോഡൽ ക്ലാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹാവിംഗ് ദ ഹയസ്റ്റ് ഫ്രീക്വൻസി ഉള്ളതിനെയാണ് നമ്മൾ മോഡൽ ക്ലാസ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുക. ഇവിടെ നോക്കുക 20, 24, 32, 28, 20, 26. ഇതിനകത്ത് ഹയസ്റ്റ് ഫ്രീക്വൻസി ഏതിനാണുള്ളത്? 32 അല്ലേ? സോ ഇതാണ് നമ്മുടെ എന്ത്? മോഡൽ ക്ലാസ്. അപ്പൊ മോഡ് ഈസ് ഈക്വൽ ടു ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. L plus F1 minus F0 into C divided by 2F1 minus F0 minus F2. Okay. Then ഈ പ്രോബ്ലത്തിൽ ആ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? മോഡ് കിട്ടും. ഓക്കെ. ഇനി geometric mean എന്താന്ന് പഠിക്കണം. geometric mean എന്ന് പറഞ്ഞാൽ എന്താണ്? Geometric mean is defined as the nth root of the product of those in values. Nth root of the product നെയാണ് നമ്മൾ എന്ത് പറയുന്നത്? Geometric mean എന്ന് പറയുന്നത്. ഇനി geometric mean കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? Geometric mean is equal to anti-log sigma log x divided by n. Okay. So geometric mean കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? Anti-log sigma log x divided by n. ഇനി geometric mean is in discrete series ലാകുമ്പോൾ anti-log sigma f log x divided by n. Suppose it is in continuous series, anti-log is equal anti-log into sigma f log x divided by n. X എന്ന് പറഞ്ഞാൽ midpoint of x ആണ്. Okay. Okay, problem നോക്കാം നമുക്ക്. Find the geometric mean of the following. ഇതിനകത്ത് 57.5, 87.75, 53.5, 73.5, 81.75 ഇത്രയും വാല്യൂസ് തന്നിട്ടുണ്ട്. നമ്മളോട് ഇതിന്റെ ജോമെട്രിക് മീൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. സോ ആദ്യം തന്നെ നമ്മൾ എക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു കോളം ഇടുക. ആ കോളത്തിനകത്ത് തന്ന വാല്യൂസ് എഴുതുക. ഇനി നമ്മൾ ഇതിന്റെ ലോഗ് എക്സ് കണ്ടുപിടിക്കണം. അപ്പൊ 57.5 നമ്മൾ നേരത്തെ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു ലോഗും ആന്റി ലോഗും എങ്ങനെ കണ്ടുപിടിക്കാന്ന്. എന്നാൽ ഇവിടെ ഒന്നുകൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ലോഗ് എക്സ് അതായത് 57.5 ഇതെങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുക? 57 ലോഗരിതം ടേബിൾ എടുത്തിട്ട് 57 എന്നുള്ള വാല്യൂ ഫസ്റ്റ് കള്ളിയിലുള്ള 57 എന്നുള്ള കള്ളി നോക്കുക. പിന്നെ 0 to 9 വരെ കാണാലോ. അതിനകത്ത് 5ന് നേരെ താഴോട്ട് വരിക. എന്നിട്ട് 57ന് നേരെ നോക്കുമ്പോൾ നമുക്ക് 75, 97 എന്ന് കിട്ടും. ഓക്കെ, അത് മനസ്സിലായല്ലോ. ഈ 75, 97 മുന്നേ എങ്ങനെ ഒരു 1 വന്നത്? ഇവിടെ നോക്കുക, 57 എന്ന് പറഞ്ഞാൽ 2 ഡിജിറ്റ് അല്ലേ? അപ്പൊ 2 മൈനസ് 1, അതായത് ഞാൻ പറഞ്ഞിരുന്നു ലോഗരിതം ടേബിളിൽ ഈ ഡെസിമലിന്റെ മുന്നേ ഉള്ളത് കണ്ടുപിടിക്കുന്നത് n-1 ആണ് നമ്മൾ ചെയ്യുക. അപ്പൊ 57 അതായത് 2 ഡിജിറ്റ്സ് അല്ലേ? അപ്പൊ 2n-1 എന്ന് പറഞ്ഞാൽ 2 - 1 പറഞ്ഞാൽ 1. അതേപോലെ 87.75 എങ്ങനെ കണ്ടുപിടിക്കുക? 87ൽ 7 നോക്കുക. പിന്നെ ഇവിടെ ഒരു ഡിജിറ്റും കൂടി ഇല്ലേ? ആ ഒരു സംഖ്യ കിട്ടിയതിനോട് കൂടെ ഈ മീൻ ഡിഫറൻസിനകത്ത് 5ന് നേരെ ഏത് വാല്യൂ ആണോ വരുന്നത് അതുകൂടി കൂട്ടുമ്പോൾ നമുക്ക് 94.32 കിട്ടും. ആ 94.32ന് മുന്നിലെയും 1 വന്നത് എങ്ങനെയാണ്? ഈ ഇവിടെയും n എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പം n-1 പറഞ്ഞാൽ 1 ആണ്. ഓക്കെ, അതുപോലെ ബാക്കിയുള്ള വാല്യൂസ് നോക്കുക, അതിന്റെ ടോട്ടൽ കണ്ടുപിടിക്കാം. ഇനി ജോമെട്രിക് മീൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? ആന്റി ലോഗ് സിഗ്മ ലോഗ് എക്സ് ഡിവൈഡഡ് ബൈ n. അപ്പം സിഗ്മ ലോഗ് എക്സ് നമ്മൾ കണ്ടുപിടിച്ചു 9.2101 ഡിവൈഡഡ് ബൈ 5. ഈ 9.2101 ഡിവൈഡഡ് ബൈ 5 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1.84202. അതിന്റെ ആന്റി ലോഗ് നമ്മൾ കണ്ടുപിടിക്കണം അല്ലേ? അപ്പൊ ആന്റി ലോഗരിതം കണ്ടുപിടിക്കുക എങ്ങനെയാണ്? 84 നമ്മൾ ആന്റി ലോഗരിതം ടേബിൾ അതിന്റെ അടുത്ത പേജിൽ തന്നെ ഉണ്ട്. അപ്പൊ 0.84നകത്ത് 2 നോക്കുക, 0 നോക്കുക. അപ്പൊ നമുക്ക് 69.50 കിട്ടും. ഇനി ഇവിടെ ഡിജിറ്റ് എങ്ങനെയാ ഇടുന്നത്? ഡെസിമൽ എങ്ങനെയാ ഇടുന്നത്? ഇവിടെ 1 അല്ലേ? അപ്പൊ n അല്ലേ? n പറഞ്ഞ 1 അല്ലേ? സോ 1 + 1. ഇത് ലോഗരിതത്തിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ആന്റി ലോഗിൽ ചെയ്യുക. അവിടെ -1 ആണെങ്കിൽ ഇവിടെ +1 ആണ് ചെയ്യുന്നത്. അപ്പോ ഇവിടെ 1 ആണ് ഡെസിമലിന്റെ മുന്നേ ഉള്ളത്. അപ്പൊ 1 + 1 പറഞ്ഞാൽ 2. സോ 2 ഡിജിറ്റ്സ് നീക്കിയിട്ട് ഇവിടെ പോയിന്റ്സ് ഇടാം. ഓക്കെ, അതാണ് 69.51. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ജോമെട്രിക് മീൻ ഫ്രം ദ ഫോളോയിങ് ഡാറ്റ. ഇവിടെ തന്നിട്ടുണ്ട്, സൈസും ഫ്രീക്വൻസിയും തന്നിട്ടുണ്ട്. അപ്പോൾ അതുപോലെ എഴുതുക. ഇനി നമ്മൾ ലോഗ് എക്സ് കണ്ടുപിടിക്കുക, 5ന്റെ ലോഗ് കണ്ടുപിടിക്കുക. 5ന്റെ ലോഗ് എങ്ങനെയാ കണ്ടുപിടിക്കുക? 5 എന്നുള്ള ടേബിളിൽ കാണുന്നുണ്ടോ? ഇല്ല. അപ്പൊ 5ന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക? പോയിന്റ് ഇടുക അല്ലെ? പോയിന്റ് ഇട്ടിട്ട് ചെയ്യുക. 5ന് ശേഷം 2 0 ഇടുക. എന്നിട്ട് 50ൽ നോക്കുക, 50ൽ 0 നോക്കുക. അപ്പം 0.6990 കിട്ടും. 80 80നകത്ത് 0 നോക്കുമ്പോൾ 0.9031 കിട്ടും. ദെൻ
ടെന്നിനകത്ത് നോക്കുമ്പം 10 എന്ന് പറഞ്ഞാൽ 10 ഉണ്ടല്ലോ, 10ൽ 0 നോക്കുക, അപ്പം 0.000 കിട്ടും. 12ൽ 0 നോക്കുക, 0.0792 കിട്ടും. പിന്നെ ഈ ഡെസിമലിന്റെ മുന്നുള്ള കാര്യം എന്താണെന്നുള്ള അറിയാലോ. ഇവിടെ n പറഞ്ഞാൽ എത്രയാണ്? 5 എന്ന് പറഞ്ഞാൽ ഒറ്റ ഡിജിറ്റ് അല്ലേ ഉള്ളൂ. 1 - 1 പറഞ്ഞാൽ 0 അല്ലേ. അപ്പം ഇവിടെ 0 ഇടുക. വേണമെങ്കിൽ 0 ഇട്ടാൽ മതി, അല്ലെങ്കിൽ വേണ്ട. ഇവിടെ നോക്കുക, 10ന്റെ ഈ കേസിൽ എങ്ങനെയാ 1 വന്നത്? ഇവരെ രണ്ട് ഡിജിറ്റ് ഇല്ലേ. അപ്പം n പറഞ്ഞാൽ 2 അല്ലേ. 2 - 1 പറഞ്ഞാൽ 1. അതുകൊണ്ടാണ് ഈ കേസിൽ 2ൽ 1 വന്നത്. ഓക്കെ. ഇനി എഫ് ലോഗ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഫ്രീക്വൻസി കൊണ്ട് ഈ ലോഗരിതം ലോഗ് ടാബിളിൽ കിട്ടിയ വാല്യൂവിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് എഫ് ലോഗ് എക്സ് കിട്ടുക. ഓക്കെ. അപ്പൊ 2 × 0.6990 പറഞ്ഞാൽ 1.3980. അതുപോലെ ഇതിനെയൊക്കെ മൾട്ടിപ്ലൈ ചെയ്യുക, ആഡ് ചെയ്യുക. ഇനി ജോമെട്രിക് മീൻ എങ്ങനെ കണ്ടുപിടിക്കുക? ആന്റി ലോഗ് സിഗ്മ എഫ് ലോഗ് എക്സ് ഡിവൈഡഡ് ബൈ n. ഇവിടെ സിഗ്മ എഫ് ലോഗ് എക്സ് നമ്മൾ കണ്ടുപിടിച്ചു വെച്ചു. 9.1865 ഡിവൈഡഡ് ബൈ സിഗ്മ എഫ് എന്ന് പറയുന്നത് എത്രയാണ്? 10. അപ്പൊ അത് ചെയ്യുമ്പോൾ നമുക്ക് 0.91865 കിട്ടും. അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 8.292 ആണ്. ഓക്കെ. ഇനി ഹാർമോണിക് മീൻ. ഹാർമോണിക് മീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? Harmonic mean is defined as the reciprocal of the mean of the reciprocals of those value. Reciprocal values നാണ് നമ്മൾ harmonic mean കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. സോ reciprocal of the mean of the reciprocal of those values നാണ് നമ്മൾ എന്ത് പറയുന്നത്? harmonic mean എന്ന് പറയുന്നത്. Then what is the equations used for finding out the value of harmonic mean? അതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഓക്കെ. Okay, harmonic mean കണ്ടുപിടിക്കാനുള്ള equation എന്താണ്? Harmonic mean is equal to n divided by sigma 1 by x. Then harmonic mean in discrete series, harmonic mean is equal to n divided by sigma f into 1 by x. Then if harmonic mean is calculated based on the continuous series data, then harmonic mean is equal to n divided by sigma f into 1 by x. X is equal to midpoint of x. Okay. Find harmonic mean. 2, 3, 4, 5. ഇതിന്റെ ഹാർമോണിക് മീൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. അപ്പൊ എക്സ് എന്നുള്ളത് അതുപോലെ എടുത്ത് എഴുതാം. 2, 3, 4, 5. ഇനി റെസിപ്രോക്കൽ ആണെന്നല്ലേ നമ്മൾ പറഞ്ഞത്. അപ്പൊ 1/x. നമ്മുടെ ഇക്വേഷനിൽ 1/x വേണ്ടേ. സോ 1/2 0.5, 1/3 0.33, 1/4 0.25, 1/5 എന്ന് പറഞ്ഞാൽ 0.20. അപ്പൊ ഇതിനെ ആഡ് ചെയ്യുക, 1.28 കിട്ടും. ഇനി ഹാർമോണിക് മീൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? n divided by sigma 1 by x. That is equal to n എന്ന് പറഞ്ഞ നമ്പർ ഓഫ് ഐറ്റംസ് എത്രയുണ്ട്? 4. 4 divided by 1.28 എന്ന് പറഞ്ഞാൽ 3.125. ക്ലിയർ ആയല്ലോ? ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സൈസും ഫ്രീക്വൻസിയും തന്നിട്ടുണ്ട്, അത് അതുപോലെ എഴുതുക. പിന്നെ 1/x കണ്ടുപിടിക്കുക. 1/x എങ്ങനെ കണ്ടുപിടിക്കുക? 1/6 എന്ന് പറഞ്ഞാൽ എത്രയാ? 0.1667. 1/10 0.1000. 1.14 I mean 1/14 0.0714. അങ്ങനെ ചെയ്യുക. ഇതിനെ ഈ കിട്ടിയ 1/x-നെ f കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് അതിന്റെ ടോട്ടൽ കണ്ടുപിടിക്കുക. ദെൻ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇവിടെ n-ന്റെ ടോട്ടൽ എത്രയാ? 100 ഡിവൈഡഡ് ബൈ ദെൻ സിഗ്മ f ഇൻറ്റു 1/x നമ്മൾ കണ്ടുപിടിച്ചു വെച്ചു 10.032. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ആ ഇക്വേഷൻസ് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 9.97. ഓക്കെ. നെക്സ്റ്റ് പ്രോബ്ലം. ഫ്രം ദ ഫോളോയിങ് ഡാറ്റ കാൽക്കുലേറ്റ് ദ ഹാർമോണിക് മീൻ. ഇവിടെ ക്ലാസ് ഇന്റർവൽ ആയിട്ടാണ് ഡാറ്റ തന്നിരിക്കുന്നത് അല്ലേ. ഇൻകം എന്ന് പറയുന്നത് 10 to 20, 20 to 30, 30 to 40, 40 to 50, 50 to 60. Then here the number of persons എന്ന് പറയുന്നത് 4, 6, 10, 7, 3. ഇനി നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ തന്നിരിക്കുന്നതിനെ നമ്മൾ ഡാറ്റ ടേബിൾ ആക്കി എഴുതുക. ആ ടേബിളിനകത്ത് നമ്മൾ എന്ത് ചെയ്യുക? തേർഡ് കോളം ഇവിടെ 10 to 20, 20 to 30 അല്ലേ തന്നിരിക്കുന്നത്. നമുക്ക് അപ്പൊ 1/x കണ്ടുപിടിക്കാൻ പറ്റൂ? ഇല്ല. So here we want to calculate the mid value. So 10 plus 20. ഫസ്റ്റ് കോളം നോക്കുക. 10 plus 20/2. അത് എത്രയാ? 30/2 പറഞ്ഞാൽ 15. അതുപോലെ 20 plus 30/2, അതായത് 50/2 പറഞ്ഞാൽ 25. അങ്ങനെ നമ്മൾ മിഡ് വാല്യൂസ് കണ്ടുപിടിക്കുക. ദെൻ മിഡ് വാല്യൂസ് കണ്ടുപിടിച്ചിട്ട് 1/x ചെയ്യുക. 1/x എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 1/15, അതായത് 0.667. അതുപോലെ മൂന്നാമത്തെ കള്ളി, അതായത് 1/25. അപ്പൊ ഫോർത്ത് കോളത്തിൽ എന്ത് വരും? 0.0400. അതുപോലെ അത് ഫുള്ള് ചെയ്യുക. That we have to multiply with the frequency. പിന്നെ നമ്മൾ അതിനെ ഫ്രീക്വൻസി കൊണ്ട് ചെയ്യുക. Then equation substitute ചെയ്യുക. So the harmonic mean is equal to n divided by sigma f into 1/x. So here n is equal to 30. 30 divided by
sigma f into 1 by x എത്രയാണ് ടോട്ടൽ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് 1.0023. So we get the answer 29.93. Okay. Then coming to the measures of dispersion or variability. Dispersion means a measure of the degree of deviation of data from the central value. Central value ൽ നിന്ന് ഡാറ്റയുടെ ഒരു degree of deviation ആണ് നമ്മൾ എന്ത് പറയുന്നത് dispersion എന്ന് പറയുന്നത്. Then ഈ measures of dispersion രണ്ട് രീതിയിലുണ്ട്. എന്തൊക്കെയാണ്? Absolute measures ഉണ്ട്, relative measures ഉണ്ട്. Okay. Absolute measures ഉം relative measures ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഇനി എന്താണ് absolute measures എന്ന് നമുക്ക് നോക്കാം. Absolute measures of dispersions are expressed in the same units in which data are collected. Data collect ചെയ്യുന്ന same unitൽ തന്നെ നമ്മൾ dispersion measure ചെയ്യുകയാണെങ്കിൽ that is termed as absolute measures. And the various absolute measures are ഏതൊക്കെയാണ്? Range, quartile deviation, mean deviation and standard deviation. Then relative measures എന്ന് പറഞ്ഞാൽ എന്താണ്? It is also called coefficient of dispersion. Coefficient of dispersion എന്ന് പറയുന്ന വേറൊരു പേരാണെന്ത്? Relative measure. And they are useful for comparing two series for their variability. രണ്ട് സീരീസുകൾ തമ്മിലുള്ള വേരിയബിലിറ്റി കമ്പയർ ചെയ്യാൻ റിലേറ്റീവ് മെഷേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ദ വേരിയസ് ഫോംസ് ഓഫ് റിലേറ്റീവ് മെഷേഴ്സ് ആർ എന്തൊക്കെയാണ്? കോഫിഷ്യന്റ് ഓഫ് റേഞ്ച്, കോഫിഷ്യന്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷൻ, കോഫിഷ്യന്റ് ഓഫ് മീൻ ഡീവിയേഷൻ ആൻഡ് കോഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ. നമ്മൾ കണ്ടുപിടിച്ച ഈ ആബ്സല്യൂട്ട് മെഷേഴ്സിന്റെ ഒക്കെ കോഫിഷ്യന്റ് ഫോം ആണ് എന്ത്? റിലേറ്റീവ് മെഷേഴ്സ്. ഓക്കെ. ഫസ്റ്റ് വൺ റേഞ്ച്. റേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? The range of any series is the difference between the highest and the lowest values in the series. ഒരു സീരീസിനകത്തുള്ള ഹയസ്റ്റ് വാല്യൂം ലോവസ്റ്റ് വാല്യൂം തമ്മിലുള്ള ഡിഫറൻസ് ആണ് റേഞ്ച് കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. Then range കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? ഹയസ്റ്റ് വാല്യൂ മൈനസ് ലോവസ്റ്റ് വാല്യൂ. ഓക്കെ. That is highest variable minus lowest variable. H minus L. എളുപ്പമല്ലേ ഇത് പഠിക്കാൻ? Then coefficient of range കണ്ടുപിടിക്കാൻ എന്താണ്? H minus L divided by H plus L. That is highest variable minus lowest variable divided by highest variable plus lowest variable. ഇനി നമുക്ക് പ്രോബ്ലംസ് നോക്കാം. Find the range and the coefficient of range. 75, 29, 96, 15, 78, 4, 9. ഇത്രയും വാല്യൂസ് തന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് നമ്മളോട് എന്താണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്? റേഞ്ചും കോഫിഷ്യന്റ് ഓഫ് റേഞ്ചും ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇപ്പൊ റേഞ്ച് കണ്ടുപിടിക്കുക എങ്ങനെയാ? H മൈനസ് L ആണ് ഇക്വേഷൻ നമുക്കറിയാം. H എന്ന് പറഞ്ഞാൽ എന്താ? ഹയസ്റ്റ് വേരിയബിൾ. ഈ തന്നിരിക്കുന്ന ഡാറ്റ സെറ്റിനകത്ത് ഹയസ്റ്റ് വേരിയബിൾ ഏതാണ്? 96 മൈനസ് ലോവസ്റ്റ് വാല്യൂ ഏതാണ്? 4. സോ 96 മൈനസ് 4 ഡിവൈഡഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 92. ക്ലിയർ ആയോ? റേഞ്ച് എങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് മനസ്സിലായോ? ഇനി നമ്മളോട് എന്താ പറഞ്ഞത്? കോഫിഷ്യന്റ് ഓഫ് റേഞ്ചും കണ്ടുപിടിക്കണം. സോ കോഫിഷ്യന്റ് ഓഫ് റേഞ്ച് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? H minus L divided by H plus L. So here 96 minus 4 divided by 96 plus 4. That is equal to 92 divided by 100. That is equal to 0.92. Okay. Next problem. Find range and coefficient of range. Find range and coefficient of range. ഇവിടെ wages തന്നിട്ടുണ്ട്, number of employees തന്നിട്ടുണ്ട്. So here range എന്ന് പറഞ്ഞത് എന്തായിരിക്കും? range എന്ന് പറഞ്ഞാൽ highest variable minus lowest variable അല്ലേ? ഇവിടെ നോക്കുക, highest variable എത്രയാണ്? highest wage എത്രയാണ്? 30. lowest wage എത്രയാണ്? 5. അപ്പോൾ 30 minus 5 25. coefficient of range എന്ന് പറഞ്ഞാൽ എന്താ? H minus L divided by H plus L ആണ്. So 30 minus 5 divided by 30 plus 5. അപ്പോൾ നമുക്ക് 0.71 കിട്ടും. ഇനി നെക്സ്റ്റ് ഫൈൻഡ് ഔട്ട് ദ റേഞ്ച് ആൻഡ് കോഫിഷ്യന്റ് ഓഫ് റേഞ്ച്. ഇവിടെ ഡാറ്റ എങ്ങനെയാണ് തന്നിരിക്കുന്നത്? 20 to 29, 30 to 39, 40 to 49, 50 to 59, 60 to 69. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്പർ ഓഫ് സ്റ്റുഡൻസും തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ നോക്കുക, ഇതിനകത്ത് ക്ലാസ്സുകൾ തമ്മിൽ ഒരു ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ആദ്യത്തത് 20 അല്ലേ? അപ്പൊ അതിനെയാണ് നമ്മൾ 19.5 ആക്കിയത്. 0.5 കുറയ്ക്കുക, ലോവർ ലിമിറ്റിനോട് 0.5 കുറയ്ക്കുക, അപ്പർ ലിമിറ്റിനോട് 0.5 കൂട്ടിയിട്ടുണ്ട്. അതുപോലെ എല്ലാം ചെയ്യുക, ഫ്രീക്വൻസി എഴുതുക. ഇനി ഹയസ്റ്റും ലോവസ്റ്റും തമ്മിൽ ഉള്ള ബന്ധമാണല്ലോ റേഞ്ച്. അപ്പൊ ഹയസ്റ്റ് ഫിഗർ ഏതാണ്? ഹയസ്റ്റ് 69.5, ലോവസ്റ്റ് വേരിയബിൾ ഏതാണ്? 19.5. then 52, then കോഫിഷ്യന്റ് ഓഫ് റേഞ്ചും കണ്ടുപിടിക്കുക. ഇനി quartile deviation എന്താന്ന് നോക്കാം. Quartile deviation is defined as the half distance between the third and first quartiles. ഇത് ഇങ്ങനെ തന്നെ പഠിച്ചു വെക്കുക കേട്ടോ. അല്ലാതെ ഇതിനിപ്പം കൂടുതലായിട്ട് ഇതിന്റെ എക്സ്പ്ലനേഷൻ ഒന്നും തരാനില്ല. You have to by heart all these.
Quartile deviation കണ്ടുപിടിക്കാനുള്ള equation എന്താണ്? Q3 minus Q1 divided by 2. Then coefficient of quartile deviation എങ്ങനെ കണ്ടുപിടിക്കുന്നത്? Q3 minus Q1 divided by Q3 plus Q1. Then quartile deviation in individual series ആണെങ്കിലോ quartile deviation is equal to Q3 minus Q1 divided by 2 and Q1 is equal to size of n plus 1 by 4th item. Q3 is equal to size of 3 into n plus 1 by 4th item. Then quartile deviation in discrete series ആണെങ്കിൽ quartile deviation is equal to Q3 minus Q1 by 2 and Q1 എന്ന് പറയുന്നത് size of n plus 1 by 4th item ആണ്. Q3 എന്ന് പറയുന്നത് size of 3 into n plus 1 by 4th item ആണ്. ഇത് almost similar ആണ്. Individual seriesഉം discrete seriesഉം similar ആണ്. But there are some deviations or there are some differences in the equations for quartile deviation in continuous series. Quartile deviation in continuous series എങ്ങനെ കണ്ടുപിടിക്കുന്നത്? Q3 minus Q1 divided by 2 ആണ്. Here Q1 is equal to size of n by 4th item. Here is the difference, n by 4th item. But on the other hand, on the previous case, n plus 1 by 4th item ആയിരുന്നു. ഇവിടെ n by 4th item ആണ്. Then Q3 എന്ന് പറയുന്നത് size of 3 into n by 4th item. Then Q1 എങ്ങനെ കണ്ടുപിടിക്കുന്നത്? L1 plus n by 4 minus CF divided by F into C. Similarly, Q3 is equal to L plus 3 into n by 4 minus CF divided by F into C. ഇതൊക്കെ problems എപ്പോഴും ചോദിച്ചു കാണാറുണ്ട്. So you have to by heart all the equations. Then calculate the quartile deviation from the following. 25, 15, 30, 45, 40, 20 and 50. This is a data set. From here we have to calculate the quartile deviation. And also here they are also required to find out the coefficient of quartile deviation. So answer നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ഒരു ascending ഓർഡറിലേക്ക് മാറ്റുക. 15, 20, 25, 30, 40, 45, 50. Then Q1 എങ്ങനെ കണ്ടുപിടിക്കുന്നത്? Size of n plus 1 by 4th item. ഇവിടെ n എന്ന് പറയുന്നത് എത്ര ഐറ്റംസ് ഉണ്ട്? 1, 2, 3, 4, 5, 6, 7. 7 plus 1 by 4th item എന്ന് പറയുന്നത് എന്താണ്? 8 by 4th item എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഐറ്റം അല്ലേ? Then Q3 എങ്ങനെ കണ്ടുപിടിക്കുക? Size of 3 into n plus 1 by 4th item. Here n plus 1 by 4th item that we have already calculated, 2. So 3 into 2, 6. So we get 6th item. Then what is the equation that we are used for finding out the value of quartile deviation? Quartile deviation is equal to Q3 minus Q1 divided by 2. So that is equal to 45 minus 20 divided by 2. That is equal to 12.5. Then coefficient of quartile deviation എങ്ങനെ കണ്ടുപിടിക്കുക? Q3 minus Q1 divided by Q3 plus Q1. So 25 divided by 45 plus 20. That is equal to 3.385. Then here, find the value of quartile deviation and coefficient of quartile deviation. ഇവിടെ x ഉം f ഉം തന്നിട്ടുണ്ട്. So here we want to calculate the cumulative frequency. How we are finding out the cumulative frequency? First the frequency is same and the second onwards we have to add the frequencies with the cumulative frequency. So 4 plus 7, 11, 11 plus 12, 23, 23 plus 8, 31, 31 plus 9, 40, 40 plus 15, 55, 55 plus 7, 62, 62 plus 3, 65. അങ്ങനെ കണ്ടുപിടിച്ച്. ഇനി നമ്മൾ നോക്കുക. Q1 എന്ന് പറഞ്ഞാൽ എന്താ? Size of n plus 1 by 4th ആയിട്ടാണ്. അപ്പോ n എന്ന് പറഞ്ഞാൽ 65 ആണ് ചെയ്തു. 65 plus 1 by 4 that is equal to 16.5 item. Then Q3 എന്ന് പറയുന്നത് size of 3 into n plus 1 by 4th ആയിട്ടാണ്. This n plus 1 by 4th item that you have already calculated that is equal to 16.5th item. So 3 into 16.5 എന്ന് പറയുന്നത് 49.5th item. So Q1 40ഉം Q3 17 കിട്ടി. Then from here നമുക്ക് quartile deviation കണ്ടുപിടിക്കാം. Also we have to find out the coefficient of quartile deviation also. ഇനി ആ ഇക്വേഷനിലേക്ക് ആ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കേണ്ട പണി മാത്രമേ ഉള്ളൂ. ഓക്കെ. ഇനി compute quartile deviation and coefficient of quartile deviation. 0 to 10, 10 to 20 ഇങ്ങനെ തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം cumulative ഇത് ഡാറ്റ അങ്ങനെ എഴുതുക. അതിന്റെ cumulative frequency കണ്ടുപിടിക്കുക. Size of n by 4th item കണ്ടുപിടിക്കുക. Then 54 by 4th item that is equal to 13.5th item which lies at 13.5 എന്ന് പറഞ്ഞാൽ ഏതിനകത്താ വരിക? 5നകത്ത് വരുമോ? ഇല്ല, 17നകത്ത് വരുമല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ
ഇവിടെ ആയിരിക്കും നമ്മുടെ ഈ ഡീവിയേഷനിൽ 10 to 20 എന്നുള്ളതാണ് ആ ഒരു പോയിന്റ്. അത് നമ്മൾ മാർക്ക് ചെയ്ത് വെക്കുക. പിന്നെ ആ ഇക്വേഷനിലേക്ക് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇക്വേഷൻസ് പഠിച്ചാൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി മീൻ ഡീവിയേഷൻ എന്താണെന്ന് നോക്കാം. What do you mean by mean deviation? Mean deviation is defined as the arithmetic mean of deviations of all the values in a series from their average. Okay, so mean deviation is defined as the arithmetic mean of deviations of all the values in a series from their average. The average may be mean or median അല്ലെങ്കിൽ mode ആവാം. അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ള ഇക്വേഷൻ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. മീൻ ഡീവിയേഷൻ ഈസ് ഈക്വൽ ടു സിഗ്മ ഡി ബൈ എൻ. ഈ ഡി എന്ന് പറയുന്നത് എന്താണ്? ഡീവിയേഷൻ ഫ്രം ആൻ ആവറേജ് വിത്തൗട്ട് സൈൻ. ഇത് ആബ്സല്യൂട്ട് ഫിഗർ ആണ്. നമ്മൾ ഇവിടെ ഒരിക്കലും എന്താണ് അതിന്റെ സൈൻ എടുക്കൂല. സൈൻ എടുക്കൂല ഇൻ ദ സെൻസ് മൈനസ് ഫിഗർ ഒക്കെ വരൂലേ ചിലപ്പോൾ. അപ്പൊ മൈനസ് സിമ്പൽ ഒക്കെ നമ്മൾ ചിലപ്പോൾ ഡിഡക്ട് ചെയ്യുമ്പോഴൊക്കെ വരില്ലേ, ആ മൈനസ് സിമ്പൽ നമ്മൾ ഇവിടെ അവോയ്ഡ് ചെയ്യും. അതുകൊണ്ടാണ് ഈ ഒരു സിമ്പൽ ഇവിടെ ഇട്ടത്. ആബ്സല്യൂട്ട് എന്നുള്ള ഒരു സിമ്പൽ നമ്മൾ അവിടെ ഇട്ടത് അതുകൊണ്ടാണ്. സോ ഹിയർ ഡീവിയേഷൻ ഫ്രം ആൻ ആവറേജ് വിത്തൗട്ട് സൈൻ ആണ്. സോ മീൻ ഡീവിയേഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ സിഗ്മ ഡി ബൈ എൻ ആണ്. ദെൻ മീൻ ഡീവിയേഷൻ ഇൻ ഇൻഡിവിജ്വൽ സീരീസ് പറഞ്ഞാൽ സിഗ്മ ഡി ബൈ എൻ. കോഫിഷ്യന്റ് ഓഫ് മീൻ ഡീവിയേഷൻ എങ്ങനെയാണ്? മീൻ ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ ആവറേജ് ആണ്. ഈ ആവറേജ് എന്ന് പറഞ്ഞാൽ മീൻ, മീഡിയൻ ഓർ മോഡ് ഫ്രം വിച്ച് ദ ഡീവിയേഷൻ ഈസ് ടേക്കൺ. Then mean deviation in discrete series, that is sigma fd by n. Then mean deviation by average n. Mean deviation in continuous series ആണെങ്കിലോ sigma fd divided by n. Problems നോക്കാം. Calculate the mean deviation from the following: 14, 15, 23, 20, 10, 30, 19, 18, 16, 25 and 12. This is the information given. Then we have to arrange the data in an ascending order. Then നമ്മൾ എന്ത് ചെയ്യണം? മീഡിയൻ സൈസ് കണ്ടുപിടിക്കുക. ഇവിടെ എത്ര ഐറ്റം ഉണ്ട്? 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11. So 11 plus 1 by 2th item, that is equal to 12 by 2th item, that is 6th item. 6th item എന്ന് പറഞ്ഞാൽ എന്താണ് വരുന്നത്? 1, 2, 3, 4, 5, 6, 18. സോ നമ്മുടെ ഈ ഇത് ലൈസ് ചെയ്യുന്നത് 18ാമത്തെ വാല്യൂസിന്റെ ഇടയിലാണ് അല്ലേ? സോ ഇനി എക്സ് മൈനസ് മീഡിയൻ. ഈ ഡി എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുന്നത്? ഈ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത് ഈ എക്സിൽ ഈ ഓരോ എക്സ് ഫിഗറിൽ നിന്നും മൈനസ് ചെയ്യണം. അപ്പൊ 18 എന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചു. ഇനി 14 ഇവിടെ നോക്കുക. 14 മൈനസ് 18. അപ്പൊ നമുക്ക് ശരിക്കും ഉത്തരം എത്ര കിട്ടുക? -4 അല്ലേ? പക്ഷെ ഈ ഒരു സിമ്പൽ ഇട്ടത് കൊണ്ട്, ആബ്സല്യൂട്ട് എന്നുള്ള സിമ്പൽ ഉള്ളത് കൊണ്ട് തന്നെ ഹിയർ വി ആർ നോട്ട് കൺസിഡറിങ് എനി സിമ്പൽ. നെഗറ്റീവ് സിമ്പിൾസ് ഒന്നും നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. We simply write the positive figures. Okay. അപ്പൊ 14 മൈനസ് 18 4, 15 മൈനസ് 18 3, 23 മൈനസ് 18 5, 20 മൈനസ് 18 2, 10 മൈനസ് 18 8, 30 മൈനസ് 18 12, 19 മൈനസ് 18 1. അങ്ങനെ നമ്മൾ എല്ലാ ഫിഗേഴ്സും കണ്ടുപിടിച്ചു. അതിന്റെ ടോട്ടലും കണ്ടുപിടിച്ചു. ഇനി മീൻ ഡീവിയേഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? സിഗ്മ ഡി ബൈ എൻ. അപ്പോ 50 ബൈ എൻ എത്രയുണ്ട്? 11 ഐറ്റംസ് അല്ലേ? 11. അപ്പൊ 4.5. ഓക്കെ. ഓക്കെ. Okay, now coming to the next one, that is standard deviation. Standard deviation എന്ന് പറഞ്ഞാൽ എന്താണ്? Standard deviation is defined as the square root of the mean of the squares of the deviations of individual items from their arithmetic mean. ഈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്താണെന്നും അതിന്റെ അഡ്വാൻറ്റേജസും ലിമിറ്റേഷൻസും അധികം തിയറി പാർട്ടിൽ ചോദിക്കാറുണ്ട്. അതുപോലെ പ്രോബ്ലംസും കൂടുതലായിട്ട് ചോദിച്ചു കാണുന്ന ഒരു ഏരിയ ആണ് ഈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേഷൻ. ഓക്കെ. ആൻഡ് ദ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? സിഗ്മ. ഈ സിമ്പിളിന് പറയുന്ന പേര് സിഗ്മ എന്നാണ് കേട്ടോ. സോ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ എൻ. Then standard deviation in individual series എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? സിഗ്മ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ എൻ. Then coefficient of variation എന്ന് പറഞ്ഞാൽ സിഗ്മ ഡിവൈഡഡ് ബൈ എക്സ് ബാർ ഇൻറ്റു 100. Then standard deviation in discrete series, sigma is equal to sigma fx square divided by root of sigma fx square divided by n minus sigma fx by n the whole square. Shortcut method standard deviation sigma is equal to root of sigma fd square divided by n minus sigma fd by n the whole square. Here d is equal to x minus assumed mean. Then deviation, standard deviation in continuous series എങ്ങനെ കണ്ടുപിടിക്കുക? Direct method ആണെങ്കിൽ sigma is equal to root of sigma fx square divided by n minus sigma fx by n the whole square. X എന്ന് പറഞ്ഞാൽ midpoint of x ആണ്.
Shortcut method sigma is equal to root of sigma fd square divided by n minus sigma fd by n the whole square. D is equal to m minus a or x minus a. Then here in the step deviation method, sigma is equal to root of sigma fd square divided by n minus sigma fd by n the whole square into c. Here the c represents the class interval. All the equations that you have to by heart it, otherwise you can't do the problems. Now coming to variance. What do you mean by variance? Variance is defined as the mean of the squares of the deviation of all the values in the series from their mean. Simply, എന്താണ് variance എന്ന് പറഞ്ഞാൽ square root of standard deviation പറയുന്ന വേറൊരു പേരാണ് variance. Okay. So variance means it is the square root of the standard deviation. നമ്മൾ standard deviation calculate ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചു. അതിന്റെ ഒരു square root ആണ് എന്ത്? Variance എന്ന് പറയുന്നത്. Okay. പഠിച്ചു വെക്കുക കേട്ടോ. ഇനി കമ്പ്യൂട്ട് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. 4, 8, 10, 12, 15, 9, 7, 7 ഇതാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു റൈറ്റ് ഡൗൺ ദ തന്ന ഇൻഫർമേഷൻ എഴുതുക. എക്സ് എന്ന് പറഞ്ഞിട്ട് 4, 8, 10, 12, 15, 9. ഇവിടെ 8 അല്ല 9 ആണ്, ഇത് മിസ്റ്റേക്ക് ആണ്. 7, 7. ഇനി അതിന്റെ സ്ക്വയർ കണ്ടുപിടിക്കുക. എന്താണ്? 4ന്റെ സ്ക്വയർ എത്രയാ? 16. 8ന്റെ സ്ക്വയർ എത്രയാ? 64. 10ന്റെ സ്ക്വയർ 100. 12ന്റേത് 144. 15ന്റേത് 225. 8 അല്ല 9 ആണ്. ക്വസ്റ്റ്യനിൽ 9 അല്ലേ തന്നിരിക്കുന്നത്. ഇവിടെ ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആയിരിക്കണം. 9 എന്ന് പറഞ്ഞാൽ 81, 7, 49, 749. ഇതിന്റെ ടോട്ടൽ കണ്ടുപിടിക്കുക. ഇനി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കുന്ന ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതായത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താണ്? root of sigma x square divided by n minus sigma x by n the whole square. ഇവിടെ സിഗ്മ റൂട്ട് ആദ്യം എഴുതുക. റൂട്ട് സിഗ്മ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാ? 728 ബൈ n എന്ന് പറഞ്ഞാൽ എത്രയാ? 1, 2, 3, 4, 5, 6, 7, 8. 8 മൈനസ് സിഗ്മ എക്സ് എത്രയാ? ടോട്ടൽ 72 ബൈ 8 the whole square. അത് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? ഈ 728നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 91 മൈനസ് 72 ബൈ 8 എത്രയാ? 9 the whole square. അപ്പോ that is equal to root of 91 minus 81 എന്ന് പറഞ്ഞാൽ root of 10, that is equal to 3.16. Okay. Find out the standard deviation. പ്രൊഡക്ഷനും തന്നിട്ടുണ്ട്, നമ്പർ ഓഫ് ഫാക്ടറീസും തന്നിട്ടുണ്ട്. അപ്പൊ എക്സും എഫും അറിയാം. ഇവിടെ എക്സ് വലിയ ഫിഗേഴ്സ് അല്ലേ, അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ സിംപ്ലിഫൈ ചെയ്ത് എഴുതുക. സോ ഡി എന്ന് പറഞ്ഞിട്ട് അസ്യൂംഡ് മീൻ എടുത്ത് എഴുതുക. അവിടെ അസ്യൂംഡ് മീൻ ആയിട്ട് 150 ആണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ 50 മൈനസ് 150 എന്ന് പറഞ്ഞാൽ മൈനസ് 100, 100 മൈനസ് 150 മൈനസ് 50, 125 മൈനസ് 150 25, 150 മൈനസ് 150 0, 150, 200 മൈനസ് 150 50, 250 മൈനസ് 150 100, 300 മൈനസ് 250 300 മൈനസ് 150 180. ഇനി എഫ് ഡി ഡാഷ് ഡി ഡാഷ് കണ്ടുപിടിക്കുക. ഡി ഡാഷ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാ കണ്ടുപിടിച്ചിരിക്കുന്നത്? ഇവിടെ എല്ലാത്തിലും 25 കോമൺ അല്ലേ, അപ്പൊ ഈ എല്ലാ ഫിഗേഴ്സിനെയും നമ്മൾ 25 കൊണ്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ചെറിയ ഫിഗർ കിട്ടും അല്ലേ. അപ്പൊ ആണ് നമുക്ക് എളുപ്പമാണ്, മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ എളുപ്പമാണ്. സ്ക്വയർ ഒക്കെ കണ്ടുപിടിക്കേണ്ടതല്ലേ, അപ്പൊ നമ്മൾ അതിനെ ഏറ്റവും ചെറുതാക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ എഴുതുന്നതാണ് നല്ലത്. പിന്നെ ഡി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? 4ന്റെ സ്ക്വയർ 16, 2ന്റെ സ്ക്വയർ 4, അങ്ങനെ ഈ കോളത്തിൽ എഴുതാം. പിന്നെ എഫ് ഡി ഡാഷ് എങ്ങനെയാ കണ്ടുപിടിച്ചത്? ഈ ഫ്രീക്വൻസിനെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ 2 × -4 8, 5 × -2 -10, 7 × -1 -7, അങ്ങനെ എഴുതും. ഇനി എഫ് ഡി സ്ക്വയർ എങ്ങനെയാ കണ്ടുപിടിച്ചിരിക്കുന്നത്? എഫ് ഡി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഡി സ്ക്വയർ ഇൻറ്റു എഫ് ഡി അല്ലെ, ഈ സാധനം 8 × 4 32, 10 × 2 7 × 1 അങ്ങനെ. ഇനി ഇതിന്റെ എല്ലാം ടോട്ടൽ കണ്ടുപിടിക്കുക, ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. That time we will get the value of standard deviation. Any merits of standard deviation and demerits of standard deviation. It is very important aspect that you have to learn it. Standard deviation is based on all the values of a series. Then it is rigidly defined and it is capable of further mathematical treatment and it is not much affected by sampling fluctuations. Then what are the demerits of standard deviation? It is difficult to calculate. Then the signs of deviations are not ignored. Okay, these are all the merits and demerits of standard deviation. Okay. Okay, അടുത്ത ഒരു important area ആണ് measures of skewness. ഈ measures of skewness എന്ന് പറഞ്ഞാൽ തിയറി പാർട്ടിലൊക്കെ ചോദിക്കാറുണ്ട്. Skewness എന്ന് പറഞ്ഞാൽ skewness means lack of symmetry. When a frequency distribution is not a symmetrical, it is said to be symmetrical or skewed. In the case of a skewed distribution, the mean, median and mode are not equal. Okay.
Then it is in it has a long tail on one side and a short tail on the other side. ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഡയഗ്രം നമുക്ക് കാണിക്കുമ്പോൾ അത് കുറച്ചുകൂടെ മനസ്സിലാവും. ഇങ്ങനെ വായിക്കുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവണമെന്നില്ല. നമുക്ക് നോക്കാം. ഓക്കെ. ദെൻ എപ്പോഴാണ് ഒരു ഡിസ്ട്രിബ്യൂഷൻ സ്ക്യൂഡ് ആവുന്നത് എന്നാണ് ഒരു 4 കേസുകൾ അവർ പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെയാണ്? മീൻ, മീഡിയൻ, മോഡ് ഈക്വൽ ആവാത്ത സിറ്റുവേഷൻ. രണ്ടാമത്തത് Q1 and Q3 are not equidistant from median. Then മൂന്നാമത്തത് frequencies on either side of mode are not equal. Then നാലാമത്തത് the frequency curve has longer tail on the left side and on the right side. Okay, or on the other side. And these are the 4 situations or the cases where the distribution is said to be skewed. ഇത് കാണാതെ പഠിച്ചു വെക്കാൻ വേണം. ഇത് സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രൂഫ് ഒന്നും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ട ആവശ്യമില്ല. ഇതാണ് സിറ്റുവേഷൻ എന്നൊക്കെ ഉള്ളത് പഠിക്കുക തന്നെ വേണം കേട്ടോ. Then രണ്ട് രീതിയിലുള്ള സ്ക്യൂനെസ് ഉണ്ട്. പോസിറ്റീവ് സ്ക്യൂനെസ്സും നെഗറ്റീവ് സ്ക്യൂനെസ്സും. പോസിറ്റീവ് സ്ക്യൂനെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ക്യൂനെസ് is said to be positive when the mean is greater than median and the median is greater than mode. mean is greater than median. മീഡിയനേക്കാളും കൂടുതൽ മീൻ വരിക, മീഡിയനേക്കാളും കൂടുതൽ മോഡ് വരിക. ആ ഒരു കേസിലാണ് എന്ത്? പോസിറ്റീവ് സ്ക്യൂനെസ് എന്ന് പറയുന്നത്. Then negative skewness എന്ന് പറഞ്ഞാൽ എന്താ? ഇതിന്റെ നേരെ ഓപ്പോസിറ്റ്. എന്താണ്? when the mean is less than the median and the median is less than mode. അതിന്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാവും. സിമെട്രിക്കൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇങ്ങനെയാണ് ശരിക്കും ഒരു സിമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ വേണ്ടത്. പോസിറ്റീവ്ലി സ്ക്യൂഡ് ആകുമ്പോൾ എന്താ? ഇവിടെ ലെഫ്റ്റ് സൈഡ് കുറവും റൈറ്റ് സൈഡിലേക്ക് കൂടുതലുമാണ് അല്ലെ? അതുപോലെ നെഗറ്റീവ്ലി സ്ക്യൂഡ് ആകുമ്പോഴോ ലെഫ്റ്റ് സൈഡ് കൂടുതലും റൈറ്റ് സൈഡിലേക്ക് ഇല്ല. അത് നേരത്തെ നമ്മൾ പറഞ്ഞതിന്റെ ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ഓക്കെ. ഇനി സ്ക്യൂനെസ് മെഷർ ചെയ്യാനുള്ള കുറച്ച് ഇക്വേഷൻസ് ഉണ്ട്. കാൾ പിയേഴ്സൺസിന്റെ മെഷേഴ്സ് ഓഫ് സ്ക്യൂനെസ്സിൽ സ്ക്യൂനെസ് എങ്ങനെ കണ്ടുപിടിക്കുക? മീൻ മൈനസ് മീഡിയൻ ഡിവൈഡഡ് ബൈ സിഗ്മ. Then one of the definition given by Paul is for finding out the value of skewness is equal to Q3 plus Q1 minus 2 median divided by Q3 minus Q1. Kelly's measure എങ്ങനെയാണ്? P90 plus P10 minus 2 median divided by P90 minus P10. Then measure of skewness based on moments. Skewness is equal to M3 divided by root M3 ആണ്. ഓക്കെ. ഇത് പഠിക്കാൻ പറ്റുമെങ്കിൽ പഠിച്ചു വെക്കുക. സപ്പോസ് പ്രോബ്ലം ചോദിക്കുകയാണെങ്കിൽ ചെയ്യുക. ബട്ട് ഇൻ യുവർ സ്റ്റഡി മെറ്റീരിയൽസ് അങ്ങനെ പ്രോബ്ലം ഒന്നും കണ്ടില്ല. അതുകൊണ്ട് ഈ ഇക്വേഷൻസ് കണ്ടത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തേ ഉള്ളൂ. ഓക്കെ. Then what do you mean by kurtosis? Kurtosis എന്ന് പറഞ്ഞാൽ എന്താണ്? Kurtosis is a measure of peakedness. Peakednessനെയാണ് അല്ലെങ്കിൽ peakednessന്റെ ഒരു മെഷർ ആണ് kurtosisലൂടെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. It refers a distribution which is relatively fatter than a normal curve. നോർമൽ കർവ് ഇതാണ്. ആ നോർമൽ കർവിനെക്കാട്ടും ഒന്നില്ലെങ്കിൽ ഡയഗ്രാം ഉയർന്നു പോകുന്നുണ്ട് അല്ലെങ്കിൽ നല്ല ഫ്ലാറ്റർ ആയിട്ട് വരുന്നുണ്ട് അല്ലെ? അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ടാണ് ഒരു മെഷർ ഓഫ് kurtosis ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ. when a frequency curve is more peaked than normal curve. ഇതാണ് നമ്മുടെ നോർമൽ കർവ്. ഈ നോർമൽ കർവിനേക്കാളും കൂടുതൽ ഉയരത്തിലാണ് പോണെങ്കിൽ നമ്മൾ അതിന് എന്താണ് പറയുന്നത്? ലാപ്റ്റോകർട്ടിക് എന്നാണ് പറയുന്നത്. ഓക്കെ. ദെൻ സപ്പോസ് നമ്മുടെ നോർമൽ കർവിനേക്കാളും ഇതാണ് നോർമൽ കർവ്, നടുവിലുള്ളതാണ് നോർമൽ കർവ്. അതിന് പറയുന്ന പേരാണ് മെസോകർട്ടിക്. നോർമൽ കർവിനേക്കാളും കൂടുതൽ ഉയരത്തില് മോർ പീക്ഡ് ആയിട്ട് പോവുകയാണെങ്കിൽ ദാറ്റ് ഇസ് ടേൺഡ് ആസ് ലാപ്റ്റോകർട്ടിക്. ആൻഡ് മോർ ഫ്ലാറ്റ് ആയിട്ടാണ് പോകുന്നെങ്കിൽ ദാറ്റ് ഇസ് ടേൺഡ് ആസ് പ്ലാറ്റികർട്ടിക്. ഓക്കെ. ഇത് ചിലപ്പോഴൊക്കെ ചോദിക്കാറുണ്ട് തിയറി പാർട്ടിൽ. സോ അപ്പൊ നിങ്ങൾ 3 രീതിയിലുണ്ട് kurtosis എന്ന് എഴുതുക. then leptokurtic, mesokurtic, platykurtic ഉണ്ടെന്ന് എഴുതുക. then you have to draw this diagram and explain with the diagram. Okay. Then what do you mean by Lorentz curve? Lorentz curve എന്താണ്? Lorentz curve is a graphical method of studying dispersion. ഡിസ്പേർഷൻ എന്താണെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ? വേരിയബിലിറ്റി ഒക്കെ പഠിച്ചു. അത് ഗ്രാഫിക്കൽ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന കർവ് ആണ് എന്ത്? ലോറൻസ് കർവ്. Then it is used in business to study the disparities of the distribution of wages, sales, production. ബിസിനസ് സംരംഭകരെ സംബന്ധിച്ച് അല്ലെങ്കിൽ ബിസിനസ് മേഖലയിൽ എന്ത് ഡിസ്ട്രിബ്യൂഷൻ, വേജസിലുള്ള ഡിസ്ട്രിബ്യൂഷൻ, സെയിൽസിലുള്ള ഡിസ്ട്രിബ്യൂഷനിലുള്ള ഡിഫറൻസ്, പ്രൊഡക്ഷനകത്തുള്ള ഡിഫറൻസ്, ഡിസ്പാരിറ്റീസ് ഷോ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കർവ് ആണ് ലോറൻസ് കർവ്.
Similarly, in economics, it is useful to measure the inequalities in the distribution of income. Income distribution naathu varuna inequalities allengi inequalities in the distribution of incomes okke measure cheyan vendi use cheyyunna oru curve in the point of view of economics aanu Lorentz curve. Then it is a graph drawn to a frequency distribution. While drawing the graph, cumulative percentage values of frequencies on x-axis and cumulative percentage values of the variables on the y-axis are marked. Okay, this is about the Lorentz curve. Okay, this is about the fourth and fifth modules of your paper, that is basic numerical methods. Actually, ഇത് കുറച്ച് equations ഒക്കെ കുറച്ച് കാണാതെ പഠിച്ചു വെക്കണം എന്നുള്ള ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. പഠിച്ചു കഴിഞ്ഞാൽ തിയറി പേപ്പറിനേക്കാളും കൂടുതലായിട്ട് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു പേപ്പർ ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പറ്റുമെങ്കിൽ എന്തായാലും പറ്റുമെങ്കിൽ എന്നല്ല, യു ഹാവ് ടു ലേൺ ദീസ് ഫ്രം എക്സാം പോയിന്റ് ഓഫ് വ്യൂ. ബൈ ഹാർട്ട് ചെയ്യുന്നേ വേണം. പിന്നെ തിയറി പാർട്ടിന് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട മേഖലകളിൽ നിങ്ങൾ കുറച്ച് തിയറി പാർട്ടിന് ഞാൻ പറഞ്ഞല്ലോ, സ്റ്റാറ്റിസ്റ്റിക്സ്, അതിന്റെ ഡെഫിനിഷൻ, ഫീച്ചേഴ്സ്, ഇമ്പോർട്ടൻസ്, ലിമിറ്റേഷൻ, സ്കോപ്പ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്, അങ്ങനത്തെ ഏരിയാസ് ഒക്കെ നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക, കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുത്ത് നോക്കുക. പിന്നെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്താ, അതിന്റെ മെറിറ്റ്സ്, ഡിമെറിറ്റ്സ് അതെല്ലാം നോക്കുക. അങ്ങനെയുള്ള തിയറി പാർട്ട് നോക്കുക. പിന്നെ ഈ മീൻ, മീഡിയൻ, മോഡ്, ജോമെട്രിക് മീൻ ഒക്കെ പ്രോബ്ലം ആയിട്ട് ചോദിച്ച് കാണുന്ന ഒരു ഏരിയ ആണ്. അപ്പോൾ ഇതൊക്കെ പഠിക്കാൻ, ഇക്വേഷൻ പഠിക്കാൻ വലിയ ബുദ്ധിമുട്ടുള്ള കേസ് അല്ല. സോ യു ഹാവ് ടു ബൈ ഹാർട്ട് the equations, then only you can do the problems. Okay, this is about the presentation. Thank you so much.